ഹായ് മക്കളെ, വെൽക്കം ടു ഡോപ്പ ക്ലാസ്സസ്. എല്ലാവർക്കും ഡോപ്പ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഓക്കെ, എല്ലാവർക്കും ഓഡിബിൾ ആണോ? എല്ലാവരും കേൾക്കുന്നുണ്ടോ കാര്യങ്ങളൊക്കെ? എല്ലാവർക്കും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഓഡിബിൾ ആണോ കറക്റ്റായിട്ട്? യെസ്, യെസ്, ഗുഡ്. ഓക്കെ, സോ മക്കളെ ശ്രദ്ധിക്കുക, നമ്മളെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന മുമ്പായിട്ട് നിങ്ങൾക്കൊരു അടിപൊളി ഒരു കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. മക്കളെ, ഡോപ്പ ഓഫ്ലൈൻ ടെസ്റ്റ് അഥവാ ഡോട്ട് എന്ന് പറയും. ഓക്കെ, മക്കളെ ശ്രദ്ധിക്കുക, ഈ ഒരു ഓഫ്ലൈൻ ടെക്സ്റ്റുമായി ബന്ധപ്പെട്ട് പറയുന്ന സമയത്ത് നമ്മൾ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു രീതിയിൽ എന്ത് ചെയ്യുന്നത്, ഈ ഒരു നീറ്റ് മോഡൽ എക്സാം ടെസ്റ്റ് നടത്തുന്നത്. ഓക്കെ, സോ അതിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ, നമ്മുടെ ടെസ്റ്റുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഇത് പ്യുവർലി ഓഫ്ലൈൻ ബേസ്ഡ് ടെസ്റ്റ് ആയിരിക്കും. ഓക്കെ, മക്കൾക്ക് യൂട്യൂബ് ചാനലിന് താഴെ തന്നെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ആ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത് നേരെ രജിസ്റ്റർ ചെയ്യാവുന്ന കാര്യമുള്ളൂ. ഫ്രീ രജിസ്ട്രേഷൻ ആണ്. നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്ന കുട്ടികൾക്ക് കറക്റ്റായിട്ട് എന്ത് ചെയ്യുന്നത് ഡോപ്പിൽ നിന്ന് തന്നെ നിങ്ങൾ വീട്ടിലേക്ക് എന്ത് ചെയ്യുന്നത് അതിൻ്റെ ഫുൾ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത് കോൾ വരികയും അതിൻ്റെ ഫുൾ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. ദെൻ മക്കളെ, ഇതിൻ്റെ ടെസ്റ്റുമായി ബന്ധപ്പെട്ട് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് 2 to 5 ആസ് യൂഷ്വൽ നമ്മൾ നീറ്റ് എക്സാം നടക്കുന്നത് അതേപോലെ തന്നെ 2 to 5 ആണ് എക്സാം വരുന്നത്. അതിൻ്റെ OMR ഷീറ്റും കാര്യങ്ങളെല്ലാം വെച്ച് നിങ്ങൾ എന്ത് ചെയ്യുന്നത് എക്സാം എഴുതുകയും ആ എക്സാം നിങ്ങൾ എന്താ ചെയ്യുക വെച്ചാൽ അത് 5 o'clock ശേഷം നിങ്ങൾ എന്ത് ചെയ്യുന്നത് 1 hour എന്ത് ചെയ്യുന്നു നമ്മുടെ ഡോപ്പിൽ തന്നെ എന്ത് ചെയ്യുന്നത് അപ്ലോഡ് ചെയ്യുക ചെയ്യുന്നത്. ഓക്കെ, അതിൻ്റെ ഫുൾ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത് ഈ ഭാവിയിൽ എന്തെങ്കിലും പറഞ്ഞു തരുന്നതാണ്. ആൻഡ് പ്ലീസ് ഡോണ്ട് മിസ് ദി ഓപ്പർച്യൂണിറ്റി. ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. നീറ്റിൻ്റെ ഒരു ഓഫ്ലൈൻ ടെസ്റ്റ് എന്ന് പറയുന്ന സമയത്ത് ഒരുപാട് എക്സ്പെക്റ്റഡ് ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് വെച്ചിട്ടാണ് ആ ഒരു ടെസ്റ്റ് തയ്യാറാക്കിയിരിക്കുന്നത്. മക്കൾ എന്തായാലും ആ ടെസ്റ്റ് നിർബന്ധമായി എഴുതി നോക്കണം. ആൻഡ് ഒരു കാര്യം കൂടി മക്കളെ പേഴ്സണലി എനിക്ക് പറയാനുള്ളത്, മക്കൾ ഒരുപാട് പഠിക്കുന്നതിലല്ല കാര്യം വരുന്നത്, ആ പഠിച്ച കാര്യം നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതിലെ കാര്യമുള്ളത്. ഓക്കെ, സോ ഫിസിക്സിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് സിംപ്ലി 3 കാര്യത്തിൽ നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റും. ലൈക്ക് കപ്പ് വാഷ് എന്ന് പറയും. അത് ഞാൻ നെക്സ്റ്റ് ഇതിൽ പറഞ്ഞുതരാം. ഇറ്റ്സ് വെരി ഈസി കോൺസെപ്റ്റാണ്. അതായത് ഫിസിക്സ് ബന്ധപ്പെട്ട് നോക്കുന്ന സമയത്ത് തന്നെ, അല്ലെങ്കിൽ ഏത് നമ്മുടെ സബ്ജക്റ്റ് ആണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നോക്കുന്ന സമയത്ത് കപ്പ് പ്രോസസ്സ് പറഞ്ഞാൽ കോൺസെൻട്രേറ്റ്, ദെൻ അണ്ടർസ്റ്റാൻഡ്, ദെൻ പ്രാക്ടീസ്. അപ്പം പ്രാക്ടീസ് ചെയ്യാതെ ഒരു കാരണവശാലും നിങ്ങൾക്ക് നീറ്റ് കിട്ടില്ല. മാക്സിമം പ്രാക്ടീസ് ചെയ്യുക, മാക്സിമം എക്സാംസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. ഓക്കെ, സോ ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ആ ഓപ്പർച്യൂണിറ്റി നിങ്ങൾ ഒരിക്കലും എന്തെങ്കിലും മിസ് ചെയ്യരുത്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കേരളത്തിൽ ആദ്യമായിട്ട് നടത്തുന്ന ഒരു ഓഫ്ലൈൻ നീറ്റ് മോഡൽ എക്സാമാണ്. അതിൽ ഒരുപാട് രസകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ഫുൾ ഇൻഫോർമേഷൻ വഴിയെ നിങ്ങൾക്ക് എന്തായാലും അറിയിക്കുന്നതാണ്. ഓക്കെ, അത് പക്ക ഓഫ്ലൈൻ ലെവൽ തന്നെ നിങ്ങൾക്ക് നിങ്ങൾ പെർഫെക്റ്റ് ആയിട്ടുള്ള ഇനിയിപ്പം പുതിയ വേർഷനിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നീറ്റിൻ്റെ പല വേർഷൻസും കാര്യങ്ങളൊക്കെ മാറ്റുന്നുണ്ട്. ആ പുതിയ വേർഷൻ തന്നെ നിങ്ങൾക്ക് OMR ഷീറ്റും അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്ന നമ്മളെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ദെൻ അത് വെച്ചാൽ നിങ്ങൾക്ക് എഴുതാം. സോ ദാറ്റ് നിങ്ങൾക്ക് നിന്ന് കുറച്ചും കൂടി ഈസി ആയിരിക്കും നീറ്റ് എക്സാം എഴുതാൻ വേണ്ടിയിട്ട്. ഓക്കെ, യെസ്. എവിടെ വെച്ചാണ് എക്സാം കുറച്ച് കൂട്ടിൽ പറഞ്ഞിട്ടുണ്ട്. മക്കളെ ശ്രദ്ധിക്കുക, ആ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളോട് പറയുന്നതാണ് കേട്ടോ. ഫൈൻ, യെസ്. സോ മക്കൾക്ക് എല്ലാവരും ഇത് ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. റെഡി? ദെൻ മക്കളെ, നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ ഓഫ് കോഴ്സ് നമ്മൾ റെസിഡൻഷ്യൽ ബാച്ചിൻ്റെ അഡ്മിഷൻ നമ്മൾ കണ്ടിന്യൂ ഇപ്പം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് കണ്ടിന്യൂ ആയിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. പല ആളുകളും നല്ല രീതിയിൽ തന്നെ അവിടെ അഡ്മിഷൻ കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ലിമിറ്റഡ് സീറ്റാണ്. അപ്പോൾ മക്കൾ ആവശ്യമുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക സീറ്റ്സ് എല്ലാം ബുക്ക് ചെയ്യാം. ഓക്കെ, യെസ്. ദെൻ റീഡിംഗ് റൂം കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യും, നമ്മളെ ചാപ്റ്ററിലേക്ക് പോകാം. ദ ചാപ്റ്റർ നെയിം ദാറ്റ് ഇസ് കോൾ എന്താണ്? തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ. ശ്രദ്ധിക്കുക മക്കളെ, ശ്രദ്ധിക്കുക. ഹിയർ ദ തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ എന്ന് പറയുന്ന ചാപ്റ്റർ നോക്കുന്ന സമയത്ത് നോക്കിക്കേ. ഹിയർ ഇൻ ദിസ് കേസ് ഞാൻ ആസ് യൂഷ്വൽ ഞാൻ എപ്പോഴും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന രീതി ഉണ്ട്. ആ രീതിയിൽ ഞാൻ ഫോളോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ആ രീതി ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നത്. ഞാൻ ആദ്യം അതിൻ്റെ ഹെഡിങ്സ് കറക്റ്റ് പറഞ്ഞു. ദെൻ ആ ഹെഡിങ്സ് ഏറ്റവും മോസ്റ്റ് പ്രോബബിൾ ഏറ്റവും കൂടുതൽ വരാൻ ചാൻസ് ഉള്ള കാര്യങ്ങളാണ് നമ്മൾ റിമൂവ് ചെയ്യുക. ഓക്കെ, ഇതാണ് കഴിഞ്ഞിട്ട് ഫുൾ ക്വസ്റ്റ്യൻസ് ഞാൻ കാണിച്ചിട്ട്. ഓക്കെ, സോ ഹിയർ മക്കൾ ഈ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് നോക്കുന്ന സമയത്ത് നിങ്ങൾക്കുള്ള ഹെഡിങ്സ് എന്തൊക്കെയാണ് പറഞ്ഞാൽ, ദ ഫസ്റ്റ് ഹെഡിങ് ദാറ്റ് ഇസ് അറിയോ, ദ ടെമ്പറേച്ചർ ആൻഡ് ഹീറ്റ് ആണ്. അല്ലെങ്കിൽ ഹീറ്റ് ആൻഡ് temperature and heat on the first heading, and the second heading simply that is എന്താണ് thermal expansion. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. thermal expansion ആണ് വരുന്നത് second one, and the third one thermal expansion കഴിഞ്ഞാൽ third one ഡയറക്റ്റ് മക്കളെ ശ്രദ്ധിക്കും നമ്മൾ പോകുന്ന എവിടേക്ക് അറിയാം മക്കളെ, സ്പെസിഫിക് ഹീറ്റിലേക്കാണ് പോകുന്നത് കേട്ടോ.
സ്പെസിഫിക് ഹീറ്റിലേക്കാണ് പോകുന്നത്. സ്പെസിഫിക് കപ്പാസിറ്റി അതുമായി ബന്ധപ്പെട്ട ഫുൾ ഡീറ്റെയിൽഡ് കാര്യങ്ങൾ നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദ ഫോർത്ത് വൺ ദാറ്റ് ആണ് കലോറിമെട്രി. ഓക്കെ, കലോറിമെട്രി വരുന്നുണ്ട്. ആൻഡ് ഹിയർ മക്കൾ ശ്രദ്ധിക്കുക, ദ നെക്സ്റ്റ് വൺ ദാറ്റ് ഇസ് ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ആൻഡ് ഹിയർ ഹീറ്റ് ട്രാൻസ്ഫർ. ഫൈനലി നിങ്ങൾക്ക് വരുന്ന സെക്ഷനാണ് മക്കളെ ബ്ലാക്ക് ബോഡി റേഡിയേഷൻ. ഓക്കെ, സോ ഹിയർ ഇൻ ദിസ് കേസ് നോക്കിയേ, ഏറ്റവും കൂടുതൽ മക്കൾ പ്രയോറിറ്റി കൊടുക്കുന്ന സെക്ഷൻ ഞാൻ പറഞ്ഞുതരാം. നോക്കിയ മക്കളെ, ഹിയർ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്ന സെക്ഷൻ ഏതാ വെച്ചാൽ മക്കളതാ ഈ ഒരു ഭാഗത്താണ് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത് കേട്ടോ. അതായത് കലോറിമെട്രി എന്ന സെക്ഷൻ മുതൽ അങ്ങോട്ട് മാക്സിമം നിങ്ങൾ പ്രയോറിറ്റി കൊടുത്തു. ഇറ്റ്സ് വെരി യൂസ്ഫുൾ. കലോറിമെട്രി വരുന്നുണ്ട്, അതേപോലെ ഇതാ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്, ഹീറ്റ് ട്രാൻസ്ഫർ, ദെൻ ബ്ലാക്ക് ബോഡി റേഡിയേഷൻ. അപ്പോൾ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി നിങ്ങൾ കൊടുക്കേണ്ട ഭാഗം ഞാൻ പറഞ്ഞുതരാം. നോക്കിയേ, ഇതാ ഈ ഒരു സെക്ഷനിലെ കലോറിമെട്രിയും ചേഞ്ച് ഓഫ് സ്റ്റേറ്റും ആ രണ്ടും മിക്സ് ചെയ്തിട്ടാണ് പൊതുവേ ക്വസ്റ്റ്യൻസ് വരിക കേട്ടോ. ദെൻ സെക്കൻഡ് പ്രയോറിറ്റി നിങ്ങൾ കൊടുക്കേണ്ടത് മക്കളെ നോക്കിയേ, സെക്കൻഡ് പ്രയോറിറ്റി നിങ്ങൾ കൊടുക്കേണ്ടത് ഫോർ ദ തേർമൽ എക്സ്പാൻഷൻ എന്ന സെക്ഷനാണ് സെക്കൻഡ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? യെസ്, ഒരുപാട് കുട്ടികൾ എന്തെന്ന് മെസ്സേജ് ചെയ്യുന്നുണ്ട്. താങ്ക് യു വെരി മച്ച്. സോ ഹിയർ മക്കൾ ശ്രദ്ധിക്കുക, ഞാൻ പറഞ്ഞേ ഫസ്റ്റ് പ്രയോറിറ്റി ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ആൻഡ് കലോറിമെട്രി. സെക്കൻഡ് പ്രയോറിറ്റി നോക്കണേ, ഞാൻ കറക്റ്റ് വേണമെങ്കിൽ എണ്ണം വെച്ച് തന്നെ പറയുന്നത്, നിങ്ങൾ വേണമെങ്കിൽ എവിടെ വേണമെങ്കിൽ ചെക്ക് ചെയ്യണം, വെറുതെ പറയില്ല. അത്രക്കും നമ്മൾ എന്ത് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ട് ആ പ്രാക്ടീസിൻ്റെ പേരിലാണ് പറഞ്ഞിട്ടോ. ഹിയർ ദ ഫസ്റ്റ് പ്രയോറിറ്റി ഫോർ ദിസ് സെക്ഷൻ. ഓക്കെ, കലോറിമെട്രി ആൻഡ് ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്. മക്കൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ചേഞ്ച് ഓഫ് സ്റ്റേറ്റും കലോറിമെട്രിയും സത്യം പറഞ്ഞാൽ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ വരും കേട്ടോ. ആ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. ആൻഡ് സെക്കൻഡ് പ്രയോറിറ്റി പ്ലീസ് ഗീവ് ഫോർ ദ തെർമൽ എക്സ്പാൻഷൻ. ആൻഡ് തേർഡ് പ്രയോറിറ്റി ഫോർ എന്താണ്? യെസ്, ഹീറ്റ് ട്രാൻസ്ഫർ. അപ്പോൾ ഇതാണ് ശരിക്കും എന്താ ഏറ്റവും പ്രയോറിറ്റിയുള്ള സെക്ഷൻ. ദെൻ ഓഫ് കോഴ്സ് അതിന് ശേഷം മക്കൾ ശ്രദ്ധിക്കുക വരുന്നതാണ് നമ്മുടെ ഏതൊക്കെ വരുന്നത് വെച്ചാൽ ഓഫ് കോഴ്സ് എന്താണ് ഹീറ്റ് ആൻഡ് ടെമ്പറേച്ചർ, അതുപോലെ സ്പെസിഫിക് ഹീറ്റ്, ദെൻ എന്ത് ചെയ്യുന്നത് ബ്ലാക്ക് ബോഡി റേഡിയേഷൻ. ഓക്കെ, റെഡി ആണോ? ക്ലിയർ ആണോ? അപ്പോൾ ഇതാണ് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി ഉള്ള സെക്ഷൻസ്. ആൻഡ് ഫോർത്ത് പ്രയോറിറ്റി എന്ന് പറയുകയാണെങ്കിൽ നോക്കി, ഞാൻ ഇതിന് നോർമലി ഞാൻ പറയുന്ന കാര്യം വെച്ചാൽ ഫോർത്ത് പ്രയോറിറ്റി ഐ ഗീവ് ടു ബ്ലാക്ക് ബോഡി റേഡിയേഷൻ. അതിൽ ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് സെക്ഷനിലാണ് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുക. ഓക്കെ, ready? യെസ്. സോ മക്കൾക്ക് ഈ കാര്യങ്ങൾ ഏകദേശം ഒരു ഇൻട്രൊഡക്ഷൻ ഓക്കെ ആണെന്ന് വിചാരിക്കുന്നത്. ഞാൻ നെക്സ്റ്റ് ഇതിലേക്ക് മൂവ് ചെയ്യട്ടെ. ഓക്കെ, സോ മക്കളെ ശ്രദ്ധിക്കുക, ഞാൻ ആദ്യം ഈ ഒരു ചാപ്റ്റർ എടുക്കാതെ മുമ്പ് ഞാൻ ചെറിയൊരു ഒരു കാര്യം പറയാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കപ്പ് പ്രോസസ്സ് അല്ലേ, നിങ്ങൾ പലതിലും കണ്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ കേട്ടിട്ടുണ്ടാവും. പക്ഷേ ഞാൻ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഒരു സാർ, അതായത് ഫിസിക്സ് പഠിക്കുന്ന സമയത്ത് സാറ് പറഞ്ഞൊരു മെത്തേഡ് ആട്ടോ. അത് മെത്തേഡ് ഇപ്പം പല ആളുകളും പറഞ്ഞിട്ട് നിങ്ങൾ അറിയാൻ മതിയാവും. ദാറ്റ് ഇസ് കോൾഡ് കപ്പ് പ്രോസസ്സ് എന്ന് പറയും. കപ്പ് പ്രോസസ്സ് കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും ആരെങ്കിലും? കപ്പ് പ്രോസസ്സ് മക്കളെ ഇറ്റ്സ് വെരി ഈസി. നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ നമ്മളൊരു ഒരു ചായ അല്ലേ, അല്ലെങ്കിൽ ഒരു കോഫി നമ്മൾ ടേസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒഴിക്കണം അല്ലേ. ഫോർ എക്സാമ്പിൾ ഞാൻ കപ്പിൽ ഒഴിക്കുന്നു. സോ ടു ടേസ്റ്റ് ദി എന്താണ് കോഫി നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്? കപ്പ് യൂസ് ചെയ്യും അല്ലേ. അതേപോലെ ടു ടേസ്റ്റ് ദി സക്സസ്, നമ്മൾ ടേസ്റ്റ് ചെയ്യണമെങ്കിൽ മക്കളെ ഈ ഒരു പ്രോസസ്സ് യൂസ് ചെയ്തേ പറ്റൂ. ആൻഡ് ഹിയർ മക്കളെ ശ്രദ്ധിക്കുക, ദ കപ്പ് മീൻസ് നോക്കിക്കുക, സി മീൻസ് എന്താ പറയുക? കോൺസെൻട്രേറ്റ്. And U means what? Understand. And finally P means practicing. Our practice. നമ്മളെ പ്രശ്നം കൂടി പറഞ്ഞുതരാം. നോർമൽ ലെവലിൽ മക്കളെ നിങ്ങൾ ഈ രണ്ട് കാര്യം ചെയ്യും, കോൺസെൻട്രേറ്റ് ചെയ്യും, അണ്ടർസ്റ്റാൻഡ് ചെയ്യും. എല്ലാ കുട്ടികളും ഒരുവിധം എല്ലാ കുട്ടികളും കേട്ടോ, ഒരു 80% to 90% കുട്ടികൾ ചെയ്യുന്ന പരിപാടി കേട്ടോ. ഫിസിക്സിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട് ഞാനത്. ഫിസിക്സിൻ്റെ കാര്യം ചെയ്യുന്ന സമയത്ത് കുട്ടികൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന രണ്ട് കാര്യങ്ങൾ കുട്ടികൾ ചെയ്യുന്ന വെച്ചാൽ ആദ്യം കോൺസെൻട്രേറ്റ് ചെയ്യും, മനസ്സിലാത്ത കാര്യം നല്ല കോൺസെൻട്രേറ്റ് ചെയ്യും, ദെൻ അണ്ടർസ്റ്റാൻഡ് ചെയ്യും, മനസ്സിലാക്കും. പക്ഷേ അത് പ്രാക്ടീസ് ചെയ്യുന്നില്ല. ദാറ്റ്സ് ദ മെയിൻ തിങ്. ഈ മൂന്ന് കാര്യം ഒരുപോലെ പോവുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത് സക്സസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇതെപ്പോഴും ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലാക്കിച്ചോ. സോ അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇപ്പോൾ നേരത്തെ എന്ത് ചെയ്യുന്നത് നമ്മുടെ ഡോപ്പ എക്സാമുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞത്. മാക്സിമം പ്രാക്ടീസ് ചെയ്യുക ബൈ ഡൂയിങ് എക്സാംസ്. ഓക്കെ, റെഡി? യെസ്. സോ നമ്മൾ എന്ത് ചെയ്യുന്ന തെർമൽ എക്സ്പാൻഷൻ്റെ കാര്യം പറഞ്ഞു. സോ തെർമൽ എക്സ്പാൻഷനുമായി ബന്ധപ്പെട്ട് വരുന്ന സമയത്ത് തെർമൽ എക്സ്പാൻഷൻ അല്ല, ഹീറ്റ് ആൻഡ് ടെമ്പറേച്ചറുമായി ബന്ധപ്പെട്ട് വരുന്ന സമയത്ത് ഓഫ് കോഴ്സ് നോക്കിക്കുക, ഹീറ്റ് എന്താ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതേപോലെ മക്കൾ ശ്രദ്ധിക്കുക, ടെമ്പറേച്ചർ എന്താണെന്നും എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ. ഹീറ്റ് സിംപ്ലി പറഞ്ഞ സമയത്ത് എന്താണ് ഹീറ്റ് എന്താണെന്ന് ഇറ്റ്സ് എ മോഡ് ഓഫ് എന്താണ് എനർജി അല്ലേ, എനർജി ട്രാൻസ്ഫറിങ്.
ബൈ വിർച്യൂ ഓഫ് ഇറ്റ്സ് ടെമ്പറേച്ചർ ഡിഫറൻസ് എന്ന് പറയാൻ പറ്റും അല്ലേ. സോ അതിൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും സിമ്പിളായിട്ട് ആ കാര്യങ്ങളൊക്കെ അറിഞ്ഞ കാര്യം അതൊന്നും നിങ്ങൾക്ക് വരാൻ പോകുന്നില്ല. ആൻഡ് ടെമ്പറേച്ചർ ഇറ്റ്സ് എ ഡിഗ്രി ഓഫ് ഹോട്ട്നെസ് എന്നൊക്കെ പറയാൻ പറ്റും. ഓക്കെ, ആൻഡ് ഹീറ്റും ടെമ്പറേച്ചറും തമ്മിലുള്ള എന്താണ് റിലേഷൻ എന്ന് പറഞ്ഞാൽ മക്കളെ, ഞാൻ എടുത്ത കുട്ടികൾ ഒരുപാട് ഈ ക്ലാസ്സിൽ ഇരിക്കുന്നുണ്ട്. എന്നാൽ പോലും മക്കൾ ശ്രദ്ധിക്കുക, അവർക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എന്നാലും ഞാൻ പൊതുവേ എല്ലാ കുട്ടിയും കിട്ടാൻ വേണ്ടി ഞാൻ ജസ്റ്റ് പറയുകയാണ്. ഹീറ്റും ടെമ്പറേച്ചർ നമ്മുടെ റിലേഷൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും അടിപൊളി റിലേഷനാണ്. ദാറ്റ്സ് എന്താ പറയുക, ഹീറ്റ് ഇസ് ദി കോസ്. ഹീറ്റ് ഇസ് ദി എന്താണ് കോസ് ആണ്. ഹീറ്റ് ഇസ് ദി കോസ് ആൻഡ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ഈസ് ദി എഫക്റ്റ് ആണ്. ഹീറ്റ് ഒരു കാരണക്കാരനാണ്. അത് കാരണം ഉണ്ടാകുന്ന എഫക്റ്റിനെ പറഞ്ഞ പേരാണ് മക്കൾ എന്ത്, ടെമ്പറേച്ചർ. റെഡി, ക്ലിയർ, ഓക്കെ അല്ലേ? യെസ്. സോ that's the relation between എന്താണ് ഹീറ്റ് ആൻഡ് ടെമ്പറേച്ചർ. ഓക്കെ, ദെൻ മക്കൾ ശ്രദ്ധിക്കുക, നമുക്ക് എല്ലാവർക്കും അറിയാം ടെമ്പറേച്ചർ നമ്മൾ എന്ത് ചെയ്യുന്നു, യെസ്, അളക്കുന്ന സമയത്ത് മെഷർ ചെയ്യുന്ന സമയത്ത് വി ഹാവ് സോ മെനി സ്കെയിൽസ് ആസ് ദോ, റൈറ്റ്? ലൈക്ക് നോക്കിക്കേ, ഹിയർ നിങ്ങൾ നോക്കുന്ന സമയത്ത് നോക്കിക്കേ, ഇവിടെ എന്തൊക്കെയുണ്ട്, സെൽഷ്യസ് സ്കെയിൽ വരുന്നത്, ഫാരൻഹീറ്റ് സ്കെയിൽ വരുന്നത്, ദെൻ കെൽവിൻ സ്കെയിൽ വരുന്നത് അല്ലേ. ആൻഡ് ഹിയർ മക്കളെ സെൽഷ്യസ് സ്കെയിൽ ആണെങ്കിൽ നോക്കിയേ, സെൽഷ്യസ് സ്കെയിൽ ആവുന്ന സമയത്ത് നിങ്ങൾ പ്രത്യേകമായി നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ നോക്കി, സെൽഷ്യസ് സ്കെയിൽ വരുന്ന സമയത്ത് ഹിയർ മക്കളെ അതിൻ്റെ ലോവർ ഫിക്സ്ഡ് പോയിന്റ് അഥവാ ഫ്രീസിങ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓർത്ത് വെച്ചോ, അതിൻ്റെ എന്ത് ചെയ്യുന്ന ലോവർ ഫിക്സ്ഡ് പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്, 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. ലോവർ ഫിക്സ്ഡ് പോയിന്റ് ഓർ ഫ്രീസിങ് പോയിന്റ് എന്നും പറയും. ഓക്കെ, അഥവാ LFP അല്ലെങ്കിൽ ഫ്രീസിങ് പോയിന്റ് എന്ന് പറയാം. ആൻഡ് ഹിയർ മക്കളെ അതിൻ്റെ 100 ഡിഗ്രി സെൽഷ്യസ് എന്നാണ് വാട്ടറിൻ്റെ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയില്ലേ. ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് അപ്പർ ഫിക്സ്ഡ് പോയിന്റ് എന്ന് പറയും. ഓക്കെ, സോ ഒന്നുകൂടി അഡ്ജസ്റ്റ് ചെയ്താണ്. ഹിയർ ഡിഗ്രി സെൽഷ്യസിൻ്റെ എന്തായാലും ലോവർ ഫിക്സ്ഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ 0 ഡിഗ്രി സെൽഷ്യസ്, ലോവർ ഫിക്സ്ഡ് പോയിന്റ്. ആൻഡ് ഇത് എന്ന് പറഞ്ഞാൽ അപ്പർ ഫിക്സ്ഡ് പോയിന്റ്. റെഡി? സോ ഇത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് മെഷർ ചെയ്യുന്നത്. ഞാൻ കറക്റ്റ് പറഞ്ഞിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇത് നോക്കി, ഇനി ഫാരൻഹീറ്റ് വരുന്ന സമയത്ത്, ഫാരൻഹീറ്റ് എന്താ ഞാൻ പറയാൻ സൗകര്യപ്പെടുന്നുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. സോ വെറുതെ സമയം കളയുന്നില്ല നിങ്ങൾ. ഫാരൻഹീറ്റിന് വരുന്ന സമയത്ത് ശ്രദ്ധിക്കുക, അവിടെ നോക്കിക്കുക, അവിടെയും മക്കൾ ശ്രദ്ധിക്കുക, 32 ഡിഗ്രി ഫാരൻഹീറ്റ് എന്ന് പറഞ്ഞാൽ അതായിരിക്കും അതിൻ്റെ ലോവർ ഫിക്സ്ഡ് പോയിന്റ് അഥവാ ഫ്രീസിങ് പോയിന്റ് എന്ന് പറഞ്ഞത്. ആൻഡ് അപ്പർ ഫിക്സ്ഡ് പോയിന്റ് എന്ന് പറഞ്ഞത് ഈസ് അപ്രോക്സിമേറ്റ് ശ്രദ്ധിക്കുക 211 അല്ല 212 കൊടുക്കാൻ പറ്റും. 212 അതാണ് പൊതുവേ എല്ലാവരും നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. 212 ആണ് അതിൻ്റെ അപ്പർ ഫിക്സ്ഡ് പോയിന്റ് എന്ന് പറഞ്ഞത്. ഓക്കെ, ഓർത്ത് വെച്ചോളൂ. ആൻഡ് ഹിയർ കെൽവിൻ സ്കെയിൽ ആണെങ്കിൽ അതിൻ്റെ ലോവർ ഫിക്സ്ഡ് പോയിന്റ് പറഞ്ഞാൽ 273 കെൽവിൻ ആണ്. ആൻഡ് അപ്പർ ഫിക്സ്ഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, 373 കെൽവിൻ ആണ്. ഇനി മക്കൾ ശ്രദ്ധിക്കുക, ഇത് വെച്ച് നോക്കിക്കേ, ഇപ്പോൾ 3 സ്കെയിൽസ് ആണ് നോർമലിൽ പഠിക്കുകയാണെങ്കിൽ പോലും ഇത് കൂടാതെ ഒരുപാട് ടൈപ്പ് ഓഫ് സ്കെയിൽസ് ഉണ്ട്. ഇനിയിപ്പോൾ എക്സ് എന്ന് പറഞ്ഞാൽ പുതിയ സ്കെയിൽ നിങ്ങൾ എന്ത് ചെയ്യുന്ന വെച്ച് നിങ്ങൾക്ക് ഒരു പ്രോബ്ലം വരുന്ന സമയത്ത് ആ ഒരു സ്കെയിലിൻ്റെ വേറൊരു സ്കെയിൽ വെച്ച് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഈ ഒരു സ്കെയിലിൻ്റെ എന്ത് ചെയ്യുന്ന കൺവേർഷൻ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ ഇത്രയും മാത്രമേ ഉള്ളൂ. മക്കളെ നോക്കിയോ, ഹിയർ the temperature of one scale. ഓക്കെ, ഇക്വേഷൻ എന്താ വെച്ചാൽ കൺവേർഷൻ കേട്ടോ, ഒരു ടെമ്പറേച്ചർ സ്കെയിൽ നിന്ന് മറ്റൊരു ടെമ്പറേച്ചർ സ്കെയിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള സിമ്പിൾ ഇക്വേഷനാണ് പറയാൻ പോകുന്നത്. ഹിയർ ദ ടെമ്പറേച്ചർ ഓഫ് നോക്ക് വൺ സ്കെയിൽ എന്ന് പറയുന്നത് സോറി ചെറിയൊരു സ്ലിപ്പിംഗ് ഉണ്ട്, സ്കെയിൽ മൈനസ് അതിൻ്റെ LFP എന്തോ ആയിക്കോട്ടെ, അതിൻ്റെ LFP ലോവർ ഫിക്സ്ഡ് പോയിന്റ് ബൈ അതിൻ്റെ അപ്പർ ഫിക്സ്ഡ് പോയിന്റ് മൈനസ് ലോവർ ഫിക്സ്ഡ് പോയിന്റ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താ പറയുക, ദ ടെമ്പറേച്ചർ ഓഫ് അനദർ സ്കെയിൽ മൈനസ് ആ ഒരു എന്തായാലും അനദർ സ്കെയിലിൻ്റെ ലോവർ ഫിക്സ്ഡ് പോയിന്റ് ബൈ അപ്പർ ഫിക്സ്ഡ് പോയിന്റ് മൈനസ് ലോവർ ഫിക്സ്ഡ് പോയിന്റ് ആണ് വരുന്നത്. റെഡിയാണോ? സോ ഇതാണ് മക്കൾ ശ്രദ്ധിക്കുക, ടെമ്പറേച്ചർ സ്കെയിൽസിൻ്റെ ഏറ്റവും ബേസിക് ആയുള്ള ഇക്വേഷൻ. ഒരുപാട് ഇക്വേഷൻ വെറുതെ പഠിച്ചുകൊണ്ട് ഒരു ആവശ്യമില്ല, ഈ ഇക്വേഷൻ മാത്രം പഠിച്ചാൽ മതി, ഈ ഒരു ഇക്വേഷൻ മാത്രം പഠിച്ചാൽ മതി. സോ ഈ ഇക്വേഷൻ പഠിച്ചാൽ നിങ്ങൾക്ക് ഒരുവിധ ഏത് സ്കെയിൽസും, ഇപ്പോൾ സെൽഷ്യസ് സ്കെയിൽ, അതുപോലെ ഫാരൻഹീറ്റ് സ്കെയിൽ, അതുപോലെ കെൽവിൻ സ്കെയിലൊക്കെ ഉണ്ട്. അത് കൂടാതെ പല സ്കെയിൽസും നിങ്ങൾക്ക് മേ ബി എന്താണ് എക്സാമിന് വരാം. ലൈക്ക് എന്താണ് റൈമർ സ്കെയിൽ അല്ലെങ്കിൽ എക്സ് എന്ന സ്കെയിൽ, അതിൻ്റെ ലോ ഫിക്സ്ഡ് പോയിന്റ് അല്ലെങ്കിൽ അതിൻ്റെ ഫ്രീസിങ് പോയിന്റ് ഇന്ന പോയിന്റ് ആണ്, അല്ലെങ്കിൽ അതിനെന്താ ചെയ്യുന്ന അപ്പർ ഫിക്സ്ഡ് പോയിന്റ് അല്ലെങ്കിൽ എന്താണ് ബോയിലിംഗ് പോയിന്റ് ഇന്ന വാല്യൂ ആണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നോക്കി ഒരു 40 ഡിഗ്രി സെൽഷ്യസ് വരുന്ന സമയത്ത് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ എക്സ് എന്ന് പറയുന്ന ആ ഒരു എന്തെങ്കിലും തെർമോമീറ്ററിൽ കാണിക്കുന്ന ടെമ്പറേച്ചർ എന്താണെന്ന് ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് യു ക്യാൻ യൂസ് ദിസ് ഇക്വേഷൻ. ഫൈൻ. ആൻഡ് ഹിയർ നോക്കി അനദർ ഫേമസ് ഇക്വേഷൻ ദാറ്റ് നോക്കി, ഇത് വെച്ച് ഞാൻ ചെയ്യുന്ന ഇക്വേഷൻ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഹിയർ C/100 1 second here C/100
that is equal to മക്കൾ എന്താ പറയുക k minus 273 by 100 that is equal to f minus 32 by 180. ഇതാണ് മക്കളെ ശ്രദ്ധിക്കുക സെൽഷ്യസ് സ്കെയിലും കെൽവിൻ സ്കെയിലും ഫാരൻഹീറ്റ് സ്കെയിലും തമ്മിലുള്ള റിലേഷൻ ഒരു കൺവേർഷൻ മെത്തേഡിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ. എൻ്റെ മക്കളെ ശ്രദ്ധിക്കുക, ഒരു കാര്യം മാത്രം പഠിച്ചോ, ഇത് മാത്രം പഠിച്ചാൽ മതി. നോക്കിക്കേ, ഞാൻ കണ്ട ചില മക്കളില്ലേ, ചില മക്കൾ എന്ത് ചെയ്യുന്നു, പാവ മക്കളാണ്, അവർ പണ്ട് കാര്യം അവരെന്ത് ചെയ്യുന്നു, എക്സാമിൻ്റെ വെറീഡ് കാരണം എന്ത് ചെയ്യുന്നു, അവരെന്ത് ഇതൊക്കെ പഠിച്ചു. ഇതൊക്കെ എത്ര ഇക്വേഷൻ നോക്ക്, എത്ര ഇക്വേഷൻ ഉണ്ട്. ഒരു കാര്യമില്ല, ഒരു ആവശ്യമില്ല. ഞാൻ പറഞ്ഞ പഠിച്ച മക്കളെ ശ്രദ്ധിക്കുക, എന്താ പഠിക്കുന്നത് നോക്ക്. ഇവിടെ നോക്ക്, സെൽഷ്യസ് ടു എന്താണ് ഫാരൻഹീറ്റ് ടു സെൽഷ്യസ്, കെൽവിൻ ടു സെൽഷ്യസ്, ദെൻ സെൽഷ്യസ് ടു കെൽവിൻ, ഫാരൻഹീറ്റ് ടു കെൽവിൻ, ദെൻ കെൽവിൻ ടു ഫാരൻഹീറ്റ്, തിരിച്ച് മറിച്ചൊക്കെ ഞാൻ കഷ്ടപ്പെട്ട് പഠിക്കും. ഒരു ആവശ്യമില്ല കേട്ടോ മക്കൾ. ഞാൻ പറഞ്ഞ കാര്യം പഠിച്ചത് ഞാൻ വീണ്ടും എഴുതാണ് മക്കളെ. C/100 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ് k minus 273 by 100 ദാറ്റ് ഈസ് ഈക്വൽ ടു f minus 32 by എന്താണ് 180 ആണ്. ഓക്കെ, എൻ്റെ മക്കൾ ഇത് പഠിച്ചാൽ മതി കേട്ടോ. സോ ഇത് പഠിച്ചത് ഹീറ്റ് ആൻഡ് ടെമ്പറേച്ചർ സെഷൻ ഓവർ. എൻ്റെ മക്കൾ ഓക്കെ ആണെങ്കിൽ ഞാൻ നെക്സ്റ്റിലേക്ക് പോവാം. റെഡി നോക്കേ, ഞാൻ ഇനി പറഞ്ഞിട്ടില്ല, മറ്റുള്ള പറഞ്ഞ മറ്റേ ഈ വ്ളോഗർ ചെയ്യുന്ന പോലെ റെഡി ആണെങ്കിൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്തിട്ടൊക്കെ ഇങ്ങനെ പറയേണ്ടി വരും. ഓക്കെ, യെസ്. സോ ഐ തിങ്ക് നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ അല്ലേ മക്കളെ? യെസ്. ഇനി മക്കളെ ശ്രദ്ധിക്കുക, ഹിയർ ഇനി ടെമ്പറേച്ചർ ഡിഫറൻസുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പറയണ്ടേ. നോക്കിയേ, ദ ടെമ്പറേച്ചർ ഡിഫറൻസ് മെഷർഡ് ബൈ ഡിഫറൻറ്റ് സ്കെയിൽ എന്ന് പറയുന്നത് മക്കളെ, ഹിയർ ദ ഡിഫറൻസ് ഇൻ സെൽഷ്യസ് സ്കെയിൽ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു ഡിഫറൻസ് ഇൻ കെൽവിൻ സ്കെയിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താ പറയുക 5/9 ഇൻറ്റു ഡിഫറൻസ് ഇൻ ഫാരൻഹീറ്റ് സ്കെയിലാണ്. ഇത് നോട്ട് വെച്ചോ കേട്ടോ, ഇത് അനദർ സെക്ഷനാണ് വരുന്നത് കേട്ടോ, പ്ലീസ് നോട്ട് വെച്ചോ. ഞാൻ ഇത് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളെ മക്കൾ ഓക്കെയാണ്. വെരി ഗുഡ്. ഓക്കെ മക്കളെ, റെഡി ആണെങ്കിൽ ഞാൻ നെക്സ്റ്റ് ഇതിലേക്ക് പോവാം. ഫൈൻ. സോ നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഹീറ്റ് അല്ലെങ്കിൽ ടെമ്പറേച്ചർ ആൻഡ് ഹീറ്റ് സെക്ഷൻ ഇസ് നമ്മൾ ഫുള്ളി നമ്മൾ എന്ത് ചെയ്യുന്നത് കവർ ചെയ്തു കേട്ടോ. ദെൻ നെക്സ്റ്റ് ഓഫ് ഓൾ മക്കൾ ശ്രദ്ധിക്കുക, തേർമൽ എക്സ്പാൻഷനുമായി ബന്ധപ്പെട്ട് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് തേർമൽ എക്സ്പാൻഷൻ എന്താണ്. യെസ്, ഒരു ബോഡിക്ക് ഹീറ്റ് കൊടുക്കുന്ന കാരണം എന്ത് ചെയ്യുന്നത്, അതിന് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യും. ആ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്ന കാരണം ഉണ്ടാകുന്ന എക്സ്പാൻഷൻ, വികസനം, ദാറ്റ്സ് കോൾഡ് എന്താണ് തേർമൽ എക്സ്പാൻഷൻ എന്ന് പറയില്ലേ. ആ തേർമൽ എക്സ്പാൻഷൻ മക്കൾ ശ്രദ്ധിക്കുക 3 ടൈപ്സ് വരുന്നുണ്ട്, സോളിഡ്സ്, ലിക്വിഡ് ആൻഡ് എന്താണ് ഗ്യാസ്. Am I right? Ready? So in this case മക്കളെ നോക്കിയേ, here thermal expansion in solids ആണെങ്കിൽ ഇതാ നോക്കിയേ, ഇവിടെ ഞാൻ കറക്റ്റ് കൊടുത്തിട്ടുണ്ട്. അതിന് 3 ടൈപ്പ് ഉണ്ട്. ലീനിയർ എക്സ്പാൻഷൻ പറയുമ്പോൾ ലെങ്ത് ഓൺലി. Aerial expansion, area only. Area means length into breadth, right? Then volume expansion. 3 type of expansion നിങ്ങൾക്ക് സോളിഡ്സിൽ പറയാനുള്ളത്. റെഡി ആണോ? ഓക്കെ മക്കളെ, ഇനി നോക്കിക്കേ, ഹിയർ ഇൻ ദിസ് കേസ് ലീനിയർ എക്സ്പാൻഷൻ ആണെങ്കിലുള്ള ഇക്വേഷൻ ഇതൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഹിയർ നോക്കിക്കേ, ദ ഡെൽറ്റ L/L ദാറ്റ് ഈസ് ഈക്വൽ ആൽഫ ഇൻറ്റു എന്താണ് ഡെൽറ്റ ടി എന്ന് വരും. ഫ്രം ദിസ് നോക്കിക്കേ, ആൽഫ ഈസ് ഈക്വൽ എന്നാണ് ഡെൽറ്റ L/L ഡെൽറ്റ ടി. ഓക്കെ, ആൻഡ് ആൽഫ എന്താണ് കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ. ആൻഡ് ഹിയർ ഡെൽറ്റ എ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുക, ഹിയർ ഡെൽറ്റ A/A ദാറ്റ് ഈസ് ഈക്വൽ എന്നാണ് 2α1 ഡെൽറ്റ ടി. ഇത് മക്കളെ ഇൻ ടേം ഓഫ് കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ ആയതുകൊണ്ടാണ് ഈ ഇക്വേഷൻ വന്നിട്ടോ. അല്ലെങ്കിൽ നോർമൽ ഇക്വേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം, ബീറ്റ അല്ലെ, കോഎഫിഷ്യന്റ് ഓഫ് എന്താണ് എയറിൽ എക്സ്പാൻഷൻ ആണെങ്കിൽ ബീറ്റ ഈസ് ഈക്വൽ എന്താണ് ഡെൽറ്റ A/A ഡെൽറ്റ ടി ആണ് വരുന്നത്. ആൻഡ് മക്കളെ തേർഡ് വൺ ഇസ് ഗാമ ആണെങ്കിൽ, കോഎഫിഷ്യന്റ് ഓഫ് എന്താണ് വോളിയം എക്സ്പാൻഷൻ ആണെങ്കിൽ ഹിയർ എന്ത് വരും ഡെൽറ്റ V/V ഡെൽറ്റ ടി വരും. ഓക്കെ, ദെൻ ദ റിലേഷൻ ബിറ്റ്വീൻ ആൽഫ, ബീറ്റ ആൻഡ് ഗാമ എന്ന് പറയുന്നത് കറക്റ്റ് പഠിച്ചു വെച്ച മക്കളെ. എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്, എന്നാലും പറയാണ്. ഹിയർ ബീറ്റ എന്ന് പറയുന്നത് എന്താ പറയുക 2 ആൽഫയാണ്. ഗാമ എന്ന് പറയുന്നത് 3 ആൽഫയാണ് വരുന്നത്. ആൻഡ് ഹിയർ 2 എന്താണ് ഗാമ ദാറ്റ് ഈസ് ഈക്വൽ ടു 3 ബീറ്റ ആണ്. ഇത് ആണ് മക്കളെ ശ്രദ്ധിക്കുക, ഇത് 3 തമ്മിലുള്ള റിലേഷൻസ് വരുന്നത്. ആൻഡ് ഹിയർ ആൽഫ ഈസ് ടു ബീറ്റ ഈസ് ടു ഗാമ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 1:2:3. ഓൾ ഓഫ് യു നോ, റൈറ്റ്? ക്ലിയർ ആണോ? ഓക്കെ ആണോ? യെസ്. മക്കൾക്ക് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഫുള്ള് കേസസ് ഫുള്ളൊന്ന് നിങ്ങൾ പാവങ്ങൾ റിവിഷനിന് വേണ്ടി ഇരിക്കുന്നത്. സോ അതുകൊണ്ടാണ് ഞാൻ എന്ത് ഫുൾ ബേസിക് ആയിട്ടുള്ള മെയിൻ സെക്ഷൻസ് എല്ലാം കവർ ചെയ്ത് പോകുന്നത് കേട്ടോ. അങ്ങനെ തന്നെ മതിയോ, അല്ലെങ്കിൽ എന്തെന്ന് ക്വസ്റ്റ്യൻസിലേക്ക് മൂവ് ചെയ്യണം ഡയറക്റ്റ്? നിങ്ങളൊന്ന് ഒരു ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ ഞാൻ എങ്ങനെ ചെയ്യാം, ഒരു കുഴപ്പമില്ല. ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യണം ഡയറക്റ്റ്, അല്ലെങ്കിൽ ഇതിങ്ങനെ ഈ രീതിയിൽ നിന്ന് ഫുൾ കാര്യങ്ങൾ സെറ്റ് ചെയ്ത് പോയാൽ മതിയോ? ആരൊന്നും പറയുന്നില്ലല്ലോ. ഓക്കെ, യെസ്. സോ
റെഡി. ഇനി മക്കൾ ശ്രദ്ധിക്കുക, ഈ തെർമൽ എക്സ്പാൻഷൻ നോക്കിക്കുക. ഇനി സോളിഡ്സിൻ്റെ കേസ് തന്നെ പറയാൻ പോകുന്നു കേട്ടോ. സോളിഡ്സിൻ്റെ കേസ് ആണെങ്കിൽ സോളിഡ്സിൻ്റെ കേസ് വരുന്ന സമയത്ത് നോക്കിക്കേ, ഹിയർ ഞാൻ ഏറ്റവും കൂടുതൽ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്ന കാര്യം കേട്ടോ, ഇതൊക്കെ വന്ന കേസ് കേട്ടോ. ദാറ്റ് ഇസ് നല്ല ഫസ്റ്റ് വൺ ഈസ് നല്ല ബൈ മെറ്റാലിക് സ്ട്രിപ്പ് വരും. ബൈ മെറ്റാലിക് സ്ട്രിപ്പ് പറഞ്ഞ മക്കളെ രണ്ട് മക്കൾ ശ്രദ്ധിക്കുക, ഡിഫറെൻറ്റ് മെറ്റീരിയൽ. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഒന്ന് കോപ്പർ ആവാം, ഒന്ന് സ്റ്റീൽ ആവാം, അങ്ങനെ എന്തോ ആവാം കേട്ടോ. ആ രണ്ട് ഡിഫറെൻറ്റ് മെറ്റീരിയൽ മക്കൾ ശ്രദ്ധിക്കുക, ഞാൻ വെൽഡ് ചെയ്തിട്ട് വെൽഡിങ് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, അതിനെ ഒട്ടിച്ച് വെക്കുന്നു. അതിനെ പറഞ്ഞ പേരാണ് ബൈ മെറ്റാലിക് സ്ട്രിപ്പ് എന്ന് പറയും. ഓക്കെ, ലൈക്ക് എങ്ങനെ ഉണ്ടാവും വെച്ചാൽ നോക്കി ഞാൻ കാണിച്ചു തരാം. ലൈക്ക് ദിസ് അങ്ങനെ ഉണ്ടാവും. ഇതാണ് ബൈ മെറ്റാലിക് സ്ട്രിപ്പ്. ഓക്കെ, ഡിഫറെൻറ്റ് മെറ്റീരിയലായിരിക്കാം. ഡിഫറെൻറ്റ് മെറ്റീരിയലാണെങ്കിൽ അവിടെ മക്കൾ ശ്രദ്ധിക്കുക, ആൽഫ 1ഉം ആൽഫ 2ഉം ഡിഫറെൻ്റ് ആയിരിക്കും അല്ലേ. കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ രണ്ട് കേസും ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, ഹിയർ മക്കൾ ശ്രദ്ധിക്കുക, ഫോർ എക്സാമ്പിൾ ഹിയർ മക്കൾ ആൽഫ 1 എന്ന് പറഞ്ഞാൽ, അതായത് ഫസ്റ്റ് വണ്ണിൻ്റെ കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ സെക്കൻഡിനേക്കാളും കൂടുതലാവുകയാണെങ്കിൽ, കറക്റ്റ് പഠിച്ചേ, സെക്കൻഡിനേക്കാളും കൂടുതലാവുമെന്ന് വെച്ചോ. ആൽഫ 1 ഈസ് ഗ്രേറ്റർ ദാൻ ആൽഫ 2 ആണെന്ന് വെച്ചോ. 1 സെക്കൻഡ്, ഗ്രേറ്റർ ദാൻ ആൽഫ ആൽഫ 2 എന്ന സമയത്ത് ഹിയർ മക്കളെ ശ്രദ്ധിക്കുക, ഞാൻ ഇതിനെ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് നോക്കിക്കേ, ഇതിനെ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുക വെച്ചാൽ മക്കളെ, ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ഒരുവനാണോ ഏറ്റവും കൂടുതൽ എന്താണ് കോഎഫിഷ്യന്റ് ലീനിയർ എക്സ്പാൻഷൻ ഉണ്ടെങ്കിൽ ആ ഭാഗത്തേക്ക് ബെൻഡ് ആവുക ചെയ്യുന്നത് കേട്ടോ. സെയിം ലൈക്ക് ദിസ്, ഇങ്ങനെ ഈ ഒരു രീതിയിൽ എന്തെങ്കിലും ബെൻഡ് ആവുക ചെയ്യാം. ഓർത്ത് വെച്ചേ, കറക്റ്റ് ഓർത്ത് വെച്ചോ. ആർക്കാണോ കൂടുതൽ കോഎഫിഷ്യന്റ് ലീനിയർ എക്സ്പാൻഷനിൽ ആ ഭാഗത്തേക്ക് നിന്ന് ബെൻഡ് ആവുകയാണ് ചെയ്യാം. റെഡി, ഓരോട്ടിൽ പറഞ്ഞ ക്വസ്റ്റ്യനും ചെയ്യാം. ഓക്കെ, റെഡി. ആ ക്വസ്റ്റ്യൻ ചെയ്യട്ടോ, ഒരു കുഴപ്പമില്ല. ക്വസ്റ്റ്യനൊക്കെ ഞാൻ ഫുൾ സെറ്റാക്കി ഇടുന്നുണ്ട്. നിങ്ങൾക്ക് ഇപ്രാവശ്യം ഞാൻ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, കുറേ കുട്ടികൾ ഇങ്ങനെ പറയാറുണ്ട് ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്ത് എന്താണ് പല പ്രശ്നങ്ങളുണ്ട്, അത് എങ്ങനെയാണ് ചെയ്യാൻ പഠിക്കാന്നൊക്കെ അല്ലേ. അതിനുള്ള ഒരുപാട് മാർഗ്ഗങ്ങൾ, ഓക്കെ, ആ ലെവൽ കാര്യങ്ങളൊക്കെ വെച്ച് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ. അതൊക്കെ നമ്മൾ സെറ്റ് ചെയ്താൽ മൂവ് ചെയ്യുള്ളൂ. ഓക്കെ, സോ ബൈ മെറ്റാലിക് സ്ട്രിപ്പ് ഓക്കെ ആണെന്ന് വിചാരിക്കുന്നത്. എന്നിട്ട് മക്കളെ ശ്രദ്ധിക്കുക, ദ നെക്സ്റ്റ് വൺ ശ്രദ്ധിക്കുക മക്കളെ, പെൻഡുലത്തിൻ്റെ കേസ് ആട്ടോ. പെൻഡുലത്തിൻ്റെ കേസാണ് വരുന്നത്. ഓക്കെ, അതായത് ഞാൻ ഇന്ന് പെൻഡുലം, സിമ്പിൾ പെൻഡുലല്ലേ, സിമ്പിൾ പെൻഡുലത്തിന് ഞാൻ ടെമ്പറേച്ചർ കൊടുക്കുന്ന കേസാണ് പറയാൻ പോകുന്നത്. കറക്റ്റ് മക്കളെ ശ്രദ്ധിച്ചോ. സിമ്പിൾ പെൻഡുലത്തിന് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യാൻ സമയം നോക്കിയേ. സിമ്പിൾ പെൻഡിൽ എല്ലാവർക്കും അറിയാമല്ലേ, നോക്കിയേ, ഇതൊരു സിമ്പിൾ പെൻഡിലാന്ന് വെച്ചോ. ഫോർ എക്സാമ്പിൾ നോക്കിയേ, ഒരു സ്ട്രിങ് ഉണ്ട്, എൽ ലെങ്ത്തുള്ള സ്ട്രിങ് ഉണ്ട്, ആൻഡ് ഹിയർ മക്കൾ ശ്രദ്ധിക്കുക, എന്തെന്നൊരു ബോബ് ഉണ്ട്, എം മാസുള്ള ബോബ് ഉണ്ട്. ഇവിടെ മക്കൾ ശ്രദ്ധിക്കുക, ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ആ സിമ്പിൾ പെൻഡിലത്തേക്ക് മക്കൾ ശ്രദ്ധിക്കുക, ടെമ്പറേച്ചർ ഞാൻ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുക വെച്ചാൽ മക്കളെ, ലെങ്ത് ഓൾസോ ഗെറ്റ് ഇൻക്രീസ്ഡ്. അങ്ങനെ ലെങ്ത് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുക അറിയോ, അതിൻ്റെ ടൈം പീരീഡ് മക്കളെ എന്താ സംഭവിക്കുക വെച്ചാൽ അതെന്തെന്ന് ചേഞ്ച് ചെയ്യും. ടൈം പീരീഡ് ചേഞ്ച് ചെയ്യും. ആൻഡ് ദി ചേഞ്ച് ഇൻ ടൈം പീരീഡ് എന്ന് പറഞ്ഞു നോക്കിക്കോ, ഡെൽറ്റ ടി ഞാൻ കൊടുത്ത ചേഞ്ച് ഇൻ ടൈം പീരീഡ് ആണ്, നോട്ട് ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഹാഫ് ഇൻറ്റു ആൽഫ ഇൻറ്റു ഡെൽറ്റ സ്മോൾ ടി ഇൻറ്റു ക്യാപിറ്റൽ ടി ആട്ടോ. ഓർത്ത് വെച്ചോ ഈ കാര്യങ്ങൾ. ഓക്കെ മക്കളെ, അങ്ങനെ വരുന്ന സമയം ശ്രദ്ധിക്കുക, ഈ ഡെൽറ്റ ക്യാപിറ്റൽ ടി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് എന്തായിരുന്നു, ചേഞ്ച് ഇൻ ടൈം ആണ് വരുന്നത്. ആൻഡ് ഡെൽറ്റ സ്മോൾ ടി എന്ന് പറഞ്ഞാൽ മക്കളെ എന്താണ്, ടെമ്പറേച്ചർ ഡിഫറൻസ് ആണ് വരുന്നത്. ആൻഡ് ഫൈനലി മക്കളെ ശ്രദ്ധിക്കുക, ടി എന്ന് പറയുന്നത് മക്കളെ എന്താണ്, ടെമ്പറേച്ചറാണ് വരുന്നത്. സോറി, നോട്ട് ടെമ്പറേച്ചർ, ടി എന്ന് പറഞ്ഞാൽ അതിൻ്റെ എന്താണ് നോർമൽ ലെവലിൽ ടൈം പീരീഡാണ് വരുന്നത്. ഓക്കെ, റെഡി. ഈ ഇക്വേഷൻ സെറ്റ് ചെയ്ത് നേരെ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെന്ന് ടൈം പീരീഡ്, അപ്പോൾ ഞാൻ എന്തെന്ന് ഹീറ്റ് കൊടുക്കുന്ന സമയത്ത് ചേഞ്ച് ചെയ്യുന്ന ടൈം പീരീഡ് നമുക്ക് ഒറ്റയ്ക്ക് കാണാൻ പറ്റും. ഈ ഇക്വേഷൻ മാത്രം പഠിച്ചു പോയാൽ മതി. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് എന്താണ് ദ തെർമൽ എക്സ്പാൻഷൻ ഇൻ സോളിഡ്സിൻ്റെ കേസ്. ഇത്രയും കാര്യങ്ങളാണ് മെയിൻലി പഠിക്കണം കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് മെയിൻലി പഠിക്കാനുള്ളത്. നല്ല നോക്കി വെച്ചോ. ഓക്കെ, മക്കൾക്ക് സ്ക്രീൻഷോട്ട് ചെയ്യണമെങ്കിൽ സ്ക്രീൻഷോട്ട് ചെയ്യാം കേട്ടോ. ഇന്നെന്തായാലും ഒന്ന് പെന്ന് ചെറുതായിട്ട് സ്ലിപ്പ് ചെയ്യുന്നുണ്ട്. റെഡി. ഇന്ന് ഫുള്ള് മക്കളാണുള്ളതെന്ന് നമ്മളെ ഫാത്തിമ ഫീദ. ഓക്കെ, അതെന്തായാലും ഒന്നുമില്ല മോളെ, ഞാൻ എൻ്റെ മോളെ കൂടെ കളിച്ച് വരികയാണ്. അപ്പോൾ ആ ഒരു ഇതിലിങ്ങനെ സ്ലാങ്കിലിങ്ങനെ പോവണം. ഓക്കെ, റെഡി. യെസ്, ദെൻ മക്കൾ ശ്രദ്ധിക്കുക, നെക്സ്റ്റ് വൺ. ഇനി തെർമൽ എക്സ്പാൻഷൻ എന്താണ്, ലിക്വിഡിൻ്റെ കേസ് ആണെങ്കിൽ, ഓക്കെ, തെർമൽ എക്സ്പാൻഷൻ എന്താണ്, ലിക്വിഡിൻ്റെ കേസ് ആണെങ്കിൽ നോക്കിയേ, ഹിയർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്തായിരുന്നു, സോളിഡിനെക്കാളും കൂടുതൽ എക്സ്പാൻഡ് ചെയ്യുന്നത് ലിക്വിഡ് ആണ് അല്ലേ. അതേപോലെ ലിക്വിഡിൻ്റെ കേസ് ആണെങ്കിൽ എന്താ, ലീനിയർ എക്സ്പാൻഷൻ, അതുപോലെ എയർ എക്സ്പാൻഷൻ ഒന്നുമില്ല, വോളിയം എക്സ്പാൻഷൻ മാത്രമുള്ള അല്ലേ. സോ ലിക്വിഡിൻ്റെ കേസിൽ എനിക്ക് പറയാനുള്ള രണ്ട് കാര്യങ്ങളുള്ളൂ മക്കളെ. ലിക്വിഡിന് 2 ഗാമ ഉണ്ട് കേട്ടോ. ലിക്വിഡിൻ്റെ കേസ് എടുക്കുന്ന സമയത്ത് യു ഹാവ് 2 ഗാമ. 2 ഗാമ പറഞ്ഞാൽ 2 നിന്ന് കോഎഫിഷ്യന്റ് ഓഫ് വോളിയം എക്സ്പാൻഷൻ്റെ ഏത് വെച്ചാൽ മക്കളെ ശ്രദ്ധിക്കുക, ഏത് വെച്ചാൽ 2 ഗാമാസ് ഉണ്ട്, 2 ഗാമ അങ്ങനത്തെ ഏതാട്ടോ, 2 ഗാമ ഉണ്ട്. ഏതൊക്കെ അറിയാം മക്കളെ, ഗാമ ആർ ഉണ്ട്, അതുപോലെ ഗാമ എ ഉണ്ട്. ഗാമ ആർ എന്ന് പറഞ്ഞാൽ കോഎഫിഷ്യന്റ് ഓഫ് റിയൽ എക്സ്പാൻഷൻ ആട്ടോ. ഓക്കെ, കോഎഫിഷ്യന്റ് ഓഫ് റിയൽ എക്സ്പാൻഷൻ ആണ് ഗാമ ആർ എന്ന് പറയുന്നത് കേട്ടോ.
വോളിയം കോയിഫിഷ്യൻ്റ് ഓഫ് എന്താണ് റിയൽ എക്സ്പാൻഷൻ ആണ് ഗാമ ആർ എന്ന് പറഞ്ഞത്. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താ പറയുക റിയൽ ഇൻക്രീസ് ഇൻ എന്താ പറയുക യെസ് വോളിയം ബൈ എന്താണ് ഒറിജിനൽ വോളിയം. ദാറ്റ് ഈസ് ക്യാപിറ്റൽ വി എന്ന് കൊടുക്കാം. ഒറിജിനൽ വോളിയം ഇൻറ്റു എന്താണ് അതിൻ്റെ ടെമ്പറേച്ചർ ഡിഫറൻസ് ആണ് എന്ത് ദ റിയൽ കോയിഫിഷ്യൻ്റ് ഓഫ് എന്താണ് എക്സ്പാൻഷൻ എന്ന് പറഞ്ഞു. ഇനി അപ്പാരൻറ്റ് എന്ന് പറയുന്ന സമയത്ത് അപ്പാരൻറ്റ് കോയിഫിഷ്യൻ്റ് എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ എന്ന് പറയുക ഒബ്സർവ്ഡ് ഇൻക്രീസ് ഇൻ വോളിയം ബൈ വി ഇൻറ്റു ഡെൽറ്റ ടി ആണ് വരുന്നത്. ഇനി മക്കളെ ഞാൻ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ലൈവ് ആയിട്ടാണ് നോക്കട്ടെ എത്ര പേര് ആൻസർ എന്ത് ചെയ്യുന്നത് ചെയ്യും നോക്കാം. ഓക്കെ നോക്കിക്കേ, ഒരു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഓക്കെ, അതിന് മുമ്പായിട്ട് ഒരു കാര്യം പറയാം. അങ്ങനെയാണെങ്കിൽ നോക്കിയേ ദ റിയൽ കോയിഫിഷ്യൻ്റ് ഓഫ് എന്ന എക്സ്പാൻഷൻ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ എന്താ പറയുക ദ സം ഓഫ് ദി അപ്പാരൻറ്റ് കോയിഫിഷ്യൻ്റ് എക്സ്പാൻഷൻ പ്ലസ് എന്താ പറയുക ദ വോളിയം കോയിഫിഷ്യൻ്റ് ഓഫ് എന്താണ് വെസൽ. ഈ വി എന്ന് പറഞ്ഞാൽ വെസലിൻ്റെ എന്താണ് വോളിയം കോയിഫിഷ്യൻ്റ് ആണോ, കോയിഫിഷ്യൻ്റ് ഓഫ് വോളിയം എക്സ്പാൻഷൻ ആണ് വരുന്നത് കേട്ടോ. ഓക്കെ, ഇനി മക്കൾ ശ്രദ്ധിക്കുക, ദാ ക്വസ്റ്റ്യൻ ആണ് പറയാൻ പോകുന്നത് നോക്കിയോ. ആ ക്വസ്റ്റ്യൻ വന്ന ക്വസ്റ്റ്യൻ ആട്ടോ മക്കളെ. നമ്മൾ ഒരു വെസൽ ഉപയോഗിച്ച് ഞാൻ ചെയ്യുന്നത് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു. ഓക്കെ, വാട്ടർ ഒഴിച്ചതിന് ശേഷം ഞാൻ ചെയ്യുന്നത് അതിന് ഹീറ്റ് ചെയ്തു. സോ ദ ക്വസ്റ്റ്യൻ ഈസ് വാട്ട് ഹാപ്പൻ ടു ദി ലെവൽ ഓഫ് ദി വാട്ടർ, ദാറ്റ്സ് ദി ക്വസ്റ്റ്യൻ. എത്ര പേർക്ക് ആൻസർ ചെയ്യാൻ പറ്റും നോക്കാം. ഞാൻ ക്വസ്റ്റ്യൻ പറഞ്ഞേ, അതായത് സാധാ ഒരു വെസൽ എടുത്തു, ആ വെസൽ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ അതിന് ചൂടാക്കി. അങ്ങനെ വരുന്ന സമയത്ത് വാട്ട് വിൽ ഹാപ്പൻ ടു ദി ലെവൽ ഓഫ് ദി വാട്ടർ, ദാറ്റ്സ് ദി ക്വസ്റ്റ്യൻ. എത്ര പേർക്ക് ആൻസർ ചെയ്യാൻ പറ്റും നോക്കട്ടെ. ആരുമില്ലേ? എവിടെ ആൻസർ പോരട്ടെ. ഇത് ആൻസർ പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞില്ല ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യാം കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കറക്റ്റ് ആൻസർ പറഞ്ഞത് മക്കളെ. ഞാൻ ആൻസർ നിങ്ങൾക്ക് അറിയില്ല, ഞാൻ കറക്റ്റ് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് അറിയാൻ മതിയാവും. ഞാൻ ഇപ്പോൾ ചാറ്റ് ഞാൻ നോക്കിയിട്ടില്ലല്ലോ, ശ്രദ്ധിക്കുക. ഹിയർ മക്കളെ ഇവിടെ എന്താ സംഭവിക്കുക വെച്ചാൽ ആദ്യം വാട്ടറിൻ്റെ നിലവിലുള്ള അതിൻ്റെ എന്ത് ചെയ്യുന്ന ഇതിൽ നിന്ന് അത് ആദ്യം ഫോൾ ചെയ്യുക ദെൻ അതിനുശേഷം ഇൻക്രീസ് ചെയ്യുക. ഓർത്ത് വെച്ചേ, ആദ്യം വാട്ടറിൻ്റെ ലെവൽ ഫോൾ ചെയ്യുകയും അതിനുശേഷം എന്ത് ചെയ്യുന്ന ലെവൽ ഇൻക്രീസ് ചെയ്യുക. സോ ദാറ്റ്സ് ദ ആൻസർ. സോ ഫസ്റ്റ് ഡിക്രീസ് ആൻഡ് ദെൻ ഇൻക്രീസ്, ദാറ്റ്സ് ദി ആൻസർ. യാ ഗുഡ്. പല ആൾക്കാരും എന്ത് ചെയ്യുന്നു, പല ആൻസറും പറയുന്നുണ്ട്. ഞാൻ ഫുള്ളായി ചെക്ക് ചെയ്യുന്നില്ല. എനിവേ വെരി ഗുഡ്. ആൻസർ പറയാനുള്ള ടെൻഡൻസി കാണിച്ചു. ദാറ്റ്സ് എ വെരി ഗ്രേറ്റ് തിങ്. ഓക്കെ, സോ ഫസ്റ്റ് ഡിക്രീസ് ചെയ്യും ദെൻ ഇൻക്രീസ് ചെയ്യും. അതിൻ്റെ റീസൺ അറിയാം, ആദ്യം മക്കൾ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ഓഫ് കോഴ്സ് ആ വെസലൊന്ന് ജസ്റ്റ് എക്സ്പാൻഡ് ചെയ്യണ്ട. വെസൽ ജസ്റ്റ് ഒന്ന് എക്സ്പാൻഡ് ചെയ്യേണ്ട ആദ്യം. ഓക്കെ, നമ്മൾ കാണില്ല, വളരെ എന്തെങ്കിലും പതുക്കെ വെസൽ ചെറുതായിട്ട് എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. സോ ആദ്യം വെസൽ എന്ത് ചെയ്യുക, ചൂട് പറഞ്ഞാൽ വെസൽ എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് ഓഫ് കോഴ്സ് വാട്ടർ ലെവലും അവിടെ ഡിക്രീസ് ചെയ്യും. ഓക്കെ, ക്ലിയർ? അതിന് ശേഷമാണ് മക്കൾ ശ്രദ്ധിക്കുക വെള്ളം എന്ത് ചെയ്യുന്നത് അതിൻ്റെ ലെവൽ ഇൻക്രീസ് ചെയ്യുന്നത്. ഓക്കെ, ഗോട്ട് ഇറ്റ്? യെസ്. സോ ദാറ്റ്സ് ദി ക്വസ്റ്റ്യൻ. ദെൻ ദി നെക്സ്റ്റ് വൺ മക്കളെ ശ്രദ്ധിക്കുക, നമ്മൾ നേരെ എന്ത് ചെയ്യുന്നത് ഇനി ഗ്യാസിൻ്റെ കേസ് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ലിക്വിഡിനേക്കാളും സോളിഡിനേക്കാളും കൂടുതൽ എക്സ്പാൻഡ് ചെയ്യുന്ന ആരാണ്? ഗ്യാസാണ് വരുന്നത് അല്ലേ. ആൻഡ് ഹിയർ മക്കളെ ശ്രദ്ധിക്കുക ദ വോളിയം വേരിയേഷൻ. ഓക്കെ, അങ്ങനെ എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ ടെമ്പറേച്ചർ കൊടുക്കുന്ന സമയത്ത് ഗ്യാസിൽ ഉണ്ടാകുന്ന വോളിയം വേരിയേഷൻ എന്ന് പറഞ്ഞത് വി ടി ദാറ്റ് ഈസ് ഈക്വൽ എന്ന് അറിയോ, വോളിയം വേരിയേഷൻ ആട്ടോ. വി ടി ദാറ്റ് ഈസ് ഈക്വൽ ടു V0 ഇൻറ്റു 1 + ഗാമ വി ഇൻറ്റു ഡെൽറ്റ ടി ആണ് വരുന്നത്. ഓക്കെ, ആൻഡ് ഹിയർ മക്കളത് പ്രഷർ വേരിയേഷൻ എന്ന് പറയുന്നത് പി ടി എന്ന് പറഞ്ഞാൽ എന്താണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു P0 ഇൻറ്റു 1 + ഗാമ പി ഡെൽറ്റ ടി ആണ് വരുന്നത്. ഓക്കെ, ഈ ഗാമ പി ഒക്കെ ഒന്നുമില്ല മക്കളെ, ഇത് വോളിയം കോയിഫിഷ്യൻ്റ് ആവുന്ന വോളിയം എക്സ്പാൻഷൻ വരുന്നത്. ഇത് മക്കളെ പ്രഷറിൻ്റെ വേരിയേഷൻ കാരണം ഉണ്ടാവുന്ന കോയിഫിഷ്യൻ്റ് ഓഫ് എക്സ്പാൻഷൻ തന്നെ വരുന്നത്. ആൻഡ് ഹിയർ മക്കളെ ശ്രദ്ധിക്കുക, ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കിക്കോ. ഹിയർ ടെമ്പറേച്ചർ മക്കളെ ശ്രദ്ധിക്കുക ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ഗ്യാസിൻ്റെ കേസിൽ വോളിയം മക്കളെ ഡിക്രീസ് ചെയ്യുക ചെയ്യുന്നത്. അത് കാരണം അതിൻ്റെ ഡെൻസിറ്റി ഡിക്രീസ് ചെയ്യുക ചെയ്യുന്നത് കേട്ടോ. ക്ലിയർ? റെഡി? ആൻഡ് ഹിയർ റോ ടി എന്ന് പറഞ്ഞത് ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താ പറയുക റോ ഇൻറ്റു 1 - എന്താണ് ഗാമ ഇൻറ്റു ഡെൽറ്റ ടി വരുന്നത്. ഇതാണ് ഡെൻസിറ്റി ഇക്വേഷൻ വരുന്നത്. ഓക്കെ, ക്ലിയർ? യെസ്. വാട്ട് ഇഫ് ദി വെസൽ ഈസ് മെയ്ഡ് ഓഫ് ഇൻവോ? ഓക്കെ, അത് എക്സെപ്ഷണൽ കേസാണ്. ആ കേസസ് നിങ്ങൾക്ക് വരില്ല, അത് ഔട്ട് ഓഫ് സിലബസ് വരുന്ന കാര്യം കേട്ടോ. ഇറ്റ്സ് വെരി ഈസി, സിമ്പിളാണ്. ഇപ്പോൾ നിങ്ങൾ നേരത്തെ ചോദിച്ച കാര്യം ഒരു ക്വസ്റ്റ്യനിൽ ചോദിക്കേണ്ട ഒന്നുകൂടി പറയുകയാണ്, ജസ്റ്റ് നിങ്ങൾ പറഞ്ഞുകൊണ്ട് മക്കളെ
ഇവിടെ എന്തായാലും നമ്മൾ വെക്കുന്ന വെസ്സിൽ എക്സ്പാൻഡ് ചെയ്യും. നമ്മൾ കാണില്ല എന്നുള്ളത് വളരെ കുറച്ച് എക്സ്പാൻഷൻ നടക്കുന്നുണ്ട്, അത് നമ്മൾ കാണുന്നില്ല. ഓക്കെ, സോ ആ ഒരു ചെറിയൊരു എക്സ്പാൻഷൻ കാണാൻ ചെയ്യുന്ന ആദ്യം വെള്ളം എക്സ്പാൻഡ് ചെയ്യുമ്പോൾ വെച്ചോക്കണം, ആ വെസ്സിൽ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ വെള്ളം നിന്ന് അവിടെ നിന്ന് താഴോട്ട് വരും അല്ലേ, ഫോൾ ചെയ്യും. റെഡി? അതിനുശേഷം ഇവിടെ നിന്ന് ആ ഒരു വെസ്സിൽ എക്സ്പാൻഡ് ചെയ്ത് ഇങ്ങനെ പോലെ ചെയ്യാം, ചെറുതായി എക്സ്പാൻഡ് ചെയ്ത് അവിടെ നിൽക്കും. ഓക്കെ, ദെൻ മക്കൾ ശ്രദ്ധിക്കുക, വെള്ളം നിന്ന് പിന്നെയും ചൂടാട്ടണമെന്ന് വെള്ളം പതുക്കെ റൈസ് ചെയ്ത് പോവുക ചെയ്യാം. സോ ദാറ്റ്സ് ദി ആൻസർ. ഫൈൻ. യെസ്, റെഡി? അല്ല, വോളിയം ഡിഗ്രീസ് അല്ല, വോളിയം വോളിയവുമായി ബന്ധപ്പെട്ടല്ല ഞാൻ പറയുന്നത്. അവിടെ എന്ത് ചെയ്യുന്നത്, ഓഫ് കോഴ്സ് നമ്മുടെ വെള്ളത്തിൻ്റെ ലെവലുമായി ബന്ധപ്പെട്ടാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഓഫ് ഓൾ മക്കൾ ശ്രദ്ധിക്കുക, നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കേസാണ് ഹീറ്റ് കപ്പാസിറ്റി. ഹീറ്റ് കപ്പാസിറ്റി എല്ലാവർക്കും അറിയാം മക്കൾ. പറ്റുമെങ്കിൽ ഈ വാല്യൂസ് അല്ലേ, ഓരോ ഇതിൻ്റെ വാല്യൂസ്, സ്പെസിഫിക് കപ്പാസിറ്റിൻ്റെ വാല്യൂസ്, അലൂമിനിയം അങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ ജസ്റ്റ് നോട്ട് വെച്ചോ. ദാറ്റ് നോട്ട് അറ്റ് ഓൾ വെരി ഇമ്പോർട്ടൻറ്റ്, ബട്ട് എന്നാലും എന്ത് ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ നോട്ട് വെച്ചോ. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയി കൊടുക്കേണ്ട കാര്യം എന്താ പറയുക മക്കൾ, വാട്ടറിൻ്റെ കേസാണ് കേട്ടോ. വെള്ളത്തിൻ്റെ കേസാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയി കൊടുക്കേണ്ടത്. സോ ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. വെള്ളത്തിൻ്റെ സ്പെസിഫിക് കപ്പാസിറ്റി വെരി ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ. 4186 ആണ്. ആൻഡ് അപ്രോക്സിമേറ്റ് നമ്മൾ 4200 ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ നമ്മൾ കൊടുക്കാറുണ്ട് കേട്ടോ. ആൻഡ് ഹിയർ മക്കളെ ഇൻ കലോറി ആണെങ്കിൽ വൺ സെക്കൻഡ് ഞാൻ നേരത്തെ പറഞ്ഞതിൽ എന്തോ ഒരു മാറ്റം വന്നില്ലേ. യെസ്, സോറി, ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ ആക്സിഡൻ്റലി മിസ്റ്റേക്ക് പറ്റിപ്പോയതാണ്. ഹിയർ യെസ്, വോളിയം ഡിക്രീസ് ചെയ്യുമ്പോൾ ഡെൻസിറ്റി ഇൻക്രീസ് ചെയ്യുക ചെയ്യുന്നത് കേട്ടോ. യെസ്, താങ്ക് യു. ഫൈൻ, റെഡി? സോ ഹിയർ മക്കളെ നോക്കിയേ, ഇവിടെ എനിക്കത് തെറ്റ് തിരുത്തിയത് നമ്മുടെ ഷംന. വെരി ഗുഡ്. സോ ഹിയർ മക്കളെ ശ്രദ്ധിക്കുക, വാട്ടറിൻ്റെ സ്പെസിഫിക് കപ്പാസിറ്റി ഞാൻ പറഞ്ഞു. ഇനി കലോറിയിലാണെങ്കിൽ ശ്രദ്ധിക്കുക, എന്താ പറയുക, 1 കലോറി കേട്ടോ. 1 കലോറി പെർ ഗ്രാം ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓർത്ത് വെച്ചോ. നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് സ്പെസിഫിക് കപ്പാസിറ്റി വാല്യൂസാണ് പറഞ്ഞത് കേട്ടോ. അതെന്തായാലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് വെച്ചോ കേട്ടോ. ആൻഡ് ഹിയർ നെക്സ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ എന്ത് ചെയ്യുന്നത്, ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത് സ്റ്റീമിനാണ് കേട്ടോ. സ്റ്റീമല്ല, ഐസിനാണ് ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടത്. ഐസിൻ്റെ കേസിൽ മക്കൾ 2060 ആണ് വരുന്നത്. അതിൻ്റെ അപ്രോക്സിമേഷൻ എടുക്കുന്ന സമയത്ത് നമ്മൾ എടുക്കുക 2100 ആയിരിക്കും കേട്ടോ, ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ. ഓർ ഇനി കലോറിയിലാണെങ്കിൽ 0.5 ആട്ടോ, 0.5 കലോറി പെർ ഗ്രാം ഡിഗ്രി സെൽഷ്യസ് ആണ് വരുന്നത്. ഓക്കെ, ഇനി ഇത് കൂടാതെ സ്റ്റീം ഉണ്ട് കേട്ടോ. സ്റ്റീം, വാട്ടർ, ഐസ്, സ്റ്റീം, അതായത് H2ൻ്റെ 3 കേസസ്, ആ 3 കേസും പഠിച്ചു വെച്ചോട്ടോ. സ്റ്റീമിൻ്റെ ആണെങ്കിൽ ശ്രദ്ധിക്കുക 1996 എന്താണ് ജൂൾ പെർ കിലോഗ്രാം കെൽവിനാണ് വരുന്നത് കേട്ടോ. ഇനി അത് കലോറിയിലാണെങ്കിൽ 0.45 കലോറി പെർ ഗ്രാം ഡിഗ്രി സെൽഷ്യസ് വരും. ഓക്കെ, ഇത് ഈ 3 വാല്യൂസ് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആക്കി വെച്ചോട്ടോ. നിങ്ങൾക്ക് എന്തായാലും ഇത് ആവശ്യമുണ്ടേ. റെഡി? യെസ്, ദ നെക്സ്റ്റ് വൺ മക്കളെ ശ്രദ്ധിക്കുക. സോ സ്പെസിഫിക് കപ്പാസിറ്റി സെക്ഷൻ ഈസ് ഓവർ. ദ നെക്സ്റ്റ് വൺ മക്കളെ ശ്രദ്ധിക്കുക, നമ്മൾ പഠിക്കാനുള്ള സെക്ഷനാണ് ഏതാണ്, കലോറി മെട്രി സെക്ഷൻ കേട്ടോ. ദാറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. കലോറി മെട്രി എന്ന് പറഞ്ഞ സെക്ഷന് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ് സെക്ഷനാണ്. നിങ്ങൾ നല്ല നോക്കി പഠിച്ചേ പറ്റൂ കേട്ടോ. എന്നുവെച്ചാൽ അത് വെച്ച് നിങ്ങൾക്ക് ഹീറ്റ് ട്രാൻസ്ഫറിൻ്റെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ആൻഡ് കലോറി മെട്രി എന്നാൽ സിംപ്ലി എന്താണ് ഇറ്റ്സ് കലോറി മെട്രി എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് എന്നാൽ അതെന്താ വെച്ചാൽ അതൊരു ബ്രാഞ്ചാണ് വിച്ച് ഡീൽസ് വിത്ത് ദി മെഷർമെൻറ്റ് ഓഫ് ഹീറ്റ്. ഓക്കെ, സോ ഹിയർ നോക്കിയേ, ഇൻ ദിസ് കേസ് ശ്രദ്ധിക്കുക, കലോറി മീറ്ററിൻ്റെ മക്കളെ ഏറ്റവും വലിയ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, ഹിയർ ഹീറ്റ് ലോസ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ എന്നാണ് ഹീറ്റ് ഗെയിൻ ആണ് വരിക. ഹീറ്റ് ലോസ് എന്ന് പറയുന്നതാണ് ദാറ്റ് ഈസ് ഈക്വൽ എന്നാണ് ഹീറ്റ് ഗെയിൻ ആണ് വരിക. ഓക്കെ, സോ ഹീറ്റ് ലോസ് ബൈ ദി എന്താണ് ഹോട്ട് ബോഡി ദാറ്റ് ഈസ് ഈക്വൽ ടു ഹീറ്റ് ഗെയിൻ ബൈ ദി കോൾഡ് ബോഡിയാണ് വരുന്നത്. ആൻഡ് ഹിയർ മക്കൾ ശ്രദ്ധിക്കുക, രണ്ടും തമ്മിൽ എന്ത് ചെയ്യുന്നത്, ഞാൻ എന്ത് ചെയ്യുന്നത് ജസ്റ്റ് എന്ത് ചെയ്യുന്നത് ഇപ്പോൾ 2 ഡിഫറെൻറ്റ് ടെമ്പറേച്ചറുള്ള ബോഡീസ് നമ്മൾ ഞാൻ എന്ത് ചെയ്യുന്നത് കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് അവിടെ അത് കാരണം ഉണ്ടാവുന്ന എന്ത് ചെയ്യുന്ന ഫൈനൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് T ഈസ് ഈക്വൽ ടു പഠിച്ചു വെച്ചോ M1C1T1 പ്ലസ് M2C2T2 ഓൾ ഡിവൈഡ് ബൈ M1C1 പ്ലസ് M2C2 ആണ് വരുന്നത്. റെഡി? ക്ലിയർ ആണോ? യെസ്, ഓക്കെ ആണോ? ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് സെക്ഷൻ നോട്ട് വെച്ചോ. ആൻഡ് ഇവിടെ മക്കൾ ശ്രദ്ധിക്കുക, ഇവിടെ നോക്കിക്കുക, ഇനിയിപ്പോൾ നോക്കിയാൽ രണ്ടും സെയിം എന്താണ് മെറ്റീരിയൽ വെച്ചു, വിച്ച് മീൻസ് എന്താണ് C1 ദാറ്റ് ഇസ് ഈക്വൽ ടു C2 ദാറ്റ് ഇസ് ഈക്വൽ ടു C ആണെങ്കിൽ ഹിയർ T ഈസ് ഈക്വൽ ടു M1T1 പ്ലസ് M2T2 ഓൾ ഡിവൈഡ് ബൈ M1 പ്ലസ് M2 എന്ന് വരും. ഓക്കെ, ഇനി മക്കളെ ബോത്ത് എന്താണ് ബോത്ത് എന്താണ് മക്കൾ എന്ത് ചെയ്യുന്നത്,
സി ആൻഡ് ടി എന്താണ് സെയിം ആണെങ്കിൽ സി ആൻഡ് എം മാസ് എന്താണ് സെയിം ആണെന്ന് വെച്ചോ. മാസ് എന്താണ് സെയിം ആവുന്ന സമയത്ത് ഹിയർ ദ ടെമ്പറേച്ചർ ദാറ്റ് ഈസ് ഈക്വൽ എന്ന് പറയും T1 + T2 / 2 എന്ന് വരും. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് കലോറിമെട്രി സെക്ഷനിൽ നിങ്ങൾക്ക് മെയിൻലി പഠിക്കാനുള്ള കാര്യങ്ങൾ. ഓക്കെ ആണോ? ഇസ് ദാറ്റ് ക്ലിയർ? ഫൈൻ, ready? So that's all about the calorimetry section. And next one that is change of state ആ പറയാൻ കേട്ടോ മക്കളെ, നോക്കിയോ. നെക്സ്റ്റ് വൺ ദാറ്റ് ഈസ് എന്താണ് ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ആണ് മെയിൻലി പറയാനുള്ളത്. സോ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് പറഞ്ഞ ആ സെഷനിൽ നിങ്ങൾക്കെല്ലാം ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് സോളിഡിന് ലിക്വിഡ് ആവുന്ന സമയത്ത് ലിക്വിഡിന് ഗ്യാസ് ആ ഒരു പ്രോസസ്സ് നമ്മൾ സിംപ്ലി പറഞ്ഞ പേരാണ്. ഇപ്പോൾ ഒരു സ്റ്റേറ്റിന് മറ്റൊരു സ്റ്റേറ്റിലേക്ക് നമ്മൾ ട്രാൻസ്മിഷൻ നടക്കുന്ന ആ ഒരു പ്രോസസ്സിനെ പറഞ്ഞ പേരാണ് ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് എന്ന് പറയില്ലേ. അതിന് മക്കളെ ശ്രദ്ധിക്കുന്നത് നമുക്ക് മെയിൻലി പഠിക്കാനുള്ള മക്കൾ എന്താണ് ലാറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ആൻഡ് ലാറ്റന്റ് ഹീറ്റ് ഓഫ് വാപ്പറൈസേഷൻ ആണ്. എല്ലാവർക്കും അറിയാൻ ചെയ്യുന്നത് അത് എന്തെന്ന് കൂടുതലായി പോകുന്നില്ല. ആൻഡ് ലാറ്റന്റ് ഹീറ്റിൻ്റെ ഇക്വേഷൻ എന്താണ് L = Q/m ആണ് വരിക. റെഡി, ക്ലിയർ? ആൻഡ് ഇവിടെ മക്കളെ ശ്രദ്ധിക്കുക, ഹിയർ ഇൻ ദിസ് കേസ് നോക്കിക്കുക, ഇത് നിങ്ങൾ നിർബന്ധമായി പഠിച്ചേക്കണേ. ഈ ഒരു ഗ്രാഫ് നിങ്ങൾ നിർബന്ധമായി പഠിച്ചേക്കണം. നിങ്ങൾക്ക് നമ്മൾ ചേഞ്ച് ഓഫ് സ്റ്റേറ്റും അതേപോലെ തന്നെ മക്കളെ കലോറിമെട്രി വെച്ചുള്ള ക്വസ്റ്റ്യൻസ് കവർ ചെയ്യണമെങ്കിൽ ഈ ഗ്രാഫ് അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇവിടെ മക്കളെ നോക്കിക്കേ, ഹിയർ എന്താ സംഭവിക്കാൻ വെച്ചാൽ നോക്കിയേ, ഇവിടെ -°C ഐസ് അല്ലേ, -°C ഐസിന് ഞാൻ എന്ത് ചെയ്യുന്നത്, ഓഫ് കോഴ്സ് ഞാൻ എന്ത് ചെയ്യുന്നത് ഹീറ്റ് കൊടുക്കുന്ന സമയത്ത് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യും. ഫൈനലി മക്കൾ എന്ത് ചെയ്യും മാറും, അത് 0°C ഐസ് ആവാ ചെയ്യുന്നത് അല്ലേ, 0°C ഐസായി മാറാ ചെയ്യുന്നത്. ഓക്കെ, ദെൻ വീണ്ടും ഹീറ്റ് കൊടുക്കുന്ന സമയത്ത് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യില്ല, പക്ഷേ എന്ത് ചെയ്യുന്നത് ഓഫ് കോഴ്സ് എന്താണ് അവിടെ എന്താ സംഭവിക്കുക വെച്ചാൽ അവിടെ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യും, അത് പൂർണ്ണമായിട്ട് 0° വാട്ടറായി മാറാ ചെയ്യുന്നത്. റെഡി, വീണ്ടും മക്കൾ ശ്രദ്ധിക്കുക, ഹീറ്റ് എന്തെന്ന് കൊടുക്കുന്ന സമയത്ത് വീണ്ടും ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുകയും 100°C വാട്ടറായി മാറും. ആൻഡ് ഫൈനലി വീണ്ടും ഹീറ്റ് കൊടുക്കുന്ന സമയത്ത് എന്തായി മാറും, അവിടെ 100°C സ്റ്റീമായി മാറാ ചെയ്യുന്നത്. ഫൈനലി അതിൻ്റെ സ്റ്റീമിൻ്റെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുക ചെയ്യുന്നത്. ഇത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, ഞാൻ ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്തോളൂ. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് ഇവിടെ മക്കൾ മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ നോക്കി, ഇവിടെ നിങ്ങൾക്ക് അധികം 2 ഇതിൽ ക്വസ്റ്റ്യൻ വരും. ഒന്നെന്താണ്, ഒരു ഐസ് എടുത്തില്ലെങ്കിൽ ഒരു നിശ്ചിതമായ °C ഐസിനെ കൺവേർട്ട് ചെയ്തിട്ട് ഇത്ര ഡിഗ്രിയുള്ള വാട്ടറോ എന്തെങ്കിലും ആക്കി മാറ്റാൻ വേണ്ടി ടോട്ടൽ കൊടുക്കേണ്ട ഹീറ്റ് എന്താ ക്വസ്റ്റ്യൻ ചോദിക്കും. ഓക്കെ, അതിൽ സിമ്പിളായിട്ടുള്ള ഷോർട്ട് ട്രിക്കാൻ പറയാം. ഇവിടെ സ്ലോപ്പ് ആണെങ്കിൽ നിങ്ങൾ ക്വസ്റ്റ്യനിൽ വരുന്ന സെക്ഷൻ വെച്ച് നിങ്ങൾ എന്തായാലും റഫായിട്ട് സൈഡിൽ വേഗം ഗ്രാഫ് വരയ്ക്കണം. സ്ലോപ്പ് ആണെങ്കിൽ മക്കൾ ശ്രദ്ധിക്കുക, അതിൻ്റെ ഹീറ്റിൻ്റെ ഇക്വേഷൻ എന്താ പറയുക, mc∆T ആ വരുന്നത് കേട്ടോ. സ്ലോപ്പ് ആണെങ്കിൽ mc∆T. സി എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് കപ്പാസിറ്റി, അത് ഓരോ സ്ലോപ്പ് അനുസരിച്ച് വാട്ടർ ആവാം, അല്ലെങ്കിൽ ഐസ് ആവാം, വാട്ടർ ആവാം, സ്റ്റീം ആവാം. ഓക്കെ, അതിൻ്റെ വാല്യൂ ഞാൻ പറയുന്നതാണ്. ഇനി മക്കളെ ആ എടുക്കുന്ന സെക്ഷൻ സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ മക്കളെ ദാറ്റ് ഈസ് ഈക്വൽ എന്നാണ് m×L കേട്ടോ, m×L ആണ്. ഓക്കെ, അതായത് ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്ക് എന്താണ് നമ്മളെ സ്റ്റേറ്റ് കൺവേർഷൻ നടക്കുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന ഹീറ്റ് ആണ്, അവിടെ കൊടുക്കേണ്ട ഹീറ്റ് ആണ് m×L ആണ്. L ആണ് ലാറ്റന്റ് ഹീറ്റ്, വിച്ച് മേ ബി ലാറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ആവാം, ലാറ്റന്റ് ഹീറ്റ് ഓഫ് വാപ്പറൈസേഷൻ ആവാം. ഓക്കെ, റെഡി? ക്ലിയർ ആണോ? അത് പവർ തെറ്റ് ആർക്കൊരു ഉഷാറില്ലല്ലോ. ഓക്കെ ആണോ മക്കളെ? ക്ലിയർ ആണോ? ദെൻ നോക്കിക്കേ, ഹിയർ പ്രഷറുമായി ബന്ധപ്പെട്ട് വരുന്ന സമയത്ത് പ്രഷർ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ നിങ്ങൾ പഠിക്കേണ്ട കാര്യം കേട്ടോ, അതിൻ്റെ മെൽറ്റിംഗ് പോയിൻ്റ് എന്താ സംഭവിക്കുക, ഡിക്രീസ് ചെയ്യുക കേട്ടോ. അതിൻ്റെ എക്സാമ്പിളാണ് മക്കളെ നോക്കിയേ, അതിൻ്റെ എക്സാമ്പിളാണ് ദിസ് വൺ, റിജുലേഷൻ. സോ ഹിയർ മക്കളെ ഇവിടെ പ്രഷർ കൂടുമ്പോൾ ഓഫ് കോഴ്സ് എന്താ സംഭവിക്കുക വെച്ചാൽ മെൽറ്റിംഗ് പോയിന്റ് കുറയുകയും അത് കാരണം സംഭവിക്കുന്ന പ്രോസസ് റിജുലേഷൻ നിങ്ങൾ കൂടുതൽ ഡീറ്റെയിലായി പോകേണ്ട ആവശ്യമില്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് അതിൻ്റെ ആപ്ലിക്കേഷൻ റിജുലേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൂ. ആൻഡ് ഹിയർ മക്കൾ നോക്കിയേ, നെക്സ്റ്റ് വൺ നോക്കിയേ, ഇനി പ്രഷർ കൂടുമ്പോൾ ബോയിലിംഗ് പോയിന്റ് എന്താ സംഭവിക്കുക വെച്ചാൽ ബോയിലിംഗ് പോയിന്റ് ഓൾസോ ഗെറ്റ് ഇൻക്രീസസ്. പ്രഷർ കൂടുമ്പോൾ എന്താ സംഭവിക്കുക വെച്ചാൽ മക്കളെ ബോയിലിംഗ് പോയിന്റും ഇൻക്രീസ് ചെയ്യും. റെഡി? സോ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ചേഞ്ച് ഓഫ് സ്റ്റേറ്റിൽ പറയാനുള്ളത്, പഠിക്കാനുള്ളത്. ദെൻ നെക്സ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ സെക്ഷനാണ് ഹീറ്റ് ട്രാൻസ്ഫർ. ഹീറ്റ് ട്രാൻസ്ഫർ 3 ടൈപ്പ് ഉണ്ട്, കണ്ടക്ഷൻ, കൺവെർഷൻ, റേഡിയേഷൻ. മക്കൾ മനസ്സിലാക്കുകയെന്ന് വെച്ചാൽ കണ്ടക്ഷൻ എന്ന് പറയുമ്പോൾ ആലോചിക്കേണ്ടത് അറിയാം, കണ്ടക്ഷൻ വിച്ച് മീൻസ് സോളിഡിൻ്റെ കേസിലാണ് അവർ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുക. കൺവെക്ഷൻ എന്ന് പറഞ്ഞാൽ മക്കൾ ശ്രദ്ധിക്കുക, അവിടെ എന്ത് ചെയ്യുന്ന ഫ്ലൂയിഡിൻ്റെ കേസിൽ അഥവാ ലിക്വിഡും ഗ്യാസിൻ്റെ കേസിൽ നിന്ന് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന ആ മോഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫറിനെ പറഞ്ഞ പേരാണ് കൺവെക്ഷൻ. റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ നോ മീഡിയം റിക്വയർഡ്. ഓക്കെ ആണോ? റെഡി? യെസ്. സോ ഹിയർ നമുക്ക് കണ്ടക്ഷനുമായി ബന്ധപ്പെട്ട് വരുന്ന സമയത്ത്
നമുക്ക് ഒരുപാട് ഇക്വേഷൻസും കാര്യങ്ങളും പഠിക്കാനുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെ. ഇപ്പോൾ ഞാൻ കൊടുത്തിരിക്കുന്ന കാര്യം ഇതിൻ്റെ എക്സാമ്പിൾസാണ്. കണ്ടക്ഷൻ, കൺവെക്ഷൻ, റേഡിയേഷൻ്റെ ഒക്കെ എക്സാമ്പിൾസാണ് ഈ ഇപ്പോൾ ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ കേട്ടോ. എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെ അതൊക്കെ വരുന്നത്. ആൻഡ് ഇവിടെ മക്കൾ ശ്രദ്ധിക്കാൻ നോക്കിയേ, ഹിയർ കണ്ടക്ഷനുമായി ബന്ധപ്പെട്ടാണ് കൂടുതൽ നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ കേട്ടോ. സോ ഞാൻ എന്തെയ്യുന്നു ഓരോ പോയിന്റ് ബൈ പോയിന്റ് ഇക്വേഷൻസ് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. നിങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് നേരെ എന്ത് ചെയ്യുന്നത് കഴിഞ്ഞിട്ട് വേണം പ്രോബ്ലത്തിലേക്ക് മൂവ് ചെയ്യാം. മക്കൾ നോക്കിയോ, ഇവിടെ കണ്ടക്ഷൻ വരുന്ന സമയത്ത് നോക്കിയേ, കണ്ടക്ഷൻ്റെ കേസ് വരുന്ന സമയത്ത് ഹിയർ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയാൻ പോകുന്ന കേസ് എന്താ പറയുക, ഹീറ്റ് കറണ്ട് കേട്ടോ. ഹീറ്റ് കറണ്ട് കേട്ടോ, ഹീറ്റ് കറണ്ട്. ഹീറ്റ് കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ദാറ്റ് ഇസ് ഈക്വൽ എന്നാണ് റേറ്റ് ഓഫ് ഹീറ്റ് ആണ് ഹീറ്റ് കറണ്ട് എന്ന് പറഞ്ഞത്. നോട്ട് ചെയ്യേ, ഹീറ്റ് കറണ്ട് എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ഹീറ്റിനെ പറഞ്ഞ പേരാണ് ഹീറ്റ് കറണ്ട് എന്ന് പറയും. ആൻഡ് ഓഫ് കോഴ്സ് ഹിയർ എച്ച് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് ഈക്വൽ, നിങ്ങൾ പഠിച്ച ഫേമസ് ഇക്വേഷൻ കെ എ ഇൻറ്റു എന്താണ് ടെമ്പറേച്ചർ ഡിഫറൻസ് T1 - T2 by L. That is the equation for heat current, and that is equal to delta Q by delta T. Ready ആണോ? റെഡി. ഇനി മക്കളെ ഇതിൽ തെർമൽ കണ്ടക്റ്റിംഗ് ഇക്വേഷൻ എല്ലാവർക്കും പറയാം. ഇത് വെച്ച് നേരെ നിങ്ങൾക്ക് കെൻ്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ മാത്രം മതി. നെക്സ്റ്റ് നിങ്ങൾക്ക് പറയാനുള്ള ഒരു എൻട്രൻസ് പോയിന്റ് വെച്ചാൽ തെർമൽ റെസിസ്റ്റൻസ് ആണ്. അനദർ പോയിന്റ് ദാറ്റ് ഇസ് തെർമൽ റെസിസ്റ്റൻസ്, ആൻഡ് ദാറ്റ് ഇസ് R എന്ന് പറഞ്ഞത് ദാറ്റ് ഇസ് ഈക്വൽ ടു L by KA. That is equal to delta T by H. Please note it, thermal resistance of a rod or slab എന്തും ആയിക്കോട്ടെ. ഓക്കെ, ഇതൊക്കെ കണ്ടക്ഷൻ്റെ കേസാണ് പറയുന്നത് കേട്ടോ. സോ ഈ കാര്യങ്ങളൊക്കെ ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചോ. ഫൈൻ. ദെൻ നെക്സ്റ്റ് ഓഫ് ഓൾ മക്കൾ ശ്രദ്ധിക്കുക ഹിയർ. ഇനി ഇതാ നിങ്ങൾ NCERT തന്നെ അധികം ആൾക്കാർ മിസ് ചെയ്യുന്നൊരു കാര്യമാണ്, പ്രത്യേകമായി മക്കൾ ശ്രദ്ധിച്ചോ. ഇവിടെ സീരീസ് കോമ്പിനേഷൻ ആണെങ്കിൽ നോക്കിക്കേ. അതായത് ഞാൻ എന്താ ചെയ്യുക വെച്ചാൽ ഒന്നുമില്ല, ഞാൻ റോഡ് എടുത്തു. ഓക്കെ, റോഡ്സ് എടുത്തു. ആ റോഡ്സ് മക്കളെ ശ്രദ്ധിക്കുക, ഞാൻ എന്ത് ചെയ്യുന്നു സീരിയസ് ആയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു കൊടുക്കാമെന്ന് വെച്ചോ. സെയിം ലൈക്ക് ഹിയർ നോക്കിയോ, കണക്ഷൻ ഓഫ് റോഡ്സ് ആണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. കണക്ഷൻ ഓഫ് റോഡ്സ്. ഓക്കെ, അവിടെ മക്കളെ ശ്രദ്ധിക്കുക, സീരിയസ് ആയിട്ട് ഞാൻ കൊടുക്കുന്ന സമയത്ത് സെയിം ലൈക്ക് നോക്കിയോ ഹിയർ ലൈക്ക് ദിസ്. ഓക്കെ, രണ്ടോ അല്ലെങ്കിൽ രണ്ടിൽ കൂടുതലുള്ള റോഡ് കേട്ടോ. രണ്ടിൽ കൂടുതലുള്ള റോഡ് ഞാൻ എന്ത് ചെയ്യുന്നു സീരിയസ് ആയിട്ട് എന്തെങ്കിലും കണക്ട് ചെയ്യാന്ന് വെച്ചോ. ഞാൻ തന്നെ എന്തെങ്കിലും ടെമ്പറേച്ചർ ഞാൻ കൊടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഹീറ്റ് ഞാൻ കൊടുക്കുന്ന സമയത്ത് നോക്കിക്കേ, ഇവിടെ നോക്കിക്കേ ഹിയർ ഹീറ്റ് ഞാൻ എന്തെങ്കിലും കൊടുക്കുന്ന സമയത്ത് Q എന്ന് പറഞ്ഞ ഹീറ്റ് ഞാൻ കൊടുക്കുന്ന സമയത്ത് ഇവിടെ എന്താ സംഭവിക്കുന്നത് നോക്കിക്കേ. ഇവിടെ ഡിഫറെൻറ്റ് മെറ്റീരിയലുള്ള റോഡ് നമ്മൾ സീരിയസ് ആയി കണക്ട് ചെയ്യുന്നത് കേട്ടോ. സോ മക്കളെ ഇവിടെ എന്താണ് അതിൻ്റെ section K1 ആണ് thermal conductivity, and this one is K2, and this is Kn etc. Kn. Okay, and here the temperature the T1, the T2, the T3 etc. അതെന്താണ് Tn എന്ന് വരും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സാറിനെ കാണുവാനില്ലേ മക്കളെ, എന്താ ഇപ്പോൾ വന്നില്ലേ? ഓക്കെ, സോ ഇവിടെ മക്കളെ സീരിയസ് കണക്ഷൻ ആണെങ്കിൽ മക്കളെ നോക്കി, ഇവിടെ ഞാൻ ഹീറ്റ് കൊടുക്കുന്ന സമയത്ത് ഹിയർ ഇൻ ദിസ് കേസ് രണ്ട് പോയിന്റ് പഠിച്ചോ. ഇവിടെ ഹീറ്റ് കറണ്ട് സീരീസ് കണക്ഷൻ ആണെങ്കിൽ ഹീറ്റ് കറണ്ട് എന്ന് പറയുന്നത് മക്കളെ സെയിം ആയിരിക്കും. ഹീറ്റ് കറണ്ട് എന്തായിരിക്കും? സെയിം ആയിരിക്കും. പക്ഷേ ടെമ്പറേച്ചർ ഡിഫറൻസ് മക്കളെ അതെന്താണ് വേരി ചെയ്യും. ടെമ്പറേച്ചർ ഡിഫറൻസ് മക്കൾ എന്ത് ചെയ്യുന്നു വേരി ചെയ്യും. ഹീറ്റ് കറണ്ട് സെയിം ആണ്, പക്ഷെ എന്താണ് ടെമ്പറേച്ചർ ഡിഫറൻസ് എന്താണ് മക്കളെ എന്ത് ചെയ്യുന്നത് വേരി ചെയ്യുന്നത്. ആൻഡ് ഹിയർ ഇൻ ദിസ് കേസ് ദാ ഹീറ്റ് കറണ്ട് ഇക്വേഷൻ എന്താ ഇവിടെ വരുന്നത് വെച്ചാൽ ഇവിടെ എന്താണ് H1 സീരീസ് കണക്ഷൻ ആണെങ്കിൽ ഇവിടെ എന്താ പറയുക H1 ദാറ്റ് ഇസ് ഈക്വൽ ടു H2 ദാറ്റ് ഇസ് ഈക്വൽ ടു എക്സെട്ര HN എന്ന് പറയാൻ പറ്റും. വിച്ച് മീൻസ് നോക്കിയേ സീരീസ് കണക്ഷൻ ആണെങ്കിൽ ഹിയർ K1A ഇവിടെ ഏരിയ ഓഫ് റെസിസ്റ്റൻസ് സെയിം അല്ലേ, A ഇൻറ്റു T1 - T2 by L1 that is equal to K2A into എന്താണ് T2 minus T3 by എന്താണ് L2 എന്ന് വരും. ഓക്കെ, റെഡി. സോ ദിസ് ഇസ് ദ ഇക്വേഷൻ, ദിസ് ഇസ് ദ ജനറൽ ഇക്വേഷൻ വെച്ച് എന്താണ് സീരിയസ് ആയിട്ട് കണക്ട് ചെയ്യുന്ന സമയത്തുള്ള ജനറൽ ഇക്വേഷനാണ് പറയുന്നത്. ഓക്കെ, അതെന്താ എന്തെന്ത് പറ്റി എന്നെ കൊണ്ട് എല്ലാവരും മായ വയ്ക്കില്ലോ. ഓക്കെ, ഇനി ഇതിൻ്റെ ഈക്വലൻ്റ് റെസിസ്റ്റൻസ് പറയുന്ന സമയത്ത് R ഈക്വലൻ്റ് എന്ന് പറഞ്ഞത് ദാറ്റ് ഈസ് ഈക്വൽ എന്താ പറയുക R1 + R2 + എക്സെട്ര എന്ന് മൂവ് ചെയ്യാൻ പറ്റും. റെഡി. ആൻഡ് ഹിയർ ഇനി തെർമൽ കണ്ടക്ടിവിറ്റി ഈക്വലൻ്റ് തെർമൽ കണ്ടക്ടിവിറ്റിൻ്റെ ഇക്വേഷനാണ് നിങ്ങൾ പറയുന്നത് കേട്ടോ. K ഈക്വലൻ്റ് എന്ന് പറഞ്ഞത് ദാറ്റ് ഈസ് ഈക്വൽ എന്താ പറയുക L1 + L2 + എക്സെട്ര + Ln
all divided by L1 by K1 plus L2 by K2 plus etc. plus Ln by Kn ആണ് വരിക. So this is the equation, this is the general equation. Okay, Ln by Kn എന്ന് വരും. ഇതാണ് എന്തെന്ന് സീരീസ് ആയി കണക്ട് ചെയ്യുന്ന സമയത്തുള്ള എന്താണ് റോഡിൻ്റെ ഈക്വലൻ തെർമൽ കണ്ടക്ടിവിറ്റി ഇക്വേഷൻ വരുന്നത്. ഇനി മക്കൾ ശ്രദ്ധിക്കുക, ഇനി ലെങ്ത്ത്, സ്ലാബിൻ്റെ ലെങ്ത്ത് എന്താണ് സെയിം ആണെന്ന് വെച്ചോ, അതായത് L1 is equal to L2 is equal to SL ആണെന്ന് വെച്ചോ. അങ്ങനെ വരുന്ന സമയത്ത് ദ ഈക്വലൻ തെർമൽ കണ്ടക്ടിവിറ്റി ആൻഡ് മക്കൾ ശ്രദ്ധിക്കുക, L1 is equal to L2 is equal to L ആണെന്ന് വെച്ചോ. ആൻഡ് ഹിയർ ഇവിടെ 2 സ്ലാബ് ആണെന്ന് വെച്ചോ. 2 സ്ലാബ് ഉണ്ടെങ്കിൽ പൊതുവേ വന്ന ക്വസ്റ്റ്യൻ ആണത്, 2 സ്ലാബ് മാത്രം ഉണ്ടാവുകയാണെങ്കിൽ ഹിയർ ദ ഈക്വലൻ തെർമൽ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ 2K1 K2 by K1 plus K2 വരുന്നത് കേട്ടോ. പ്ലീസ് നോട്ട് ഇറ്റ്. ഇത് ഒരുപാട് പ്രാവശ്യം വന്ന ക്വസ്റ്റ്യൻ ആട്ടോ, അത് തിരിച്ചു മറിച്ചൊക്കെ ഒരുപാട് പ്രാവശ്യം ഞാൻ കണ്ട ക്വസ്റ്റ്യൻ ആട്ടോ. ഓക്കെ മക്കൾ ഓക്കെ ആണോ? ബോറടിക്കണ്ടോ? ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് മെയിൻലി ആവശ്യമുള്ള കാര്യങ്ങളുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്പോൾ ഞാൻ കാണിച്ചിരിക്കുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് ചെയ്യാം കേട്ടോ. ഇപ്പോൾ സീരീസ് കോമ്പിനേഷൻ ഇത്രേ വരുന്നുള്ളൂ, ഇത്രയും ഭാഗങ്ങൾ നിങ്ങൾ നോക്കി പോയാൽ മതി. ഓക്കെ, ഇനി അനദർ സെക്ഷൻ നോക്കിയോ, ടെമ്പറേച്ചർ അറ്റ് ദി ജംഗ്ഷൻ്റെ കേസാണ് പറയാൻ വന്നത്. നോക്കിയേ, ഇനിയിപ്പോൾ നോക്കിയേ, 2 റോഡ് ഞാൻ സീരിയസ് ആയി കണക്ട് ചെയ്തു, ലൈക്ക് ദിസ്, സീരിയസ് ആയിട്ട് കണക്ട് ചെയ്തു. ഓക്കെ, ലൈക്ക് ദിസ്. മക്കളെ ഒന്നിൻ്റെ എന്തെങ്കിലും തെർമൽ കണ്ടക്ട് ചെയ്യാൻ K1 എന്ന് കൊടുത്തു, അതിൻ്റെ ലെങ്ത്ത് എന്താണ് L1 ആണ്. അതേപോലെ രണ്ടാമത്തെ K2 എന്ന് കൊടുത്തു, അതിൻ്റെ ലെങ്ത്ത് എന്താണ് L2 ആണെന്ന് വെച്ചോ. ഓക്കെ, യെസ് മക്കളെ, അങ്ങനെയാണെന്ന് വെച്ചോ. അങ്ങനെ നമുക്ക് കൊടുക്കുന്ന സമയത്ത് നോക്കി ഞാൻ എന്താ വെച്ചാൽ ഇവിടെ ഹീറ്റ് ചെയ്യാൻ കൊടുത്തു, Q എന്ന് പറഞ്ഞാൽ ഹീറ്റ് ചെയ്യാൻ ഇവിടെ കൊടുത്തു. സോ മക്കൾ ശ്രദ്ധിക്കുക, ഇവിടെ Q എന്ന് പറഞ്ഞാൽ ഹീറ്റ് കൊടുക്കുന്നത് കാരണം നമുക്ക് ഇവിടെ ഉണ്ടാകുന്ന ടെമ്പറേച്ചർ നോക്കി മക്കളെ. യെസ്, താങ്ക് യു മക്കളെ, താങ്ക് യു വെരി മച്ച്. ഞാൻ അങ്ങനെ ഇടയ്ക്ക് ഞാൻ ചാറ്റ് നോക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെ Q എന്ന് പറഞ്ഞാൽ ഹീറ്റ് കൊടുക്കുന്ന സമയത്ത് ഹിയർ നോക്കിക്കുകയും ഈ എൻഡിൽ നിന്നാണ് ടെമ്പറേച്ചർ T1 എന്ന് വെച്ചോ, ഈ എൻഡിൽ ടെമ്പറേച്ചർ T2 എന്ന് വെച്ചോ. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നതാ ഇങ്ങനെയാണെന്ന് വെച്ചോ, ജംഗ്ഷൻ ഉണ്ടാകുന്ന ടെമ്പറേച്ചർ, ജംഗ്ഷനിൽ ഉണ്ടാവുന്ന ടെമ്പറേച്ചർ T. ഓക്കെ, ആ ടീൻ്റെ ഇക്വേഷൻ എന്താ പറയുക, T ഈസ് ഈക്വൽ ടു K1 by L1 T1 plus K2 by L2 into T2 all divided by K1 by L1 plus K2 by L2 ആണ് വരുന്നത് കേട്ടോ. This is the equation for the temperature at the junction. And ഇവിടെ മക്കൾ ശ്രദ്ധിക്കുക, ഇനി അധികം മക്കൾ ശ്രദ്ധിക്കുക, ലെങ്ത്ത് സെയിം ആയിരിക്കും കേട്ടോ. അധികം കേസോ ലെങ്ത്ത് സെയിം ലെങ്ത്തുള്ള റോഡാട്ടോ. അപ്പോൾ വേറെ ഇക്വേഷനൊക്കെ മാറും കേട്ടോ. ലെങ്ത്ത് സെയിം ആണെന്ന് വെച്ചോ, അതായത് L1 is equal to L2 ആണെങ്കിൽ L2 that is equal to L ആണെങ്കിൽ here the temperature of the junction എന്ന് പറഞ്ഞാൽ K1 T1 plus K2 T2 all divided by K1 plus K2 എന്ന് വരും. റെഡി? ക്ലിയർ ആണോ മക്കളെ? ഫൈൻ, യെസ്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് the section. ഓക്കെ, റെഡി? അപ്പോൾ യു ഗോട്ട് ദി സെക്ഷൻ. ദെൻ മക്കളെ ശ്രദ്ധിക്കുക, ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത് ജംഗ്ഷനുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. ദെൻ തേർഡ് വൺ നോക്കി കഴിഞ്ഞാൽ പാരലൽ കണക്ഷൻ ആണെങ്കിലോ, റോഡുകൾ തമ്മിൽ ഞാൻ പാരലായി കണക്ട് ചെയ്യാന്ന് വെച്ചോ. റോഡുകൾ തമ്മിൽ പാരലായി കണക്ട് ചെയ്യുന്ന സമയത്ത് നോക്കി സെയിം ലൈക്ക് ഹിയർ പാരലൽ കോമ്പിനേഷൻ ആണെങ്കിൽ നോക്കിയോ, ഞാൻ വീണ്ടും പറയാം കേട്ടോ, ഗ്യാരണ്ടി ആണേ, ഒരു കാര്യം പോലും നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു കാര്യം പോലും ഞാൻ ഇവിടെ വിടൂല. ഫുൾ കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് ടച്ച് ചെയ്ത് ഇങ്ങനെ പോകും. ഓക്കെ, പക്ഷേ നോർമൽ ക്ലാസ് അല്ല, 1 മിനിറ്റിലൊക്കെ എനിക്ക് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോകാം. മക്കളെ പാരലൽ കോമ്പിനേഷൻ വെച്ചോ, ലൈക്ക് ഇത് 2 റോഡ്, ദിസ് ഫസ്റ്റ് റോഡ് ആൻഡ് ദിസ് സെക്കൻഡ് റോഡ്. 2 റോഡ് ഇങ്ങനെ പാരലായി കണക്ട് ചെയ്യാന്ന് വെച്ചോ. ഇതിൻ്റെ ടെമ്പറേച്ചർ T1 ആൻഡ് ദിസ് ടെമ്പറേച്ചർ is T2. Okay, and here മക്കളെ ശ്രദ്ധിക്കുക, this one the thermal conductivity K1, this one thermal conductivity K2, and here the area of cross section A1 ആണ്, ഇതിൻ്റെ A2 ആണെന്ന് വെച്ചോ. ലെങ്ത്ത് ഇവിടെ സെയിം ആണല്ലേ, ലെങ്ത്ത് ഇവിടെ സെയിം ആണെന്ന് വെച്ചോ. ഇൻ ദിസ് കേസ് മക്കൾ മനസ്സിലാക്കുന്ന കാര്യം വെച്ചാൽ ഇവിടെ ഹിയർ ഇൻ ദിസ് കേസ് ദ ഹീറ്റ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഹീറ്റ് കറണ്ട് മക്കളെ ഇവിടെ എന്തായിരിക്കും അറിയോ, ഇവിടെ എന്തായിരിക്കും ഹീറ്റ് കറണ്ട് എന്തായിരിക്കും ഡിഫറൻ്റ് ആയിരിക്കും കേട്ടോ. ഹീറ്റ് കറണ്ട് ഇവിടെ വേരി ചെയ്യും, എന്നാൽ ടെമ്പറേച്ചർ ഡിഫറൻസ് എന്തായിരിക്കും ഇവിടെ എന്തായിരിക്കും സെയിം ആയിരിക്കും വരിക. പ്ലീസ് നോട്ട് ഇറ്റ്. ഓക്കെ, റെഡി? ഓക്കെ, ദെൻ ഇവിടെ ഇൻ ദിസ് കേസ് നോക്കിയാൽ ഇനി ഹീറ്റ് കറണ്ട് ഇക്വേഷൻ ഞാൻ പറയുകയാണെങ്കിൽ മക്കളെ, ദ ടോട്ടൽ ഹീറ്റ് കറണ്ട് ദാറ്റ് ഈസ് ദ സം ഓഫ് ദി ഓരോ റോഡിനെയും എന്ത് ചെയ്യുന്ന സം ഓഫ് എടുത്താൽ മാത്രം മതി. ഓക്കെ, ആൻഡ് ഹിയർ ദ ഈക്വലൻറ്റ് തെർമോ റെസിസ്റ്റൻസ് എന്ന R ഈക്വലൻറ്റ് ദാറ്റ് ഈസ് ഈക്വൽ, ഞാൻ 2 സ്ലാബിൻ്റെ കേസാണ് കാണിക്കുന്നത് കേട്ടോ. ദാറ്റ് ഈസ് ഈക്വൽ ടു R1 R2 by R1 plus R2 ആണ് വരുന്നത്. റെഡി? ക്ലിയർ? ആൻഡ് ഹിയർ
ഈക്വലൻ തെർമൽ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞ മക്കളെ ശ്രദ്ധിക്കുക. ദാറ്റ് ഈസ് എന്താണ് K1A1 പ്ലസ് എന്താണ് K2A2 ഓൾ ഡിവൈഡഡ് ബൈ എന്താ പറയുക A1 പ്ലസ് A2 ആണ്. ഓർത്ത് വെച്ചേ. ഇനി ഇവിടെ മക്കളെ ഏരിയ സെയിം ആണെന്ന് വെച്ചോ. ഫഹീം പറഞ്ഞ പോലെ സീരീസിൻ്റെ ഓപ്പോസിറ്റ് അത്ര തന്നെ. ഓക്കെ, ഇനി മക്കൾ ശ്രദ്ധിക്കുക, ഇവിടെ ഏരിയ സെയിം ആവുന്ന സമയത്ത് A1 ഈസ് ഈക്വൽ ടു A2 ഈസ് ഈക്വൽ ടു A വരുന്ന സമയത്ത് ഓർത്ത് വെച്ച് ഇതുവരെ വന്ന ക്വസ്റ്റ്യൻ ആട്ടോ. ദെൻ ദി ഈക്വൽ തെർമൽ കണ്ടക്ടിവിറ്റി ഓഫ് പാരലൽ കോമ്പിനേഷൻ ദാറ്റ് ഇസ് ഈക്വൽ എന്ന് പറയും, ദാറ്റ് ഇസ് ഈക്വൽ ടു K1 പ്ലസ് K2 ബൈ 2 എന്ന് വരും. റെഡി ആണോ? ക്ലിയർ ആണോ? യെസ്. സോ ഇത്രയാണ് മക്കൾ ശ്രദ്ധിക്കുക എന്താണ് യെസ് അബൌട്ട് ദി പാരലൽ കോമ്പിനേഷൻ സെക്ഷൻ. ഓക്കെ, മക്കൾക്ക് ആവശ്യമുള്ള ആൾക്കാർക്ക് സ്ക്രീൻഷോട്ട് ചെയ്യാം കേട്ടോ. ഫൈൻ. സോ മക്കളെ നമ്മൾ ലാസ്റ്റ് എത്തിയില്ലേ, അതായത് ഹീറ്റ് ട്രാൻസ്ഫർ എത്തി, അതിൻ്റെ കാര്യങ്ങൾ ഫുള്ള് ഞാൻ പറഞ്ഞു. ദെൻ നെക്സ്റ്റ് വൺ നമ്മൾ പറയാൻ പോകുന്നത് ബ്ലാക്ക് ബോഡി റേഡിയേഷൻ അല്ലേ. ബ്ലാക്ക് ബോഡി റേഡിയേഷൻ്റെ ബ്ലാക്ക് ബോഡി എന്ന കോൺസെപ്റ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം, അതൊന്നും ഞാൻ അവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നമുക്ക് ബ്ലാക്ക് ബോഡിയുമായി ബന്ധപ്പെട്ട് മെയിൻലി നിന്ന് 3 എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലോ ഉണ്ട്, ആ ലോ പഠിക്കണം. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, റെഡി? യെസ്, ഇതാരുടെ ലെവൽ ഓഫ് വാട്ടർ ഡിക്രീസസ് ഇപ്പോഴും കഴിഞ്ഞില്ല. ഓക്കെ, ഞാൻ നോക്കിയേ ബ്ലാക്ക് ബോഡി റേഡിയേഷനുമായി ബന്ധപ്പെട്ട് വരുന്ന സമയത്ത് നമുക്ക് മെയിൻലി പഠിക്കാനുള്ളത് 3 ലോ ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ മക്കൾ ശ്രദ്ധിക്കുക, സ്റ്റീഫൻസ് ലോ ഓഫ് റേഡിയേഷൻ. സ്റ്റീഫൻസ് ലോ ഒന്നില്ല മക്കൾ, സ്റ്റീഫൻസ് ലോ എന്ന് പറയുന്നത് സ്റ്റീഫൻസ് ലോ ഓഫ് റേഡിയേഷൻ പ്രകാരം പറയുന്നത് വെച്ചാൽ എന്താണ് എനർജി എന്താണ് റേഡിയേറ്റഡ് പെർ സെക്കൻഡ്, അതിനാണ് ഞാൻ P എന്ന് കൊടുക്കട്ടോ, അപ്പോൾ പവർ എന്ന് പറയും കേട്ടോ. എനർജി റേഡിയേറ്റഡ് പെർ സെക്കൻഡ് പെർ യൂണിറ്റ് ഏരിയ എന്ന് പറഞ്ഞ സമയത്ത് ദാറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ 4th പവർ ഓഫ് ദി ആബ്സൊല്യൂട്ട് ടെമ്പറേച്ചർ. ഓക്കെ, സോ ഹിയർ എനർജി റേഡിയേറ്റഡ് പെർ സെക്കൻഡ് ഓർ പവർ എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി 4th പവർ ഓഫ് ഇറ്റ്സ് ആബ്സൊല്യൂട്ട് ടെമ്പറേച്ചർ. ആൻഡ് ഹിയർ P ഈസ് ഈക്വൽ ടു അനദർ ഇക്വേഷൻ കേട്ടോ, P ഈസ് ഈക്വൽ ടു ബ്ലാക്ക് ബോഡി റേഡിയേഷന് പ്രോബ്ലമാറ്റിക് ക്വസ്റ്റ്യൻ ഉണ്ടാവുമോ? ഓഫ് കോഴ്സ് ഉണ്ടാവും. അത് എവിടെയും കൂടി ഞാൻ പറഞ്ഞു കേട്ടോ, എവിടെയും കൂടി ഞാൻ പറഞ്ഞില്ല, ഞാനിപ്പോൾ മെസ്സേജ് കണ്ടപ്പോൾ അത് ജസ്റ്റ് പറയണേ. ഓക്കെ, P ഈസ് ഈക്വൽ ടു സിഗ്മ എ E ഇൻറ്റു T⁴. ഇതാണ് അതിൻ്റെ മെയിൻ ഇക്വേഷൻ വരുന്നത് കേട്ടോ. P എന്ന് പറഞ്ഞാൽ P എന്ന് പറഞ്ഞാൽ എന്താ പവറാണ്, P എന്ന് പറഞ്ഞാൽ പവറാണ്. സിഗ്മ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം എന്താണ് ബോൾട്സ്മാൻ കോൺസ്റ്റൻ്റ് ആണ് വരുന്നത്, സ്റ്റീഫൻസ് കോൺസ്റ്റൻ്റ് വരുന്നത്. ആൻഡ് ദി വാല്യൂ ഓഫ് സിഗ്മ ദാറ്റ് ഈസ് ഈക്വൽ ടു 5. നല്ല പഠിക്കാൻ 67 ഇൻറ്റു 10⁻⁻8 വാട്ട് പെർ മീറ്റർ സ്ക്വയർ Kelvin⁴ ആണ് വരുന്നത്. റെഡി? ആൻഡ് ഹിയർ E എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, E എന്ന് പറഞ്ഞാൽ ജസ്റ്റ് പഠിച്ചു വെച്ചോ, E എന്ന് പറഞ്ഞാൽ ഇമ്മിസിവിറ്റി ആട്ടോ, ഇമ്മിസിവിറ്റി ആണ്. അതിൻ്റെ വാല്യൂ പറഞ്ഞാൽ ബിറ്റ്വീൻ 0 and 1 ആണ്. ജനറലി നമ്മൾ കൊടുക്കുന്ന വാല്യൂ 1 ആട്ടോ, 1 ആണ് ജനറലി നമ്മൾ കൊടുക്കുന്ന വാല്യൂ. ഓക്കെ, റെഡി? അത് ജസ്റ്റ് പഠിച്ചത്, അതിൻ്റെ ഡീറ്റെയിൽ സെക്ഷനിലേക്ക് നിങ്ങൾ പോകേണ്ട ആവശ്യമില്ല കേട്ടോ. ഓക്കെ, സോ ഇത് വെച്ച് മക്കൾ ശ്രദ്ധിക്കുക, ക്വസ്റ്റ്യൻ വരും. സ്റ്റീഫൻസ് ലോ ഓഫ് റേഡിയേഷൻ വെച്ച് ക്വസ്റ്റ്യൻ വരും. ക്വസ്റ്റ്യൻ ഞാൻ കറക്റ്റ് കാണിച്ചു തരാം, ഞാൻ ഹിയർ അടക്കം കാണിച്ചു തരാം, ഞാൻ വെറുതെ വരില്ല, ഹിയർ അടക്കം ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇനി മക്കൾ നോക്കിയേ, ദ നെക്സ്റ്റ് വൺ എന്താ പറയുക, നെക്സ്റ്റ് വൺ ഈസ് എന്ന് പറയാം ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ്. ഏറ്റവും കൂടുതൽ മക്കൾ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്ന ഈ സെഷൻ കേട്ടോ, ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് വെച്ചിട്ട്. ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് പ്രകാരം റേറ്റ് ഓഫ് ലോസ് ഓഫ് ഹീറ്റ് എന്ന് പറഞ്ഞാൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി എന്താണ് ടെമ്പറേച്ചർ ഡിഫറൻസ് ബിറ്റ്വീൻ ദി എന്താണ് ഓക്കെ സിസ്റ്റം ആൻഡ് സറൗണ്ടിങ്. ഇത് എല്ലാവർക്കും അറിയുന്ന കാര്യം അല്ലേ. ആൻഡ് ഹിയർ മക്കൾ നോക്കി dQ/dt എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് ഈക്വൽ ആണ് -K ഇൻറ്റു T2 - T1. ഇതൊക്കെ നിങ്ങൾ പഠിച്ച കാര്യം അല്ലേ. റെഡി? -8 ആട്ടോ, ഞാൻ എഴുതിയപ്പോൾ സ്പീഡ് അപ്പ് മാറിയതാണ്. -8 5.67 × 10⁻⁸ വരുന്നത് കേട്ടോ. റെഡി? ഇനി മക്കൾ നോക്കിയേ, ഹിയർ അനദർ റിലേഷൻ നോക്കിയേ, ഇത് ലോഗരിതം ലെവലിൽ ടെമ്പറേച്ചർ സെക്ഷൻ എടുക്കുന്ന സമയത്ത് ഹിയർ ദ റിലേഷൻ ലോഗ് എന്താണ് T2 - T1 ദാറ്റ് ഇസ് ഈക്വൽ -KT + C, വിച്ച് മീൻസ് സ്ലോപ്പിന് അതേ ഇക്വേഷൻ അല്ലേ. അനദർ ഇക്വേഷൻസ് ഒക്കെ നോട്ട് വെച്ചോ. ഇനി ഞാൻ നിങ്ങൾക്ക് പറയാൻ പോകുന്ന ഇക്വേഷൻ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ഇക്വേഷൻ കേട്ടോ, ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ഇക്വേഷൻ. നിങ്ങൾക്ക് ഇത് വെച്ച് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് 2018 2014 വന്ന ക്വസ്റ്റ്യൻ കേട്ടോ. ആ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ നല്ല നോക്കിക്കോ. ഹിയർ ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിങ്ങിൻ്റെ മറ്റൊരു ഇക്വേഷൻ എന്താ വെച്ചാൽ T1 പഠിച്ചാൽ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. T1 - T2 ബൈ സ്മോൾ t എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു K ഇൻറ്റു എന്താ പറയുക T1 + T2 ബൈ 2 - T0. റെഡി? മക്കളെ T1 ആൻഡ് T2 എന്ന് പറയുന്നത് അറിയോ, T1 അതേപോലെ ആൻഡ് T2 എന്ന് പറയുന്നത് ദ ടെമ്പറേച്ചർ ഓഫ് എ ബോഡി ഇൻ ടൈം T. The temperature of body in time T. Okay, the temperatures of body in time T. Also say time on a small t.
ആൻഡ് T0 എന്ന് പറയുന്നത് എന്താ അറിയോ, സറൗണ്ടിങ് ടെമ്പറേച്ചർ ആട്ടോ, സറൗണ്ടിങ് ടെമ്പറേച്ചറാണ് T0 എന്ന് പറഞ്ഞത്. മക്കളെ ഈ T1 T2 നിങ്ങൾക്ക് എന്ത് ചെയ്ത് മനസ്സിലായില്ലെങ്കിൽ ഞാൻ സിമ്പിളായി പറയാം. അപ്പോൾ നോക്കിക്കേ, ഫോർ എക്സാമ്പിൾ ഒരു ഒബ്ജക്റ്റിൻ്റെ നിലവിലുള്ള ടെമ്പറേച്ചർ 100 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് വെച്ചോ. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ മക്കൾ അതെന്ത് ചെയ്യുന്നത് 80 ഡിഗ്രി സെൽഷ്യസ് ആവുകയാണെങ്കിൽ അവിടെ T1 എന്ന് പറയുന്നത് 100 ഡിഗ്രി സെൽഷ്യസ്, T2 എന്ന് പറയുന്നത് 80 ഡിഗ്രി സെൽഷ്യസ്. കോഡിറ്റ് ക്ലിയർ ആണോ? സിമ്പിളാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞ കാര്യത്തിൽ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളുള്ളൂ. ഓക്കെ ആണെങ്കിൽ ഓക്കെ എന്ന് പറഞ്ഞു. റെഡി? ഇനി നോക്കിയേ, ഇവിടെ ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് പ്രകാരം മക്കളെ ടെമ്പറേച്ചർ വേഴ്സ് ടൈം, ടെമ്പറേച്ചർ വേഴ്സ് എന്താണ് ടൈമിൻ്റെ ഗ്രാഫ് വരയ്ക്കാൻ സമയത്ത് ദ ഗ്രാഫ് ഷുഡ് ബി ലൈക്ക് ദിസ്, ഇങ്ങനെ വരും. ആൻഡ് ഹിയർ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ലോഗരിതവുമായി ബന്ധപ്പെട്ടുള്ള ഗ്രാഫ്, ലോഗ് ഓഫ് നോക്കിയേ, ലോഗ് ഓഫ് എന്താണ് T2 അല്ലെങ്കിൽ T മൈനസ് T0 വേഴ്സ് ടൈം ആണെങ്കിൽ ഇതാട്ടോ ലോഗ് ഓഫ് എന്നാണ് T മൈനസ് T0 ആൻഡ് ഹിയർ ടൈം ആണെങ്കിൽ മക്കളെ ദ സ്ലോപ്പ് ഷുഡ് ബി ലൈക്ക് ദിസ്, ഇങ്ങനെ വരും. മൈനസ് സ്ലോപ്പാണ് വരിക. ഓക്കെ, ആൻഡ് ഹിയർ ദ റേറ്റ് ഓഫ് കൂളിംഗ് വേഴ്സ് ടെമ്പറേച്ചർ ഡിഫറൻസ് ആണെങ്കിൽ, ഓക്കെ, റേറ്റ് ഓഫ് കൂളിംഗ് വേഴ്സ് ടെമ്പറേച്ചർ ഡിഫറൻസ് ആണെങ്കിൽ, റേറ്റ് ഓഫ് കൂളിംഗ് ആർ വേഴ്സ് ടെമ്പറേച്ചർ ഡിഫറൻസ് ആണെങ്കിൽ ഹിയർ ദി സ്ലോപ്പ് ഷുഡ് ബി ലൈക്ക് ദിസ്. ഓക്കെ, അപ്പോൾ ഇത്രയും പഠിക്കുകയാണെങ്കിൽ ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗുമായി ബന്ധപ്പെട്ടുള്ള ഒരുവിധ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഫിനിഷ് ചെയ്തു. ഓക്കെ ആണോ മക്കളെ? ക്ലിയർ ആണോ? യെസ്. ആൻഡ് ദി ഫൈനൽ വൺ ദാറ്റ് ഈസ് എന്താണ് വിങ്സ് ഡിസ്പ്ലേസ്മെൻറ്റ് ലോ. വിങ്സ് ഡിസ്പ്ലേസ്മെൻറ്റ് ലോ ഓർത്ത് വെച്ചോ, ദാറ്റ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. ഈ 3 കേസിൽ ക്വസ്റ്റ്യൻ വരുന്നുണ്ട് മക്കളെ. വിങ്സ് ഡിസ്പ്ലേസ്മെൻറ്റ് ലോയിൽ എങ്ങനെ ക്വസ്റ്റ്യൻ വരുന്നത് വെച്ചാൽ വേലൊന്തും ടെമ്പറേച്ചറും തമ്മിലുള്ള എന്തെങ്കിലും റിലേഷൻ ചോദിക്കുന്ന സമയത്ത് യു ക്യാൻ യൂസ് വിങ്സ് ഡിസ്പ്ലേസ്മെൻറ്റ് ലോ. ആൻഡ് ഹിയർ വിങ്സ് ഡിസ്പ്ലേസ്മെൻറ്റ് ലോ പ്രകാരം മക്കളെ ശ്രദ്ധിക്കുക, എന്താ പറയുക വെച്ചാൽ the wavelength corresponding to maximum the energy the wavelength corresponding to maximum energy, the wavelength corresponding to maximum energy ആണ് ഇത്. ഓക്കെ, ഇപ്പോൾ ഏതെങ്കിലും 2-3 ഗ്രാഫിൽ കൊടുത്തിട്ടില്ലേ, ഞാൻ ഇപ്പോൾ ഒറ്റ ഗ്രാഫ് വെച്ച് ഞാൻ പറഞ്ഞത് ദാ the wavelength corresponding to maximum energy, ഇതാണ് മക്കൾ എന്ത് ചെയ്യുന്ന എന്ത് ഓഫ് കോഴ്സ് എന്താണ് ലാംഡ എം എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് എന്താണ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദി ടെമ്പറേച്ചർ ഡിഫറൻസ്. ആൻഡ് ഹിയർ മക്കളെ ലാംഡ എം ഇൻറ്റു ടി ദാറ്റ് ഈസ് ഇക്വൽ കോൺസ്റ്റൻറ്റ് ആൻഡ് ദ വാല്യൂ ഓഫ് ദാറ്റ് കോൺസ്റ്റൻറ്റ് ദാറ്റ് ഈസ് 2.9 × 10⁻³ മീറ്റർ കെൽവിനാണ് വരുന്നത്. സോ ഇവിടെ മക്കൾ ശ്രദ്ധിക്കുക, മനസ്സിലാക്കുന്നത് വെച്ചാൽ ഇവിടെ വേവ്ലെങ്ത്തും എന്താണ് അതേപോലെ ടെമ്പറേച്ചർ നമ്മൾ റിലേഷൻ ലാംഡ 1/λ2 ദാറ്റ് ഈസ് ഇക്വൽ T2/T1 ആണ് വരുന്നത്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? സോ മക്കളെ ഇത്രയും പഠിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ആൻഡ് ട്രസ്റ്റ് മീ നിങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നത് ഫുൾ നീറ്റുമായി ബന്ധപ്പെട്ടുള്ള ഒരുവിധ എല്ലാ കണ്ടൻറ്റും നിങ്ങൾ ഫുൾഫിൽ ചെയ്തു. നോക്കിക്കേ, കറക്റ്റ് നിങ്ങൾ ടൈം നോക്കുന്ന സമയത്ത് 9 o'clock 1 hour സെക്ഷൻ ഞാൻ ഫുൾ കാര്യങ്ങൾ നിങ്ങൾക്ക് നിന്ന് റിവൈസ് ചെയ്ത് തന്നു. മക്കൾ ഓക്കെ ആണോ? നിങ്ങൾ ടൈം വെച്ച് നോക്കുന്ന സമയത്ത് കറക്റ്റ് 9 o'clock 8 o'clock സ്റ്റാർട്ട് ചെയ്ത് 9 o'clock ആകുമ്പോഴത്തേക്ക് ഫുൾ ഇത് ഒരു ബിഗ് ചാപ്റ്റർ കേട്ടോ. ഈ ചാപ്റ്ററിൻ്റെ ഫുൾ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു നിന്ന് ഞാൻ ക്വസ്റ്റ്യൻ അതേപോലെ ചെയ്യും. മക്കൾ സെറ്റല്ലേ? സെറ്റല്ലേ? പവർ അറ്റേ. ഓക്കെ, സോ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. മക്കളെ ഇവിടെ ഒരു കാര്യം കൂടി ഞാൻ പറയാം കേട്ടോ. ചില കുട്ടികൾ ഉണ്ടാവും കുറേ എന്തെങ്കിലും പഠിക്കാൻ ശ്രമിക്കുന്ന സമയത്തില്ല ഒരുപാട് കണ്ടൻറ്റ് വാരി വലിച്ച് പഠിക്കുന്നുണ്ടാവും കേട്ടോ. അങ്ങനെ ഒന്നുമില്ല കേട്ടോ മക്കളെ. നീറ്റിൻ്റെ ഒരു കണ്ടൻറ്റ്, ആ കണ്ടൻറ്റ് ബേസിൽ മാത്രമേ നിങ്ങൾ മൂവ് ചെയ്യാൻ പാടുള്ളൂ. ഒരുപാട് കാര്യങ്ങൾ എന്തെങ്കിലും നീറ്റിന് പല സെക്ഷൻസ് ആയിട്ട് ഒഴിവാക്കിയിട്ടുണ്ടാവും. അതൊക്കെ നിങ്ങൾ കറക്റ്റ് നോക്കണം. വെറുതെ ഓവർ കണ്ടൻറ്റ് ആവണ്ട. അധികം കുട്ടികളില്ല പഠിക്കുന്നുണ്ടോ നല്ലോണം, പക്ഷേ ഓവർ കണ്ടൻറ്റ് ആയത് കാരണം എന്തെങ്കിലും നീറ്റ് പോയ ഒരുപാട് ആൾക്കാർ എനിക്കറിയാം. സോ നീറ്റ് എന്താ ആവശ്യമുള്ളത് നല്ല നോക്കുക, അത് നല്ല വ്യക്തമായിട്ട് എന്തെങ്കിലും മൂവ് ചെയ്താൽ മാത്രം മതി. ഓക്കെ അല്ലേ? റെഡി? യെസ്, ഗുഡ്. ഒന്ന് പഠിക്കണ്ടേ? അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് പോവാം. മക്കളെ ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട് പറയുന്ന സമയത്ത് എനിക്കൊരു കാര്യം പ്രത്യേകം പറഞ്ഞു വെച്ചാൽ എല്ലാ കുട്ടികളും ചോദിക്കാറുണ്ട്, സാറേ ഏത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ വരാം, ഞാൻ എവിടുന്നാണ് വരാൻ പറഞ്ഞല്ലേ, അപ്പോൾ ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻ വരാം, എങ്ങനെ ലെവൽ മനസ്സിലാക്കാൻ പറ്റുമെന്നൊക്കെ ചോദിക്കാറുണ്ട് കുട്ടികൾ. അങ്ങനെ മക്കളെ ശ്രദ്ധിക്കാൻ ഞാൻ എന്തെങ്കിലും ചെയ്യുന്നൊരു കാര്യമാണ്. മക്കളെ ശ്രദ്ധിച്ച് കേട്ടിരുന്നു. ഞാൻ കുട്ടികളോട് പൊതുവേ പറഞ്ഞൊരു കാര്യം. ഓക്കെ, വരൂ നമുക്ക് പോവാം. ഒരുപാട് ആൾക്കാർ സെറ്റ്. വെരി ഗുഡ്. മക്കൾക്ക് എല്ലാവരും ക്ലാസ് മനസ്സിലായി വിചാരിക്കുന്നത്. എൻ്റെ മക്കൾ ഒരു കാര്യം കൂടി ചെയ്യേണ്ടത് വെച്ചാൽ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവേണ്ട ഓക്കെ ആണെങ്കിൽ മക്കൾ ഇത് നിങ്ങളെ ഫ്രണ്ട്സുകൾക്ക് ഒന്ന് ഷെയർ ചെയ്യാം. ഓക്കെ, അവർക്കും എന്തെങ്കിലും ഉപകാരപ്പെടും. ഓക്കെ, അത് മക്കൾ എപ്പോഴും ചെയ്യണം. നമ്മൾ ഒരു കാര്യം പഠിക്കാൻ സമയത്ത് അല്ലെങ്കിൽ ഒരു നന്മ ചെയ്യുന്ന ഒരു മെത്തേഡ് ഞാൻ പറയുന്നത്. നമ്മൾ കുറേ കുട്ടികൾ എന്ത് ചെയ്യും, നിങ്ങളെ ഫ്രണ്ട്സ് ഒരുപാട് കുട്ടികളുണ്ടാവും, പഠിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവും. അവർക്കിത് നോക്കുന്ന സമയത്ത് 1 hour ഒറ്റയടിക്ക് റിവിഷൻ കിട്ടും. ഫുൾ കാര്യങ്ങൾ അവിടെ സെറ്റായിട്ട് കിട്ടും.
ഓക്കെ, അതൊന്ന് മക്കൾ ചെയ്യാം. ഓക്കെ, റെഡി? ഈ ഉള്ള കണ്ടന്റ് തന്നെ സെറ്റാക്കാൻ എന്താണ് ഇവിടെ പെടുന്ന പാട്. സെന ദാറ്റ്സ് റൈറ്റ്. ഓക്കെ മക്കൾ, അത് ഒരു നല്ലൊരു കാര്യം കേട്ടോ. ഉള്ള കണ്ടന്റ് മാക്സിമം സെറ്റ് ചെയ്യുക. അല്ല നമ്മൾ അത് കൂടാതെ ഓവർ കണ്ടന്റിലേക്ക്, അല്ലെങ്കിൽ ഇനി അത് കൂടാതെ ഇനി വേറെ എന്തെങ്കിലും കണ്ടന്റ് പഠിക്കാത്തുണ്ടെങ്കിൽ അതിലേക്ക് ഇനി പോകാൻ നിൽക്കണ്ട. ഉള്ള കണ്ടന്റ് പല സെറ്റ് ചെയ്യാൻ മാക്സിമം അങ്ങോട്ട് വർക്കൗട്ട് ചെയ്യുക. അപ്പോൾ നോക്കി, ഞാൻ ഇന്ന് ക്വസ്റ്റ്യനിലേക്ക് പോകാൻ പാടേ. ക്വസ്റ്റ്യനിലേക്ക് പോകുന്ന സമയത്ത് ഞാൻ ഒരു കാര്യം പ്രത്യേകം പറയണം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കൺസേൺ, ഓക്കെ, കുട്ടികൾ പല കൺസേണും ചോദിക്കാറുണ്ട്. സാർ ഇപ്പോൾ ഇത് ലെവൽ എങ്ങനെ മനസ്സിലാക്കാം? മക്കളെ, ലെവൽ മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ ഒരുപാട് ബുക്ക് വെറുതെ റെഫർ ചെയ്യാൻ നിൽക്കണ്ട. ക്വസ്റ്റ്യൻ്റെ എക്സ്പെക്റ്റഡ് ലെവൽ, നോട്ട് എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻ കേട്ടോ. എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് ഏരിയാസ് ഞങ്ങൾക്ക് കാണിച്ചു തന്നു. ഫസ്റ്റ് തന്നെ ഞാൻ ഫുള്ള് റിവ്യൂ ആയിട്ടില്ല. ഇന്ന ലെവലിൽ നിങ്ങൾക്ക് ഇന്ന ഭാഗത്തിനൊക്കെ ക്വസ്റ്റ്യൻ വരുമെന്ന് പറഞ്ഞു. ഓക്കെ, എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻ ഏതാണെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റില്ല. എന്നാൽ എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻ ലെവൽ മക്കൾക്ക് മനസ്സിലാവണമെങ്കിൽ, ആ ലെവൽ മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നല്ല നോക്കിയാൽ മതി. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നല്ലോണം വർക്കൗട്ട് നോക്കിയാൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ എൻ്റെ മക്കൾക്ക് ഞാൻ എന്താ പറയുക ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, ഫുൾ ഓൾമോസ്റ്റ് മക്കളെ ശ്രദ്ധിക്കുക എന്ത് ചെയ്യുന്നത്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുന്നത് കറക്റ്റായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നത് കൊണ്ടുവന്നുണ്ട്. എല്ലാം ഒരുവിധ വർഷങ്ങളിലുള്ള എല്ലാ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സ്പെക്റ്റഡ് ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസിൽ ഉണ്ട്. ഒരുപാട് കുട്ടികളെന്നോ ചോദിച്ചിട്ടുണ്ട്. അതിനുള്ള സൊല്യൂഷൻ ഞാൻ പറയുന്നത് കേട്ടോ. നിങ്ങൾക്ക് നീറ്റ് ലെവൽ മനസ്സിലാക്കണമെങ്കിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുന്നത് ചെയ്ത് വയ്ക്കാൻ മതി. അപ്പോൾ ഏകദേശം ആ ഒരു ലെവലിലെ ക്വസ്റ്റ്യൻ വരുള്ളൂ. അതിൻ്റെ ഹൈക്ക് ലെവലിൽ ക്വസ്റ്റ്യൻ ഇല്ല നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഐഡിയൽ ക്വസ്റ്റ്യൻ സമയത്തില്ല, ഈ ലെവലില്ല, ഇതിനെക്കാളും കുറച്ച് കൂടുതൽ ലെവലിലാണ് എപ്പോഴും ക്വസ്റ്റ്യൻ വരാം. ആ ഒരു ഇത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഫുൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്തിരിക്കണം കേട്ടോ. മക്കൾക്ക് എന്തായാലും ഉപകാരപ്പെടും. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഇതെന്തൊക്കെ ആർക്കും എന്തൊക്കെ പറഞ്ഞല്ലോ, നന്മമാരോ? യെസ്, ഗുഡ്. മക്കളെ നോക്കിയേ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ 2017 വന്ന ക്വസ്റ്റ്യൻ ആണേ. നമുക്ക് എക്സ്റ്റേണൽ സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് പൊളിക്കാം. എല്ലാവരും റെഡിയാണ്? ഒന്ന് നല്ല അടിപൊളിയായിട്ടൊന്ന് കമൻസും ലൈക്കൊക്കെ ഒന്ന് ചെയ്ത്, അങ്ങനെ ആണെങ്കിൽ മാത്രം നമുക്കൊരു എനർജി കിട്ടുള്ളൂ. PDF ഗ്രൂപ്പിൽ എന്തായാലും ഞാൻ സ്റ്റാഫിന് ഇടാൻ പറയാം കേട്ടോ. ഞാൻ നിങ്ങളതൊന്ന് ജസ്റ്റ് വായിക്കുകയാണ്. റെഡി അല്ലേ? സ്റ്റാർട്ട് ചെയ്യല്ലേ? പൊളിക്കല്ലേ നമുക്ക്? ഓക്കെ മക്കൾ നോക്കിയേ. ഓക്കെ, അധികം ഞാൻ പഠിച്ചതും ക്വസ്റ്റ്യൻ റിലേഷൻ ഇല്ലാത്ത പോലെ ഉണ്ടാവും. അത് മക്കളെ ശ്രദ്ധിക്കുക, നിങ്ങളെ പ്രാക്ടീസിങ്ങിൻ്റെ കുറവാടാ. ഞാൻ പറഞ്ഞ ലെക്ക പ്രോസസ്സ് നേരത്തെ പറഞ്ഞു. ലെക്ക പ്രോസസ്സ്, കോൺസെൻട്രേറ്റ്, അണ്ടർസ്റ്റാൻഡ്, ദെൻ പ്രാക്ടീസ്. ഇത് മൂന്നും ഒരേ പ്രൊപ്പോഷൻ. നിങ്ങൾ എത്രത്തോളം പഠിക്കുന്നു അത്രത്തോളം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. അപ്പോഴും നിങ്ങൾക്ക് എന്ത് ചെയ്യുന്ന ആ ഒരു ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ആ ഒരു ലെവലുണ്ടാവുക. അപ്പോൾ നീ ആരാ പറഞ്ഞാൽ കുട്ടി പറഞ്ഞ ലെവലുണ്ടാവുക. അത് പതുക്കെ എന്ത് ചെയ്യുന്നത് ഉഷാറായി വരാച്ച കേട്ടോ. സോ നോക്കുക, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് മോചിച്ചു കേട്ടോ. ഒക്കെ നോക്കുക, ഫുൾ ഞാൻ അവിടെ എടുത്തിരിക്കുന്ന ഫുള്ള് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. എല്ലാം ഒറ്റൊരു ഭാഗം ക്വസ്റ്റ്യൻ പോലും ചെയ്യുന്നത് ഞാൻ പുറത്തുനിന്ന് എടുത്തില്ല. നിങ്ങൾക്ക് അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത് ഏകദേശം ഒരു ഐഡിയ കിട്ടുള്ളൂ. ആൻഡ് ഇതാണ് ഏറ്റവും നല്ല ഒരു സംഗതി വരുന്നത് കേട്ടോ. സോ ഓക്കെ, എക്സ്റ്റേണൽ പ്രഷർ ഈസ് അപ്ലൈഡ് ഓൺ എ ക്യൂബ് ഓഫ് എന്നാണ് 0 degree Celsius. ഓക്കെ, 0 degree Celsius. So that it is equally compressed from all sides. എല്ലാ സൈഡിനും ഈക്വലായിട്ട് കംപ്രസ് ചെയ്തു. K എന്ന് പറഞ്ഞാൽ is the bulk modulus of the material ആണെങ്കിൽ, and alpha is എന്താണ് coefficient of linear expansion ആണെങ്കിൽ, suppose we want to bring the cube to its original size by heating, the temperature should be raised by. So that's the question. So here in this case മക്കളെ നോക്കിയേ, അത് സിമ്പിളാടാ. ഒറിജിനൽ പൊസിഷനിലേക്ക് ഹീറ്റ് ചെയ്ത് കൊണ്ടുവരണമെങ്കിൽ ഞാൻ എത്രത്തോളം ടെമ്പറേച്ചർ കൊടുക്കണം? ആ റൈസ് ചെയ്ത ടെമ്പറേച്ചർ എന്താണെന്ന ക്വസ്റ്റ്യൻ. നോക്കിയേ, നമുക്ക് എല്ലാവർക്കും അറിയാം ബൾക്ക് മോഡുലസ് എന്നാണ്. K ഈസ് ഈക്വൽ, ഇവിടെ K എന്ന് പറഞ്ഞിട്ടോ, സാധാരണ B കൊടുക്കുക. K എന്ന് പറഞ്ഞത് ദാറ്റ് ഈസ് ഈക്വൽ ടു മക്കളെ എന്താ അറിയോ? ദാറ്റ് ഈസ് ഈക്വൽ ടു എല്ലാവർക്കും അറിയാം ഡെൽറ്റ P. സോ ഇവിടെ എക്സ്റ്റേണൽ പ്രഷർ P എന്ന് പറഞ്ഞുകൊണ്ട് എന്താ ഡെൽറ്റ P എന്ന് പറയാം. P എന്ന് കൊടുത്തേ, P ബൈ എന്താണ് എസ് മൈനസ് ഡെൽറ്റ V ബൈ V എന്ന് ഞാൻ കൊടുത്തു. ഇനി മൈനസ് കൊടുത്താലും പ്ലസ് കൊടുത്താലും കുഴപ്പമില്ല. മൈനസ് ജസ്റ്റ് ഇൻഡിക്കേറ്റ് എന്താണ് കംപ്രഷൻ ചെയ്തത് മാത്രം ഇൻഡിക്കേറ്റ് കേട്ടോ. സോ ഫ്രം ദിസ് നോക്കിയേ ഡെൽറ്റ V ബൈ V, ഞാൻ പറയാം മൈനസ് ജസ്റ്റ് എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്തത്, കംപ്രസ് ചെയ്ത് മാത്രം ഇൻഡിക്കേറ്റ് ചെയ്യണം കേട്ടോ. ഫ്രം ദിസ് ഡെൽറ്റ V ബൈ V ദാറ്റ് ഈസ് ഈക്വൽ ആണ് P ബൈ K എന്ന് വരും. ഇക്വേഷൻ നമ്പർ 1. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ നോക്കിയേ, നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഡെൽറ്റ V ബൈ V എന്താണ്? ദാറ്റ് ഈസ് ഈക്വൽ ഗാമ ഇൻറ്റു ഡെൽറ്റ T അല്ലേ? പണി കഴിഞ്ഞ് കണ്ടോ. ഇക്വേഷൻ നമ്പർ 2. സോ ഇക്വേഷൻ നമ്പർ 1 and 2 പ്രകാരം, ഓക്കെ, ഇക്വേഷൻ നമ്പർ 1 and 2 പ്രകാരം നമുക്ക് പറയാൻ പറ്റും ദർഫോർ എന്താണ് P ബൈ K ദാറ്റ് ഈസ് ഈക്വൽ ടു ഗാമ ഇൻറ്റു ഡെൽറ്റ T. സോ ദാറ്റ് ഡെൽറ്റ T ദാറ്റ് ഈസ് ഈക്വൽ ടു P ബൈ ഗാമ ഇൻറ്റു K എന്ന് വരും. റെഡി? മക്കൾക്ക് എല്ലാവർക്കും അറിയാം ഗാമ എന്ന് പറഞ്ഞാൽ എന്താണ്? കോഎഫിഷ്യന്റ് ലീനിയർ എക്സ്പാൻഷൻ ആക്കുന്ന സമയത്ത് ഗാമ ഈസ് ഈക്വൽ എന്താണ് 3 ആൽഫ വരുന്നത് അല്ലേ? സോ ഹിയർ എന്ത് വരും? ദാറ്റ് ഈസ് ഈക്വൽ ടു P ബൈ 3 ആൽഫ K ആണ്. മക്കൾ ആലോചിക്കണേ,
ഇത് നീറ്റിലെ ക്വസ്റ്റ്യൻ ആലോചിക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. നോക്ക് എത്ര സിമ്പിളായിട്ട് മൂവ് ചെയ്യാൻ പറ്റും. നമ്മൾ വിചാരിച്ചമാരും എന്തെന്ന് നമ്മൾ മനസ്സിൽ വിചാരിക്കുന്ന അത്ര ഭയങ്കര ടഫൊന്നുമല്ലടാ നീറ്റ്. സിമ്പിളായിട്ട് തന്നെ മൂവ് ചെയ്യാൻ പറ്റും. നിങ്ങൾ പേടിക്ക് ഒഴിവാക്കുക, നല്ലോണം വർക്കൗട്ട് ചെയ്താൽ മാത്രം മതി. Okay, so here when we go for the answer, which one is the right answer? Yes, option 3 is the right answer. എൻ്റെ മക്കൾ ഓക്കെ ആണോ? നോക്കണം, 2017 വന്ന ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ഒരു കാര്യമുണ്ട്, 2017 വന്ന ക്വസ്റ്റ്യൻ പറയുന്ന സമയത്ത് ഞാൻ നിങ്ങളോട് പേഴ്സണൽ കാര്യം വെച്ചാൽ ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന ക്വസ്റ്റ്യനേക്കാളും ഒരു തരി എന്തെന്ന് ലെവൽ കുറവായിരിക്കും ഈ വർഷം വരും കേട്ടോ. ഓഫ് കോഴ്സ് ഡ്യൂ ടു കൊറോണ, അതൊന്നും മനസ്സിലാച്ചു. പക്ഷേ അത് വെച്ച് നിങ്ങൾ ഭയങ്കര സിമ്പിളാക്കും വേണ്ട കേട്ടോ. ഞാൻ ഓവർ കണ്ടൻറ്റ് വേണമെന്ന് പറഞ്ഞിട്ടുള്ളൂ, ഭയങ്കര സിമ്പിളാക്കി നിങ്ങൾ കരുതും വേണ്ട. ഓക്കെ, റെഡി? ഞാൻ പറയാൻ പേടിയാ കുട്ടികൾ നിങ്ങൾ വളരെ സിമ്പിൾ. യെസ്, ഭയങ്കര സിമ്പിളായിട്ടല്ലേ മൂവി. ലാസ്റ്റ് നമ്മളെന്ത് ചെയ്ത് നിങ്ങളെല്ലാവരും എന്തെങ്കിലും തെറി വിളിക്കുകയും ചെയ്യും. അത് വേണ്ട. ഓക്കെ, എന്നാൽ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. യെസ്, ദാ ക്വസ്റ്റ്യൻ നമ്പർ 2. ഓക്കെ, ഇത് 2017 വന്ന ക്വസ്റ്റ്യൻ ആണ്. യു ക്യാൻ ചെക്ക്. മക്കളെ നോക്കിക്കേ, എ സ്പെരിക്കൽ ബ്ലാക്ക് ബോഡി. ഇപ്പോൾ നേരത്തെ എന്താ ബ്ലാക്ക് ബോഡി റേഡിയേഷനുമായി ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻ വരും വെച്ചപ്പോൾ അതാണ് ക്വസ്റ്റ്യൻ നോക്കിയോ. എ സ്പെരിക്കൽ ബ്ലാക്ക് ബോഡി വിത്ത് റേഡിയസ് എന്നാണ് ഓഫ് 12 cm, റേഡിയേറ്റ് എന്താണ് 450 watt പവർ അറ്റ് 500 Kelvin. ഓക്കെ, ഇഫ് ദ റേഡിയസ് വർ ഹാഫ്ഡ്, റേഡിയസിന് പകുതിയാക്കി, ആൻഡ് ടെമ്പറേച്ചർ എന്താണ് ഡബിൾ ആക്കി. ഓക്കെ, ടെമ്പറേച്ചർ ഡബിൾ ആക്കി, ദ പവർ റേഡിയേറ്റഡ് ഇൻ വാട്ട് വിൽ ബി? ദാറ്റ്സ് ദി ക്വസ്റ്റ്യൻ. ഓക്കെ, സോ ഹിയർ മക്കളെ ശ്രദ്ധിക്കുക, ഒറ്റയ്ക്ക് പറയാൻ പറ്റും. ഇവിടെ എന്താണ് ദ ഫസ്റ്റ് റേഡിയസ് R1 എന്ന് പറഞ്ഞാൽ എന്താണ്, ദാറ്റ് ഇസ് എന്താണ് 12 cm വരുന്നത്. ആൻഡ് R2 എന്ന് പറഞ്ഞാൽ എത്രയാണ് വരുന്നത്? സെക്കൻഡ് വൺ ഹാഫ് മീൻസ് എന്താണ് 6 cm വരുന്നത് അല്ലേ? റെഡി? ആൻഡ് നോക്കിക്കേ, ടെമ്പറേച്ചർ ഡബിൾ വിച്ച് മീൻസ് T1 എന്ന് പറഞ്ഞ ടെമ്പറേച്ചർ, ഫസ്റ്റ് വണ്ണിൻ്റെ ടെമ്പറേച്ചർ 500 Kelvin ആണ് വരുന്നത്. അപ്പോൾ T2 എന്താ വരിക? ഒബ്വിയസ്ലി 1000 Kelvin. ഡബിൾ ആക്കി ആയതല്ലേ 1000 Kelvin. അവിടെ ജസ്റ്റ് എഴുതുന്നുള്ളൂ കേട്ടോ. ആൻഡ് ഹിയർ P1 എന്ന് പറയുന്നത് എന്താണ്? യെസ്, എത്ര പറഞ്ഞാൽ മക്കളെ 450 ആണ്. സോ വി ഹാവ് ടു ഫൈൻഡ് എന്താണ് P2 ആണ് നമ്മൾ കാണേണ്ടത്. ദാറ്റ്സ് ദി ക്വസ്റ്റ്യൻ. മക്കളെ എങ്ങനെ ചെയ്യാൻ പറ്റും? ഇതാ നമ്മൾ നോർമലി പഠിച്ച ഇക്വേഷൻ തന്നെ. ഏത് ഇക്വേഷൻ ഏതാണ് മക്കളെ? യെസ്, ഇവിടെ P എന്ന് പറയുന്നത് ഏതാ? സ്റ്റീഫൻസ് ലോ ഓഫ് റേഡിയേഷൻ ആണ്. P എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ഇസ് ഈക്വൽ ടു സിഗ്മ. റെഡി? സിഗ്മ A T⁴. ഇവിടെ ഞാൻ പറഞ്ഞില്ലേ എമിസിവിറ്റി എന്തെങ്കിലും പൊതുവെ എടുക്കാറില്ലേ? E = 1 കൊടുക്കുക ചെയ്യാറ്. ഞാൻ ഫുള്ള് കാണിക്കാതെ നേരത്തെ കാണിച്ചു കേട്ടോ. എമിസിവിറ്റി നമ്മൾ എടുക്കാറില്ല. ജസ്റ്റ് എന്തെങ്കിലും ഇവിടെ ഇങ്ങനെ സിഗ്മ A × T⁴ എന്ന് കൊടുത്താൽ മതി. ഇനി എമിസിവിറ്റി എന്തെങ്കിലും വാല്യൂ കൊടുക്കുന്ന സമയത്ത് മാത്രം നിങ്ങൾ എടുത്താൽ മതി. റെഡി? സോ P = സിഗ്മ A T⁴. ദാറ്റ് ഇസ് ഈക്വൽ ടു മക്കളെ ശ്രദ്ധിക്കുക സിഗ്മ. നോക്കിയാൽ ഇവിടെ സ്പിയറാണ് പറയുക അല്ലേ? സോ ഹിയർ എന്ത് വരും? സ്പെരിക്കൽ ബ്ലാക്ക് ബോഡിയാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? സോ ഓഫ് കോഴ്സ് എന്താണ് ഇവിടെ എന്ത് വരും മക്കളെ? പറയാൻ പറ്റുമോ? ഇനി 1 ഇൻറ്റു എന്താണ്? യെസ്, A വരുന്ന സമയത്ത് 4πr² എന്ന് വരും അല്ലേ? ഓക്കെ, ഞാൻ എന്ത് ചെയ്യുന്നത് ജസ്റ്റ് 4πr² വരുന്ന സമയത്ത് 1 സെക്കൻഡ്, അത് വേറെ നമുക്ക് എക്സ്ട്രാ ചെയ്തേണ്ട ആവശ്യമില്ല. 1 സെക്കൻഡ്, 4πr² വരും. സോ ഹിയർ P എന്ന് പറയുന്നത് ദാറ്റ് ഇസ് ഈക്വൽ അല്ലെങ്കിൽ ദാറ്റ് ഇസ് പ്രൊപ്പോർഷണൽ എന്നാണ്. യെസ്, എന്താണ് R² × T⁴ എന്ന് വരും. കാരണം 4π ഒക്കെ ക്യാൻസൽ ആയി പോകും. സോ അല്ല സോറി ഹിയർ 4π ഒക്കെ എന്താണ് ഒക്കെ കോൺസ്റ്റന്റ് വാല്യൂ ഇല്ലേ? സോ അതെല്ലാം കൂടി എടുത്ത് ഞാൻ പ്രൊപ്പോർഷണാലിറ്റി അങ്ങ് കൊടുത്തു. സോ P എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ R² × T⁴ എന്ന് വരും. ഇനി മക്കൾ ഡയറക്റ്റ് ചെയ്തോ, സിമ്പിളായി ചെയ്യാൻ പറ്റും. എങ്ങനെ ചെയ്യാൻ പറ്റും? ദർഫോർ എങ്ങനെ ചെയ്യാൻ പറ്റും മക്കളെ? P2/P1 ദാറ്റ് ഇസ് ഈക്വൽ ടു എന്താണ് R2/R1 all² ഇൻറ്റു T2/T1 all²4. നേരെ കൊടുത്തു. സോ P2 എന്താണ് 450 ദാറ്റ് ഇസ് ഈക്വൽ ടു R2 എത്ര വരുന്ന R2 6 അല്ലേ? 6/12 all² ഇൻറ്റു T2 എത്ര വരുന്ന T2 1000/500 all²4. വെട്ട് ഫുള്ള് വെട്ട് കുത്ത്. So 2 times and here also 2 times. So ഇവിടെ 1/2² എന്ന് വരില്ലേ? 1/2² ഇൻറ്റു 2⁴ എന്ത് വരുന്ന സമയത്ത് എന്ത് വരും? യെസ്, P2/450 ദാറ്റ് ഇസ് ഈക്വൽ എന്നാണ്. യെസ്, 4 എന്ന് വരും. റെഡി അല്ലേ? ഫ്രം ദിസ് നേരെ കൊടുത്തു കഴിഞ്ഞ് ഫ്രം ദിസ് എന്താണ്? P2 ഈസ് ഈക്വൽ എന്നാണ് 4 × 450. സോ സിംപ്ലി എന്താണ്? ദാറ്റ് ഇസ് ഈക്വൽ എന്നാണ് 1800 എന്ന് വരും. വാട്ട് ഈസ് ദ റൈറ്റ് ആൻസർ? എത്ര പേർക്ക് ആൻസർ കിട്ടി? യെസ്, വെരി ഗുഡ്. ഒരുപാട് കുട്ടികളെ ആൻസർ പറഞ്ഞു. ദാറ്റ്സ് ഗ്രേറ്റ്. സോ ഓപ്ഷൻ 3 ഈസ് ദി റൈറ്റ് ആൻസർ. കണ്ടോ? നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മക്കൾ മനസ്സിലാക്കിയോ, നിങ്ങൾ നീറ്റിന് ഓക്കെയാണ്. ഇനി അതന്നെ കുറച്ചും കൂടി നിങ്ങൾ സ്ട്രോങ് ആക്കിയാൽ മതി. ഓക്കെ, നിങ്ങൾ തറ എന്തായാലും ഓക്കെയാണ്. ഇനി അത് വെച്ച് നിങ്ങൾ ബിൽഡപ്പ് ചെയ്ത് ബിൽഡിംഗ് ഉണ്ടാക്കി പോയാൽ മതി. റെഡി? ക്ലിയർ? യെസ്,
Then the third one, the 2017 വന്ന ക്വസ്റ്റ്യാണ്. ഇവിടെ മക്കളെ നിങ്ങൾക്ക് നിങ്ങൾ ഡയഗ്രം മിസ്സിങ് ആട്ടോ. ആ ഡയഗ്രം ജസ്റ്റ് വരയ്ക്കുകയാണേ. ഇതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം, വെറുതെ പറയില്ല, വേണമെങ്കിൽ നെറ്റിൽ ചെക്ക് ചെയ്യാവുന്ന കാര്യം കേട്ടോ. കറക്റ്റ് വന്ന കാര്യമാണ് പറയുന്നത് കേട്ടോ. ഇതാ പാരലൈറ്റിൽ നിന്ന് ഉള്ള കോമ്പിനേഷനാണ് കാണിക്കുന്നത്. ആൻഡ് ദാറ്റ് ഇസ് എന്താണ് ഹിയർ ഫസ്റ്റ് വൺ ഈസ് K1, സെക്കൻഡ് വൺ ഈസ് K2. ഇവിടെ ഏരിയ സെയിം ആണ്, ഏരിയ കൊടുത്തില്ലെങ്കിൽ ഏരിയ ഇവിടെ സെയിം ആണ് വരുന്നത്. ഓക്കെ, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ സെയിം ആണ്. ഈ മക്കൾ നോക്കിയോ, ഇത് നിങ്ങൾക്ക് ഡയറക്റ്റ് പറയാൻ പറ്റുന്ന കാര്യം കേട്ടോ. 2 rod A and B of എന്താണ് ഡിഫറെൻറ്റ് മെറ്റീരിയൽ ആർ വെൽഡഡ് ടുഗദർ ആസ് ഷോൺ ദി ഫിഗർ. വെൽഡഡ് ടുഗദർ ആകുമ്പോൾ എന്തായാലും പാരലൈറ്റ് വരുന്നത് കേട്ടോ. ആൻഡ് ഹിയർ മക്കളെ ഇത് തന്നിരിക്കുന്നത് കേട്ടോ, ഡയഗ്രം തന്നിരിക്കുന്നതാണ്, ഞാൻ ഇതിൽ കൊടുക്കാൻ വിട്ടു, അതുകൊണ്ടാണ് ഞാൻ നേരെ വരച്ചിരിക്കുന്നത്. സോ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ K1 and K2 ആണ് അതിൻ്റെ തെർമൽ കണ്ടക്റ്റിവിറ്റി ആണെങ്കിൽ ദ തെർമൽ കണ്ടക്റ്റിവിറ്റി ഓഫ് ദി കോമ്പോസിറ്റ് റോഡ് വിൽ ബി, ദാറ്റ്സ് ദി ക്വസ്റ്റ്യൻ. മക്കളെ ഇക്വേഷൻ അറിയാം, എന്താ ഡയറക്റ്റ് പറയാൻ പറ്റും. ഇക്വേഷൻ എന്താ ചെയ്യുന്നത്, K ഈക്വലൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു K1 A1 പ്ലസ് എന്താണ് K2 A2 ഓൾ ഡിവൈഡ് ബൈ A1 പ്ലസ് A2 അല്ലേ, ഓർമ്മയില്ലേ? എന്ത് പറ്റിയാറില്ല, ചെറുതായിട്ടൊന്ന് സ്ലിപ്പ് ആവുണ്ട് എടുക്കുക. അതുകൊണ്ട് ഓൾറെഡി നമ്മളെ ഹാൻഡ് റൈറ്റിംഗ് നല്ല വൃത്തികേടാണ്, അപ്പോൾ ഇതും കൂടി ആകുമ്പോൾ നല്ല കോമഡി ആവും. ഓക്കെ, സോ ഹിയർ A1 ഈസ് ഈക്വൽ A2 ഈസ് ഈക്വൽ A ആവുന്ന സമയത്ത് K ഈക്വൽ ഈസ് ഈക്വൽ എന്നാണ് K1 പ്ലസ് K2 ബൈ 2. ദാറ്റ്സ് ദ റൈറ്റ് ആൻസർ. നോക്കണേ, നീറ്റിലെ ക്വസ്റ്റ്യൻ ഞാൻ ഡിസ്കസ് ചെയ്ത് നോക്കണം, നീറ്റിൽ വന്ന ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം മനസ്സിലായിരിക്കുമോ നമ്മൾ ഇപ്പോൾ എത്രത്തോളം ഡിസ്കസ് ആ കാര്യങ്ങളൊക്കെ ഇത് ഇൻക്ലൂഡാണ്. റെഡി? യെസ്. സോ ഹിയർ ഓപ്ഷൻ വരുന്ന സമയത്ത് ഓപ്ഷൻ യെസ് എന്താണ് ഡി ഈസ് റൈറ്റ് ആൻസർ. ഒരുപാട് കുട്ടികൾ ആൻസർ ചെയ്ത് ദാറ്റ് വാസ് ഗ്രേറ്റ്. ദെൻ നെക്സ്റ്റ് വൺ ഇതാ മക്കളെ 2016 അങ്ങനെന്തുവാണ് തോന്നുന്നത്, ഞാനതിൻ്റെ ഹിയർ ഓർക്കുന്നില്ല. ക്വസ്റ്റ്യൻ നോക്കിക്കോ. എ പീസ് ഓഫ് ഐസ് falls from a height h എന്ന ഹൈറ്റിൽ നിന്ന് ഒരു ഐസ് നിന്ന് fall ചെയ്തു. സോ ദാറ്റ് ഇറ്റ് മെൽറ്റ് കംപ്ലീറ്റ്ലി. Only 1/4 of the heat produced is absorbed by the ice, and all energy of ice get converted into heat during its fall. The value of h is. So that's the question. എങ്ങനെ ചെയ്യാൻ പറ്റും കറക്റ്റ് ആലോചിക്കുക, എങ്ങനെ ചെയ്യാൻ പറ്റും നോക്കിക്കേ. ഇവിടെ നോക്ക്, 1/4 of the heat produced is absorbed by the ice, and all energy of ice get എന്താണ് converted into heat during its fall. Okay, so the value of height is here in this case മക്കളെ 1/4 ഓഫ് എന്താണ് ആ ഹൈറ്റ് കാരണം നമുക്ക് താഴോട്ട് വീഴുന്ന കാരണം ശ്രദ്ധിക്കുക, ഐസ് മെൽറ്റായി. ഓക്കെ, ഐസ് മെൽറ്റ് ചെയ്യുന്ന സമയത്ത് 1/4 ഓഫ് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്ത് ആ എന്തെയ്യുന്ന ഹൈറ്റിന് എന്തെങ്കിലും താഴോട്ട് ഇടുന്നത് കാരണം അല്ലേ. സോ ഇൻ ദിസ് കേസ് നോക്കി, ഇൻ ദിസ് കേസ് ദ mgh/4 ദാറ്റ് ഈസ് ഈക്വൽ ആണ് m ഇൻറ്റു എൽ ആണ്. mgh/4 ദാറ്റ് ഈസ് ഈക്വൽ ടു m ഇൻറ്റു എൽ ആണ് വരുന്നത്. ഇതാണ് ഇക്വേഷൻ, ദാറ്റ്സ് ഇറ്റ്. സോ ഹിയർ m ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് h ഈസ് ഈക്വൽ ടു മക്കളെ എന്താ അറിയോ 4l/g ആ വരിക. 4l/g ഡയറക്റ്റ് കൊടുത്ത് യു ഗെറ്റ് ദി ആൻസർ. പ്ലീസ് നോട്ട് ഇറ്റ് ആൻഡ് പ്ലീസ് ഡു ഇറ്റ് നൗ. പെട്ടെന്ന് ചെയ്തേ. സോ പ്ലീസ് ടെൽ മീ ദി ആൻസർ നൗ. സോ വാട്ട്സ് ദി ആൻസർ ഹിയർ? mgh/4 അല്ലേ ആൻസർ, എന്താണെന്ന് ചോദിക്കുന്നത്? അതിൻ്റെ എല്ലാ വാല്യൂം കൊടുത്തിട്ടുണ്ട്, നേരെ കൊടുക്കാം. എങ്ങനെ വരും ആൻസർ? ഹിയർ എന്താണ് 4 into 3 point എന്താണ് 4 into 10⁵ all divide by 10. റെഡി? 10 ക്യാൻസൽ ചെയ്ത് 4 times and 4 into 3.14 എന്ന് പറഞ്ഞാൽ 13.6 എന്ന് വരും. റൈറ്റ്? അപ്രോക്സിമേറ്റ് 13.6 into എന്താണ് 10⁴ എന്ന് വരും, അഥവാ 136 kilometer is the right answer. Ready? So when we go for the option ഏത് വരുന്നത്? yes, 3 is the right answer. നോക്കണേ, ഞാൻ വീണ്ടും നിങ്ങൾ ഓർമ്മിപ്പിക്കാൻ, ഇതൊക്കെ നീറ്റിൽ വന്ന ക്വസ്റ്റ്യൻസ് ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം, വെറുതെ പറഞ്ഞൊക്കെ ചെക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടും. അതുകൊണ്ടാണ് ഇതന്നെ ഞാൻ എടുത്ത് നിൽക്കാം കേട്ടോ. ദ നെക്സ്റ്റ് വൺ വീണ്ടും ദ ബ്ലാക്ക് ബോഡീൻ്റെ കേസാണ് വരുന്നത് കേട്ടോ. 2016 ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, ബ്ലാക്ക് ബോഡി റേഡിയേഷനുമായി ബന്ധപ്പെട്ട കാര്യം വരുന്നത്. എ ബ്ലാക്ക് ബോഡി ഈസ് അറ്റ് temperature of 5760. The energy of radiation emitted by the body at a wavelength 250 nanometer is U1. അപ്പോൾ 250 എന്ന് പറഞ്ഞ എനർജി 250 എന്ന വേവ് ലെങ്ത്തിൽ ഉണ്ടാവുന്ന
250 നാനോമീറ്റർ എന്ന് പറഞ്ഞ വേവ് ലെങ്ത്തിൽ ഉണ്ടാകുന്ന എനർജി എന്ന് പറഞ്ഞാൽ U1 ആണ്. അതേപോലെ നോക്കിയേ അറ്റ് ദി വേവ് ലെങ്ത്ത് 500 നാനോമീറ്റർ ആണെങ്കിൽ അതിൻ്റെ എനർജിയാണ് U2 ആണ്. ആൻഡ് ദാറ്റ് ഓഫ് എന്താണ് 1000 നാനോമീറ്റർ ആണെങ്കിൽ അതിൻ്റെ എനർജി കറസ്പോണ്ടിങ് U3 ആണ്. സോ വിങ്സ് ഡിസ്പ്ലേസ്മെൻറ്റ് B ഇസ് ഈക്വൽ എന്താണ് കൊടുത്തിട്ടുണ്ട് 2.8. നമുക്ക് 2.9 × 10⁶ എന്ന് കൊടുക്കാം കേട്ടോ. ഇവിടെ നാനോമീറ്ററിലായതുകൊണ്ടാണ് കേട്ടോ 10⁶ വരുന്നത്. നാനോമീറ്റർ കെൽവിനിലായതുകൊണ്ടാണ് 10⁶ എന്ന് കൊടുത്തിരിക്കുന്നത് കേട്ടോ. സോ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് കറക്റ്റ്? ദാറ്റ്സ് ദി ക്വസ്റ്റ്യൻ. എങ്ങനെ ചെയ്യാൻ പറ്റും? എനി വൺ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ എങ്ങനെ ചെയ്യാൻ പറ്റുന്നത്? ഹിയർ ആദ്യം മനസ്സിലാക്കേണ്ട വെച്ചാൽ നമുക്ക് നമ്മൾ വിങ്സ് ഡിസ്പ്ലേസ്മെൻറ്റ് ലോ പ്രകാരം ഏറ്റവും മാക്സിമം വേവ് ലെങ്ത് എപ്പോഴാണ് നോക്കാം. ലാംഡ എം ഇൻറ്റു ടി ദാറ്റ് ഇസ് ഈക്വൽ എന്താണ് കോൺസ്റ്റൻ്റ് അല്ലേ. ദാറ്റ് ഇസ് ഈക്വൽ തന്നുകൊണ്ട് 2.9 കൊടുക്കുക ഇൻറ്റു 10⁶. സോ ഫ്രോം ദിസ് ലാംഡ എം മാക്സിമം വേവ് ലെങ്ത് the wavelength corresponding to maximum energy നമുക്ക് നോക്കാം. wavelength corresponding to maximum energy നമുക്ക് നോക്കാം. that is equal to C/T. that is equal to 2.9 into 10⁶ by temperature എത്രയാണ് 5760. മക്കൾ ചെയ്ത് നോക്കുന്ന സമയത്ത് എന്തായാലും അപ്രോക്സിമേഷൻ 2.9 into 10⁶ by എന്താണ് 5000 സംതിങ് എന്ന സമയത്ത് എന്തായാലും മക്കൾ ശ്രദ്ധിക്കുക 500 സംതിങ് വരുള്ളൂ ആൻസർ. 500 സംതിങ് വരുള്ളൂ. റെഡി? ഓക്കെ. പിന്നെ ഇത് നമ്മൾ എടുക്കുന്നത് എന്തായാലും നാനോമീറ്ററിലല്ലേ. 500 സംതിങ് 500 ഐ തിങ്ക് 500 സംതിങ് വരുള്ളൂ ആൻസർ. ഓക്കെ, ഞാൻ അപ്രോക്സിമേറ്റ് ആണ് 500 എന്ന് എടുത്തു. അപ്പോൾ നോക്കിയേ ദ മാക്സിമം എനർജി കറസ്പോണ്ടിങ് ടു എന്താണ് വേവ് ലെങ്ത് എന്ന് പറയുന്നത്. കറസ്പോണ്ടിങ് ടു വേവ് ലെങ്ത് അല്ലെങ്കിൽ നേരെ തിരിച്ച് ദ വേവ് ലെങ്ത് കറസ്പോണ്ടിങ് ടു മാക്സിമം എനർജി എന്ന് പറഞ്ഞാൽ മക്കൾ എന്താണ് 500 നാനോമീറ്റർ ആണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ എനർജി ഉണ്ടാകുന്നത് എപ്പോഴാണ്? 500 നാനോമീറ്റർ ആവുന്ന സമയത്താണ്. സോ നമുക്ക് പറയാൻ പറ്റും ഹിയർ എന്താണ് ഫ്രം ദിസ് നമുക്ക് പറയാൻ പറ്റും ഇവിടെ U2 ആണ് എന്താണ് U1 അതേപോലെ U3 കൂടുതൽ. സോ ഓഫ് കോഴ്സ് എന്താണ് ഹിയർ U2 is greater than U1 is the right answer. So when we go for the option ഏതാ മക്കൾ വരുന്നത്? Which one is the right answer? You can decide the right answer. Here option 4 is the right answer. Fine. ടെമ്പറേച്ചർ കുറയുമ്പോൾ വെച്ചു ടെമ്പറേച്ചർ കുറയുന്നതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം നമുക്ക് ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല ഈ ഒരു ക്വസ്റ്റ്യനിൽ മക്കളെ. ഇവിടെ എന്താ ചെയ്യുക വെച്ചാൽ നമ്മൾ ഇവിടെ മാക്സിമം എനർജീൻ്റെ കറസ്പോണ്ടിങ് ആയാലും വേവ് ലെങ്ത് ചെക്ക് ചെയ്യുക. ആ വേവ് ലെങ്ത് ഏകദേശം 500 സംതിങ് വരുന്ന സമയത്ത് ഏറ്റവും മാക്സിമം എനർജി ഉണ്ടാകുന്നത് എവിടെയാണ്? ഇവിടെയാണുള്ളത്. എന്തായാലും അതിനേക്കാളും കുറവായിരിക്കും രണ്ട് കേസും. കാരണം നിങ്ങൾക്കറിയാം ഗ്രാഫ് എങ്ങനെ വരുന്നത്? എങ്ങനെയല്ലേ ഗ്രാഫ് വരുന്നത് എനർജിയും അതുപോലെ വേവ് ലെങ്ത് തമ്മിലുള്ള ഗ്രാഫ് ഇങ്ങനെ വരുന്നത് അല്ലേ. സോ മാക്സിമം എനർജി മാക്സിമം എനർജി ഇവിടെ വരികയാണെങ്കിൽ അതിൻ്റെ മുൻവശത്തും അതുപോലെ ബാക്ക് വശത്തും നോക്കുന്ന സമയത്ത് അവിടെ എന്ത് ചെയ്യുന്നത് എന്തായാലും എനർജി കുറവായിരിക്കും. സോ അതുകൊണ്ടാണ് ഞാൻ നേരെ എന്ത് ചെയ്യുന്നത് U1 is എന്താണ് ഗ്രേറ്റർ ദാൻ U2 ദാറ്റ് ഈസ് എന്താണ് ലെസ് ദാൻ എന്താണ് U3 എന്ന് വരയ്ക്കുന്നത്. ഫൈൻ. Hope you understand the question, right? So the option 4 is the right answer. Next question പോവാം. റെഡിയാണോ? ആരും ഇല്ലേ? Next question. The famous question. I think എല്ലാവരും എപ്പോഴും ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ 2016 വന്ന ക്വസ്റ്റ്യൻ അത്. The famous question. നമുക്ക് എന്താ ക്വസ്റ്റ്യൻ നോക്കിയേ. The coefficient of linear expansion of brass and steel rod are alpha 1 and alpha 2. The length of the brass rod and steel rod തന്നിട്ടുണ്ട് L1 and L2 respectively. If the L2 minus L1 is maintained same, which means ഇവിടെ എന്താണ് delta L1 that is equal to delta L2. അതാണ് മക്കൾ ശ്രദ്ധിക്കുക പറഞ്ഞിരിക്കുന്നത് കേട്ടോ. L2 minus L1 is maintained the same എന്ന് പറഞ്ഞാൽ എന്താണ് the length difference എന്നാണ് സെയിം ആണ്. ഓക്കെ, അറ്റ് ഓൾ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ് ഡെൽറ്റ ടി എന്താണ് കോൺസ്റ്റൻ്റ് ആണ്, അത് മാറുന്നില്ല. ഓക്കെ, അങ്ങനെ വരുന്ന സമയത്ത് മക്കൾ ദ റിലേഷൻ ബിറ്റ്വീൻ ദ ഫോളോയിങ് റിലേഷൻ ഏതാണ് ഹോൾഡ് ഗുഡ് എന്ന ക്വസ്റ്റ്യൻ. ഓക്കെ മക്കളെ നോക്കി ഇവിടെ ഹിയർ ഡെൽറ്റ L1 ഇസ് ഡെൽറ്റ L2 ആണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം ആൽഫ ഇസ് എന്താണ് ഡെൽറ്റ L ബൈ L ഡെൽറ്റ ടി ആണ് വരുന്നത്. റെഡി? ഫ്രം ദിസ് നോക്കിക്കേ, ഫ്രം ദിസ് ഡെൽറ്റ L എന്ന് പറഞ്ഞാൽ എന്താണ് ആൽഫ L ഡെൽറ്റ ടി അല്ലേ മക്കളെ. നേരെ വാല്യൂ കൊടുത്തോ, ഈ വാല്യൂ നേരെ കൊടുത്തോ. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ L1 നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും ആൽഫ 1 L1 ഡെൽറ്റ ടി സെയിം ആണ് പറഞ്ഞിട്ട്. ദാറ്റ് ഈസ് ഈക്വൽ എന്നുള്ള ആൽഫ 2 L2 ഡെൽറ്റ ടി. ഒന്നുമില്ല മക്കളെ, ഈ ഡെൽറ്റ ടി ക്യാൻസൽ ചെയ്യുന്നു. സോ വി ഗെറ്റ് ആൽഫ 1 L1 ദാറ്റ് ഈസ് ഈക്വൽ ടു ആൽഫ 2 L2. ഇതിന് പല മെത്തേഡ് ഉണ്ട്, ഏതാണ് ഏറ്റവും ഈസിയസ്റ്റ് മെത്തേഡ് നേരെ യൂസ് ചെയ്തോ, പണി കിട്ടിയതായിരിക്കും. സോ വിച്ച് വൺ ഇസ് റൈറ്റ് ആൻസർ ഹിയർ? ഓപ്ഷൻ ഏത് വരുന്നത്? ഓപ്ഷൻ 4 is the right answer.
ക്വസ്റ്റ്യൻ മാത്രം ചെയ്യുമ്പോൾ ബോറടിക്കണ്ടോ? ഇതിന് പല ആൾക്കാർ പല രീതിയിലും മെത്തേഡ് യൂസ് ചെയ്യേണ്ട, അതിനൊന്നും ആവശ്യമില്ല. ഞാൻ ഈ പറഞ്ഞ മെത്തേഡ് ചെയ്താൽ മതി. ദാറ്റ്സ് ഇറ്റ്. അടുത്തതിലേക്ക് പോവാം. മക്കളൊന്ന് പവർ പറ്റേ. ഞാൻ ഒരുപാട് വീട്ടിൽ ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ്. അതിൽ സുഹ ഫാത്തിമാണ് ഫസ്റ്റ് ചെയ്തത്. ഗുഡ്, ഗ്രേറ്റ്. ഈ നോ എന്തിനാ പറഞ്ഞാൽ മനസ്സിലായില്ല. യെസ് സാറാ, നോ സാർ. അടുത്തിലേക്ക് പോവാം. ഓക്കെ അങ്ങനെ റെഡി. യെസ്, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മക്കളെ പണി ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാം. നിങ്ങൾ ചെയ്ത് നോക്ക്. ഇതൊക്കെ ചെയ്ത് ഞാൻ പറഞ്ഞില്ല, ഏകദേശം 2010-11 വരെ ഞാൻ പോകും. ഒരു 10-11 വർഷം പിന്നിലേക്ക് ഞാൻ പോകും. അത്ര ക്വസ്റ്റ്യൻ ഞാൻ ചെയ്ത് കാണിച്ചില്ല. നോക്കിയേ, ദ വാല്യൂ ഓഫ് കോഎഫിഷ്യന്റ് ഓഫ് എന്താണ് വോളിയം എക്സ്പാൻഷൻ എന്നുണ്ട്. എത്രയാണ്? ഗാമ എന്നുണ്ടല്ലേ. ഗാമയുടെ കാര്യത്തിലാണ് നിൽക്കുന്നത്. ഗാമ ഈസ് ഈക്വൽ ടു എന്താണ്? 5 × 10⁻⁻⁴ Kelvin raised to -1. Okay, that's fractional change in the എന്താണ് ഡെൻസിറ്റി വെച്ചിരിക്കുന്നത് കേട്ടോ. ഫ്രാക്ഷണൽ ചേഞ്ച് ആണ് ഡെൽറ്റ റോ ബൈ റോ വെച്ചിരിക്കുന്നത് കേട്ടോ. ദാറ്റ് ഇസ് ദി ഓഫ് ഡെൻസിറ്റി ഓഫ് ഗ്ലിസറിൻ for a raise of 40 degree Celsius in its temperature, which means delta T എന്നുണ്ട് എത്രയാണ്? 40 degree Celsius എന്നുണ്ട്. ഓക്കെ മക്കളെ, നമ്മൾ പഠിച്ച ഇക്വേഷൻ ഓർമ്മ ഉണ്ടോ നിങ്ങൾക്ക്? എന്താ ഇക്വേഷൻ എന്താണ്? ഹിയർ റോ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റോ ദാറ്റ് ഇസ് ഈക്വൽ എന്നാണ് ρ0 × 1 - ഗാമ ഡെൽറ്റ ടി ആണ്. ഓക്കെ, ഞാൻ ഈ മെത്തേഡിൽ ചെയ്യാൻ നോക്കിയോ, ഈ മെത്തേഡിൽ ആക്കാൻ പോകുന്ന നോക്കിയോ. അങ്ങനെയാണെങ്കിൽ നോക്കിക്കേ, റോ ബൈ ρ0 that is equal to 1 - gamma delta t അല്ലേ. From this, okay, right. From this നോക്കിക്കേ, ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് നിങ്ങൾ ചാറ്റിങ് നോക്കുന്നുണ്ട് കേട്ടോ ഫോണിൽ. പക്ഷേ എന്ത് ചെയ്യുന്നത്, കട്ടായി പോയി വെച്ചിട്ടാണ്. ഞാൻ ഇത് പറഞ്ഞ ശേഷം നിങ്ങൾ ചോദിച്ച ക്വസ്റ്റ്യൻസ് ഞാൻ ആൻസർ പറയാം കേട്ടോ. ഫ്രം ദിസ് നോക്കിക്കേ, ഹിയർ നോക്കിയേ, 1 അങ്ങോട്ട് ഞാൻ ഗാമ -ഗാമ ഡെൽറ്റിനെ ഈ ഭാഗത്ത് LHS എടുത്തു, മറ്റേത് ഞാൻ RHS എടുക്കുന്ന സമയത്ത് ഹിയർ എന്ത് വരും മക്കളെ? 1 - എന്താണ്? യെസ്, റോ ബൈ ρ0 ദാറ്റ് ഇസ് ഈക്വൽ ടു ഗാമ ഡെൽറ്റ ടി എന്ന് വരും. ആൻഡ് ഫൈനലി നോക്കിയേ, ρ0 - റോ all divided by ρ0 that is equal to gamma into delta t. Ready? Clear? മക്കളെ, ρ0 - റോ അതാണ് മക്കളെ the difference in density delta rho എന്ന് പറയുന്നത് by ρ0 that is equal to gamma delta t. ഡയറക്റ്റ് കൊടുത്തോ, that is equal ആണ് യെസ് 5 × 10⁻⁴ into എന്താണ് 40. ഓക്കെ, അപ്പോൾ ഇത് പഠിച്ചേക്കണേ. ഈ ഒരു റിലേഷൻ പഠിച്ചു വെച്ചോ. ഫ്രാക്ഷൻ ചേഞ്ച് ഇൻ ഡെൻസിറ്റി വരുന്ന സമയത്ത് ഈ ഒരു റിലേഷൻ പഠിച്ചാൽ മതി. ദാറ്റ് ഇസ് ഈക്വൽ ടു 5 × 10⁻⁴ into 40. ചെയ്തോ, യു ഗെറ്റ് ദി ആൻസർ. ഇനിയിപ്പോൾ നമ്മുടെ റഹീം ചോദിച്ച ക്വസ്റ്റ്യൻ, 3 ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാല്ലേ ഈ ചാപ്റ്റർ? യെസ്, ഓഫ് കോഴ്സ് 3 ക്വസ്റ്റ്യൻ പ്രതീക്ഷിച്ചോ. ഓക്കെ, നിങ്ങൾക്ക് ഇതിൽ വരുന്ന ക്വസ്റ്റ്യൻസിൻ്റെ റേഞ്ച് എന്നാൽ 2 to 3 ക്വസ്റ്റ്യൻസ് ആണ്. 3 ക്വസ്റ്റ്യൻസ് മോസ്റ്റ്ലി ഞാൻ കണ്ടിട്ടുണ്ട്. ഓക്കെ, കഴിഞ്ഞ ഒരു 10 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുന്ന സമയത്ത് 3-4 പ്രാവശ്യം നിങ്ങൾക്ക് 3 ക്വസ്റ്റ്യൻസ് ആയിട്ട് വന്നിട്ടുണ്ട്. ഫൈൻ. Okay, so when we go for the option, which one is the right answer? ഏത് എന്താ 5 × 40, of course 200 × 10⁻⁻⁴ 0.0 വരും അല്ലേ, 0.020 വരും. So that's the right answer. So when we go for the option A is the right answer. Good. Clear ആണോ മക്കൾ? ഓക്കെ ആണോ മക്കൾ? ക്ലിയർ ആണോ? ആരൊന്നും പറയുന്നില്ലേ? ഓക്കെ ആണോ? ഗുഡ്. ഇത് ready? Yes, the next question number, കണ്ടോ, ഞാൻ നിങ്ങൾ പറഞ്ഞ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്യാൻ ശ്രമിച്ചു നോക്ക്. വന്ന ക്വസ്റ്റ്യാണ് ചെയ്യാൻ ശ്രമിച്ചു നോക്ക്. ഏതാണ് നിങ്ങൾക്ക് ഇതിന് ഏതാ നമ്മൾ യൂസ് ചെയ്യുന്നത് അറിയാം നിങ്ങൾക്ക്? ഷോർട്ട് ട്രിക്ക് ഏതാ യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാം? എനിവൺ? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഏതാ മക്കളെ ഷോർട്ട് ട്രിക്ക് യൂസ് ചെയ്യേണ്ടത് പറയാൻ പറ്റുമോ? എനിവൺ?
മക്കളെ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ യൂസ് ചെയ്യേണ്ട ഷോർട്ട് ട്രിക്ക് ഏതാണ്? ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിങ്ങിൽ ഞാൻ ലാസ്റ്റ് പറഞ്ഞ സെക്ഷനാണ്. അതായത് റിലേഷൻ ഏതാണ്? T1 മൈനസ് T2 ബൈ സ്മോൾ ടി ദാറ്റ് ഇസ് ഈക്വൽ ടു എന്താണ്? K ഇൻറ്റു T1 പ്ലസ് T2 ബൈ 2 മൈനസ് T0. റെഡി? സോ ഹിയർ നോക്കിക്കേ, ഹിയർ ഇൻ ദിസ് കേസ് നോക്ക്, ഹിയർ ഇൻ ദിസ് കേസ് മക്കളെ ഇവിടെ ആദ്യം പറഞ്ഞ കേസ് നോക്കുക. ആദ്യം പറഞ്ഞ നമുക്ക് കേസ് നോക്കാം. ഒരു വെള്ളം ഞാൻ എടുത്തു. ആ വെള്ളം ഞാൻ എന്ത് ചെയ്തു? 70 ഡിഗ്രിയിൽ നിന്ന് 60 ഡിഗ്രി കൂൾ ചെയ്തു ഇൻ ഫസ്റ്റ് 5 മിനിറ്റ്സ്. ഓക്കെ, അതാണ് ഫസ്റ്റ് കേസ് അല്ലേ. സോ ഓൺ ദാറ്റ് ടൈം നോക്ക്, ഓൺ ദാറ്റ് ടൈം മക്കളെ ഫസ്റ്റ് കേസിൽ നമ്മൾ പോകുന്ന സമയത്ത് ഇവിടെ T1 എന്താണ്? 70 ഡിഗ്രി, T2 എന്താണ്? 60 ഡിഗ്രി. ഓക്കെ, അപ്പോൾ നോക്കിയേ ഹിയർ T1 70 മൈനസ് 60 ബൈ 5 മിനിറ്റ്സ് അല്ലേ. 5 കൊടുക്കുക, കുഴപ്പമില്ല. 5 ദാറ്റ് ഈസ് ഈക്വൽ ടു K ഇൻറ്റു എന്താണ്? 70 plus 60 all divided by 5 minus T0. Ready? So please do it. എന്താണ് 10 by 5 2 that is equal to K into 70 plus 60 130 എന്ന് വരില്ലേ? ശരിയല്ലേ? 130 by 2 sorry not 5 here, 130 by 2 അല്ലേ? 2 അപ്പോൾ തരും 65 minus T0. This is the first equation, equation number 1. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഇനി മക്കളെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. നെക്സ്റ്റ് പറഞ്ഞത് ആൻഡ് ടു 54 ഡിഗ്രി ഇൻ ദി നെക്സ്റ്റ് 5 മിനിറ്റ്. അപ്പോൾ നോക്കിക്കേ, സെക്കൻഡ് കേസാണ് പറയുന്നത്. വീണ്ടും എന്ത് ചെയ്യുന്നത്? അതിനെ കൂൾ ചെയ്തു, അടുത്ത 5 മിനിറ്റ് കൂൾ ചെയ്യുന്ന സമയത്ത് 54 ഡിഗ്രി ആയി മാറി. ഓൺ ദാറ്റ് കേസ് നോക്ക്, ഓൺ ദാറ്റ് കേസ് വരുന്ന സമയത്ത് ഹിയർ ഇൻ ദിസ് കേസ് മക്കളെ ഇവിടെ T1 എന്ന് പറയുന്നത് 60 ഡിഗ്രിയാണ്, T2 പറഞ്ഞാൽ 54 ഡിഗ്രിയാണ്. അപ്പോൾ വീണ്ടും ആ ഇക്വേഷനിൽ തന്നെ കൊടുക്കുക. അപ്പോൾ എന്ത് വരും? 60 മൈനസ് 54 ബൈ 5 അല്ലേ? ദാറ്റ് ഇസ് ഈക്വൽ ടു K ഇൻറ്റു 60 പ്ലസ് 54 ബൈ 2 മൈനസ് T0. റെഡി? ഡു ഇറ്റ്. ഡയറക്റ്റ് കൊടുത്തോ. അപ്പോൾ എന്ത് വരും? യെസ് ഓഫ് കോഴ്സ് 6 ബൈ 5 എന്ന് വരില്ലേ? K ഇൻറ്റു യെസ് എത്ര വരും? 57 മൈനസ് T0. ഇക്വേഷൻ നമ്പർ 2. ഒന്നില്ല മക്കളെ, ഡിവൈഡ് ചെയ്യുക, യു ഗെറ്റ് ദി ആൻസർ. ഇക്വേഷൻ നമ്പർ 1/2 ചെയ്യുക, യു ഗെറ്റ് ദി ആൻസർ. റെഡി? നേരെ കൊടുത്തോ. ഇക്വേഷൻ നമ്പർ 1/2 ചെയ്തോ മക്കളെ. ചെയ്യുന്ന സമയത്ത് എന്ത് വരും? ഇക്വേഷൻ നമ്പർ 1/2 ചെയ്യുന്ന സമയത്ത് എന്ത് വരും? 1/2 ചെയ്യുന്ന സമയത്ത് 2 ഉണ്ടാവും. all divided by 6 by 5. അപ്പോൾ 5 അമേരിക്കൻ സമയത്ത് 5 into 2 10 വരില്ലേ? സോ 10 by 6 എന്ന് വരില്ലേ? റെഡി അല്ലേ? 10 by 6 ദാറ്റ് ഇസ് ഈക്വൽ ടു മക്കളെ K ക്യാൻസൽ ആയി പോകില്ലേ? K ക്യാൻസൽ ആവുന്ന സമയത്ത് 65 മൈനസ് T0 ബൈ 57 മൈനസ് T0 എന്ന് വരും. ക്രോസ് ചെയ്യുക, യു ഗെറ്റ് ദി ആൻസർ. സോ വി ഹാവ് ടു ഫൈൻഡ് T0. അങ്ങനെ ക്രോസ് ചെയ്ത് കിട്ടുന്ന സമയത്ത് യു ഗെറ്റ് T0 ദാറ്റ് ഇസ് ഈക്വൽ ടു 45 ഡിഗ്രി എന്ന് കിട്ടും. ഓക്കെ അല്ലേ മക്കളെ? ഓപ്ഷൻ എ അഥവാ ഓപ്ഷൻ 1 is the right answer here. Right. അടുത്തേക്ക് മൂവ് ചെയ്യാം. സെറ്റ് അല്ലേ? മക്കൾ നോക്കിക്കേ, നെക്സ്റ്റ് 1 ഇതാണ് മക്കളെ ഞാൻ നേരത്തെ പറഞ്ഞ കേസ്. നോക്കിക്കേ, ഇതും വന്ന ക്വസ്റ്റ്യാണ്, 2014 ക്വസ്റ്റ്യാണേ. ഏത് നമ്മൾ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് എന്ന സെക്ഷൻ വെച്ച് നമ്മൾ ചെയ്യേണ്ട, ഗ്രാഫൊക്കെ വെച്ച് നമ്മൾ ചെയ്യേണ്ട ക്വസ്റ്റ്യൻ അത് കേട്ടോ. ഗ്രാഫ് നിങ്ങൾക്ക് വെച്ച് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ഈസിയാവും, അത്രയും പറയാനുള്ളൂ. നോക്ക് ഇവിടെ മക്കളെ, സ്റ്റീം അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ് ഇസ് പാസ്ഡ് ഇൻ ടു 20 gram ഓഫ് വാട്ടർ അറ്റ് 10 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ നോക്കി, ഞാൻ ആദ്യം റഫായിട്ട് ഗ്രാഫ് വരയ്ക്കുകയാണേ. ഗ്രാഫ് വരച്ചാൽ കുറച്ചും കൂടി ഈസിയാവും കാര്യങ്ങൾ. ഇങ്ങനെ ഗ്രാഫ് വന്നു. റെഡി? ഇത് -, ഡിഗ്രി, ഇത് 0 ഡിഗ്രി ഐസ്, ഇത് എന്താണ് 0 ഡിഗ്രി വാട്ടർ, ഇത് 100 ഡിഗ്രി വാട്ടർ, ഇത് 100 ഡിഗ്രി സ്റ്റീം. ഓക്കെ, കുഴപ്പമില്ലല്ലോ. അപ്പോൾ നോക്കിയേ, ഇവിടെ സിമ്പിളായിട്ട് ഏറ്റവും സിമ്പിളായിട്ട് മെത്തേഡ് കേട്ടോ. ഞാൻ അത് കറക്റ്റ് നിങ്ങൾക്ക് പറഞ്ഞില്ല എങ്ങനെ വരുന്നതെന്നൊക്കെ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അല്ലെങ്കിൽ എന്താ പ്രോബ്ലം ചെയ്ത് നിർബന്ധമായിട്ട് നിങ്ങൾ തെറ്റിപ്പോട്ടോ, നിർബന്ധമായി തെറ്റാൻ ചാൻസ് കൂടുതലാണ്. ഇവിടെ നോക്കിയേ, ഇപ്പോൾ വെള്ളത്തിൻ്റെ പൊസിഷൻ നിലവിൽ എവിടെ ഉള്ളത്? 10 ഡിഗ്രിയാണുള്ളത് അല്ലേ? 10 ഡിഗ്രി സെൽഷ്യസ് ആണ് വെള്ളം ഉള്ളത്. ആ 10 ഡിഗ്രി സെൽഷ്യസ് വെള്ളത്തിലേക്ക് ഞാൻ
ഞാൻ എന്താ ചെയ്യുക 100 ഡിഗ്രി സെൽഷ്യസ് സ്റ്റീം ഞാൻ പാസ് ചെയ്തു. വിച്ച് മീൻസ് 100 ഡിഗ്രി സെൽഷ്യസ് സ്റ്റീം ഞാൻ പാസ് ചെയ്തു. നോക്കണേ, അങ്ങനെ പാസ് ചെയ്യുന്നത് കാരണം ഫൈനലി മക്കൾ ശ്രദ്ധിക്കുക, വെള്ളം എത്രയായി മാറി? 8 ഡിഗ്രി, അങ്ങനെ നോക്ക്, സ്റ്റീം ഞാൻ പാസ് ചെയ്യുന്നത് കാരണം മക്കളെ വെള്ളം ഫൈനലി മക്കളെ എത്ര ഡിഗ്രിയായി മാറി? 80 ഡിഗ്രിയായി മാറി, 80 ഡിഗ്രി സെൽഷ്യസ് ആയി മാറി. അപ്പോൾ നോക്കിയേ, ഇവിടെ ഇൻ ദിസ് കേസ് 100 ഡിഗ്രി സെൽഷ്യസ് സ്റ്റീം ഞാൻ പാസ് ചെയ്യുന്നത് കാരണം നോക്ക്, ആ പാസ് ചെയ്ത ആ സ്റ്റീമിൽ നിന്ന് നോക്ക് 10 ഡിഗ്രി വെള്ളം എന്ത് ചെയ്യുന്നു, അത് എന്ത് ചെയ്യുന്നു, ഹീറ്റ് വലിച്ചെടുത്ത് നിന്ന് 80 ഡിഗ്രിയായി മാറി. ഓക്കെ, സോ ഹിയർ മക്കൾ ശ്രദ്ധിക്കുക, ഹീറ്റ് ഗെയിൻ ബൈ ദി വാട്ടർ ദാറ്റ് ഈസ് ഈക്വൽ ടു മക്കളെ എന്താണ്? heat gained by the heat gained by the water that is equal to heat loss by what? Loss by the steam ആണ് വരുന്നത്. റെഡി, ഫൈൻ മക്കളെ നോക്കിയേ. സോ ഹിയർ ഇൻ ദിസ് കേസ് നോക്കിയേ ഇവിടെ അതാ പറഞ്ഞത്, ഞാൻ പറഞ്ഞില്ല കലോറിമെട്രി വെച്ച് നമുക്ക് ചെയ്യേണ്ട കാര്യം കേട്ടോ. ഹീറ്റ് എന്താണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? യെസ്, ലോസ് എന്ന് പറഞ്ഞത് ദാറ്റ് ഈസ് ഈക്വൽ ടു ഹീറ്റ് ഗെയിൻ ആണ്. അപ്പോൾ മക്കൾ എന്താ വെച്ചാൽ ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഗ്രാഫ് വെച്ച് നോക്കിയേ, നമുക്ക് ഇവിടെ എത്തേണ്ടല്ലേ, ഇവിടെ എത്തേണ്ടത്. ഓക്കെ, അപ്പോൾ നോക്കി ഹീറ്റ് ലോസ് എന്ന സ്റ്റീം 100 ഡിഗ്രി സ്റ്റീമിൽ നിന്നാണ് ഹീറ്റ് ലോസിൽ നിന്ന് ഇവിടെ എത്തുന്നത് 80 ഡിഗ്രി വാട്ടറായി മാറുന്നത്. അപ്പോൾ നോക്കി ഇവിടെ 100 ഡിഗ്രി സ്റ്റീമിൽ നിന്ന് 80 ഡിഗ്രി വാട്ടർ ആവാൻ വേണ്ടി മക്കൾ ഇവിടെ 2 സ്റ്റെപ്പുള്ളൂ. ഒന്നെന്താണ്, 100 ഡിഗ്രി വാട്ടർ എന്തായി മാറണം, 100 ഡിഗ്രി സ്റ്റീം എന്തായി മാറണം, 100 ഡിഗ്രി വാട്ടറായി മാറണം. ദെൻ ആ 100 ഡിഗ്രി വാട്ടർ എന്ത് ചെയ്യുന്ന 80 ഡിഗ്രി എന്ത് ചെയ്യുന്ന വാട്ടറായിട്ട് മാറണം. ഓക്കെ, ക്ലിയർ ആണോ? സോ ഹീറ്റ് ലോസ് എന്ന് പറഞ്ഞ സമയത്ത് ഇവിടെ 2 സ്റ്റെപ്പ് എന്ന് അതാണ് മനസ്സിലാക്കേണ്ടത് കേട്ടോ, അതാണ് മനസ്സിലാക്കേണ്ടത്. ഇവിടെ ഹീറ്റ് ലോസ് വരുന്ന സമയത്ത് 100 ഡിഗ്രി സ്റ്റീം എന്തായി മാറണം, ആദ്യം 100 ഡിഗ്രി വാട്ടറായി മാറണം. റെഡി, സോ ഹിയർ എന്ത് വരും? യെസ്, ദാറ്റ് ഈസ് ഈക്വൽ ടു എം ഇൻറ്റു നോക്കണേ, എം ഇൻറ്റു എൽ വി. ശരിയല്ലേ? ക്ലിയർ അല്ലേ? ഞാൻ പറഞ്ഞു സ്ലോപ്പ് അല്ല, അത് സ്ട്രെയിറ്റ് അല്ല. സ്ട്രെയിറ്റ് വരുന്ന സമയത്ത് അവിടെ ഹീറ്റ് എത്രയാണ്? എം ഇൻറ്റു എൽ ആണ്. ഇവിടെ ലാറ്റന്റ് ഹീറ്റ് ഓഫ് വാപ്പറൈസേഷൻ പ്ലസ് ഇനി മക്കൾ നോക്കിക്കേ, 100 ഡിഗ്രി വാട്ടർ എന്തായി മാറണം, 80 ഡിഗ്രി എന്ത് ചെയ്യുന്നു വാട്ടറായിട്ട് റെഡ്യൂസ് ആവണം, ടെമ്പറേച്ചർ റെഡ്യൂസ് ആവണം അല്ലേ. സോ പ്ലസ് എന്താണ്? യെസ്, ഹിയർ എം മാസ് ഇൻറ്റു എന്താണ് സി ഡബ്ല്യു സ്പെസിഫിക് വാട്ടർ ഇൻറ്റു ഡെൽറ്റ ടി ദാറ്റ് ഈസ് ഈക്വൽ ടു ഹീറ്റ് ഗെയിൻ ചെയ്ത 10 ഡിഗ്രി വാട്ടർ ഉള്ള ആൾ എന്ത് ചെയ്യുന്നു 10 ഡിഗ്രി വാട്ടർ അതിന് ഹീറ്റ് ഗെയിൻ ചെയ്യുന്ന എത്ര? 80 ഡിഗ്രി ഹീറ്റ് ഗെയിൻ ചെയ്യുന്നത് അല്ലേ. സോ അവിടെ മക്കളെ ശ്രദ്ധിക്കുക, ഹിയർ ദാറ്റ് ഈസ് ഈക്വൽ എന്നാണ് വരും, that is equal to mw mass of the water into cw into delta t എന്ന് വരും. റെഡി, ക്ലിയർ? ഇനി ഞാൻ ഇതിന് വാല്യൂ എടുക്കാൻ പോണേ. ഇനി ആ വാല്യൂ എടുക്കാൻ കറക്റ്റ് എത്തിച്ചോ. സോ മാസം നമുക്ക് കണ്ടേ എം ഇൻറ്റു ഓക്കെ എൽ വി എത്ര വരുന്നത് 540 അല്ലേ. സോ യെസ് 540 പ്ലസ് എം ഇൻറ്റു സി ഡബ്ല്യു സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് വാട്ടർ എത്ര വരുന്നത് ഇവിടെ തന്നിട്ടുണ്ട് 1 ഉണ്ട് അല്ലേ. 1 ഇൻറ്റു നോക്ക് ഇവിടെ ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ 100 മൈനസ് 80 ആണ്. മക്കൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നത്. അത് പറഞ്ഞാൽ ഗ്രാഫ് വെച്ചാൽ കുറച്ചുകൂടി ഈസി ആവട്ടോ. ദാറ്റ് ഈസ് ഈക്വൽ ടു മാസ് ഓഫ് ദി വാട്ടർ എന്നുണ്ട് എത്രയാണ് നിൽക്കുന്നത് 20 ഗ്രാം എന്നുണ്ടല്ലേ. സോ 20 ഇൻറ്റു 1 ഇൻറ്റു നോക്ക് ഇവിടെ റേസ് ചെയ്യുന്നത് എത്രയാണ് 10 നിന്ന് 8ലേക്ക് റേസ് ചെയ്യുന്നല്ലേ. സോ 80 മൈനസ് 10. ക്ലിയർ? സോ ഹിയർ എന്ത് വരും 540 എം പ്ലസ് എന്താണ് 20 എം that is equal to 70 into 20 that is equal to 1400. Fine. So here 560 m that is equal to 1400 എന്ന് വരും. From this എന്താണ് m is equal to simply divide ചെയ്യുമ്പോൾ എത്ര വരും 1400 by 560 എന്ന് പറഞ്ഞാൽ that is equal to 2.5 gram എന്ന് വരും. റെഡി? അപ്പോൾ സ്റ്റീം അതിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക എന്താണ് യെസ് 2.5 gram എന്ന് വരും. സോ മക്കളെ ശ്രദ്ധിക്കുക ടോട്ടൽ മാസ് അങ്ങനെയാണെങ്കിൽ വെള്ളത്തിൻ്റെ ടോട്ടൽ മാസ് ഓൾറെഡി 20 ഗ്രാം വെള്ളം ഉണ്ടല്ലേ പ്ലസ് എന്താണ് സ്റ്റീം അതിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് 2.5 ഗ്രാം വെള്ളം കൂടി അവിടെ ആഡ് ആവുക ചെയ്യുന്നത് അല്ലേ. സോ 20 പ്ലസ് 2.5 ദാറ്റ് ഈസ് ഈക്വൽ 22.5. റെഡി ആണോ? ക്ലിയർ? സോ ദി ആൻസർ ഈസ് എന്താ വരുന്നത് 22.5 എന്ന് വരും. ഫൈൻ. സോ ദ ആൻസർ റൈറ്റ് ആൻസർ ഓപ്ഷൻ നമ്പർ 4 ഈസ് ദ റൈറ്റ് ആൻസർ. മക്കൾ ഓക്കെ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? Is that clear? Yes. Yeah. മക്കളെ ആയിഷ റിസ ഒന്നുകൂടി ചോദിച്ചിട്ടുണ്ട് വൺസ് മോർ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇറ്റ്സ് വെരി ഈസി മക്കളെ ശ്രദ്ധിക്കണം. ഇവിടെ ഹീറ്റ് ലോസ് ഇസ് ഈക്വൽ ടു ഹീറ്റ് ഗെയിൻ ആണ്. അങ്ങനെ മക്കളെ ഹീറ്റ് ലോസ് ആരാ ചെയ്യുന്നത് 100 ഡിഗ്രി സ്റ്റീം ഹീറ്റ് ലോസ് ചെയ്തിട്ടുണ്ടെന്ന് 80 ഡിഗ്രി വാട്ടറായി മാറാ ചെയ്യുന്നത് മക്കളെ. അതേപോലെ ഹീറ്റ് ഗെയിൻ ചെയ്യുന്നത് ആരാണ്? വെള്ളമാണ് ഹീറ്റ് 10 ഗ്രാമുള്ള വെള്ളം. ഓക്കെ,
വാട്ടർ ആണ് എന്ത് ഹീറ്റ് ഗെയിൻ ചെയ്യുന്നത്. ആ 10 gram അല്ല 20 ഗ്രാമുള്ള വാട്ടർ അറ്റ് 10 ഡിഗ്രി സെൽഷ്യസിലുള്ള അതാണ് മക്കളെ ഹീറ്റ് ഗെയിൻ ചെയ്തിട്ട് 80 ഡിഗ്രി ആയി മാറുന്നത്. ഓക്കെ റെഡി. സോ അത് വെച്ച് സിംപിളി എന്ത് ചെയ്യുന്നതാണ് ഈ ഇക്വേഷൻ സെറ്റ് ചെയ്യാൻ പറ്റും. അതാ പറഞ്ഞാൽ ഈ ഇക്വേഷൻ സെറ്റ് ചെയ്യണമെങ്കിൽ മക്കൾ എന്താ ചെയ്യുക ആദ്യം തന്നെ ജസ്റ്റ് സിമ്പിളായിട്ട് ഗ്രാഫ് വരച്ചാൽ പെട്ടെന്ന് അങ്ങോട്ട് പണി ചെയ്യും. പെട്ടെന്ന് ഞാൻ നേരത്തെ ചെയ്ത പോലെ പെട്ടെന്ന് പണി ചെയ്യും. ആ എന്താ ഇക്വേഷൻ വെച്ച് ഡയറക്റ്റ് നിന്ന് വാല്യൂസ് കൊടുക്കുകയാണെങ്കിൽ യു ഗെറ്റ് ദി ആൻസർ. Got it? Yes. The next one. Ready? മക്കളെ ഇതാ തുടങ്ങിക്കോ. Another one. ദാ a slab of stone of എന്താണ് ഏരിയ പോയിന്റ് എന്താണ് 36 meters square and thickness എന്നുണ്ട് 1 meter is exposed on the എന്താണ് ലോവർ സർഫസ് ടു സ്റ്റീം അറ്റ് എന്താണ് 100 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ നോക്കിയേ ഒരു സ്ലാബ് എടുത്തിട്ടോ, സ്ലാബ് ഓഫ് സ്റ്റോൺ ആണ് മക്കളെ. ഒന്ന് ഉഷാറിരുന്നോ കറക്റ്റ് ഞാൻ പറയാം. ഇതാ ഒരു സ്റ്റോണിൻ്റെ സ്ലാബ് ലൈക്ക് ദിസ്. ഓക്കെ അതിന് തിക്നെസ് എന്നിട്ട് എത്രയാണ് നിൽക്കുന്നത് 0.1 meter തന്നുണ്ട്. ആൻഡ് ഹിയർ ഏരിയ എന്നുണ്ട് 0.36 meters square തന്നുണ്ട്. ഓക്കെ ദെൻ ഈസ് എക്സ്പോർഡ് ഓൺ ദ ലോവർ സർഫസ് ടു സ്റ്റീം. അപ്പോൾ താഴെ സ്റ്റീം കൊടുക്കണ്ടേ എത്രയാണ് 100 ഡിഗ്രി സെൽഷ്യസ് സ്റ്റീം കൊടുക്കുന്നുണ്ട്. ഫൈൻ. ആൻഡ് എ ബ്ലോക്ക് ഓഫ് ഐസ് പീസ് റെസ്റ്റ് ഓൺ ദി അപ്പർ സർഫസ്. സോ ഇവിടെ എത്രയാണ് 0 ഡിഗ്രി സെൽഷ്യസ് ആയി വരുന്നത്. ഓക്കെ ഇൻ 1 hour 4.8 kilogram ഐസ് ഇസ് മെൽറ്റഡ്. ഒരു മണിക്കൂറിൽ 4.8 എന്താണ് കിലോഗ്രാം ഐസ് ആണ് എന്തെന്ന് ഉരുകിപ്പോയത്. അങ്ങനെയാണെങ്കിൽ ദി തെർമൽ കണ്ടക്ടിവിറ്റി ഓഫ് സ്ലാബ് ഇസ്. സോ ദാറ്റ്സ് ദി ക്വസ്റ്റ്യൻ. ഓക്കെ ഒരുപാട് കുട്ടികൾ എന്ത് ചെയ്യുന്ന ആൻസർ പറയണ്ടേ. ദാറ്റ് വാസ് റൈറ്റ് ആൻസർ. ഒരുവിധ കുട്ടികളൊക്കെ പറഞ്ഞൊക്കെ റൈറ്റ് ആൻസർ വരുന്നത് കേട്ടോ. ഫാത്തിമ ഷെറി വെരി ഗുഡ്. സോ ഹിയർ മക്കൾ ശ്രദ്ധിക്കുക. ഇൻ ദിസ് കേസ് ഇറ്റ്സ് വെരി സിമ്പിൾ ആട്ടോ. സിമ്പിളായിട്ട് മൂവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇവിടെ മക്കൾ ശ്രദ്ധിക്കുക. നോക്കിയേ ഇക്വേഷൻ വെച്ചാൽ നോക്കിയേ ഇവിടെ ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ ടി എന്ന് പറയുന്നത് ദാറ്റ് ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു T1 minus T2 by L. That is equal to മക്കളെ എന്താണ് ദാറ്റ് ഇസ് ഈക്വൽ ടു ആ ഹീറ്റ് ഈ ഹീറ്റിന് ഇക്വേഷൻ പറഞ്ഞോ ഈ ഹീറ്റ്. ഓക്കെ ദാറ്റ് ഇസ് ഈക്വൽ ടു ഉരുകല്ലേ ഐസ് ഉരുകുന്നത് വെള്ളമായി മാറുന്നത്. ദാറ്റ് ഇസ് ഈക്വൽ ആണ് എം ഇൻറ്റു എൽ ബൈ ഡെൽറ്റ ടി എഴുതാൻ പറ്റും. ഡെൽറ്റ ക്യൂ എന്നാൽ ദാറ്റ് ഇസ് ഈക്വൽ എം എൽ ബൈ ഡെൽറ്റ ടി എഴുതാൻ പറ്റും. റെഡി ക്ലിയർ? യെസ്. ആ ക്യാമറ ബാറ്ററി കണ്ട്. ഓക്കെ താങ്ക് യു. സോ ഫ്രം ദിസ് മക്കൾ ശ്രദ്ധിക്കുക നേരെ നിന്ന് കെൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക ചെയ്യുന്നത്. ഫ്രം ദിസ് കെൻ്റെ വാല്യൂ എന്താണ് കെ ഈസ് ഈക്വൽ ടു എന്താണ് എം നേരെ കൊടുത്താൽ മതി. നേരെ ഇങ്ങനെ കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളുള്ളൂ. ആൻഡ് ഹിയർ ഡെൽറ്റ ടീൻ്റെ കാര്യം മക്കൾ ശ്രദ്ധിക്കുക വെച്ചാൽ ഒരു കാര്യമുണ്ട്. ഈ എൽ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ ഈ എൽ എന്ന് പറഞ്ഞാൽ മക്കൾ ശ്രദ്ധിക്കുക എന്താണ് ലാറ്റൻ ഹീറ്റ് ആണ്. ലാറ്റൻ ഹീറ്റ് ഓഫ് ഫ്യൂഷൻ. ഞാൻ ഇവിടെ എൽ എഫ് എന്ന് കൊടുക്കാം. ഇനി തെറ്റിപ്പോണ്ട. സോ ഹിയർ എം ഇൻറ്റു എൽ എഫ് ഇൻറ്റു ഈ എൽ ഞാൻ കൊടുത്തു എൽ ബൈ എന്താണ് ഡെൽറ്റ ടി ഇൻറ്റു എന്താണ് എ ഇൻറ്റു T1 മൈനസ് T2 ഡയറക്റ്റ് കൊടുത്ത് യു ഗെറ്റ് ദി ആൻസർ. ആൻഡ് ഹിയർ എം മാസ് എത്ര വരുന്നത് എത്ര വരുന്നു മക്കളെ മാസ് 4.8 അല്ലേ 4.8 ഇൻറ്റു എൽ എഫ് എത്രയാണ് 3.36 ഇൻറ്റു 10⁵ ഇൻറ്റു എൽ മക്കളെ എൽ എത്ര ലെങ്ത് എത്ര വരുന്നത് 0.1 ആയിരുന്നു അല്ലേ. നേരെ കൊടുത്തു 0.1 ബൈ ടൈം ഡെൽറ്റ സ്മോൾ ടി ആണ് ടൈം ടൈമാണ് വരുന്നത് അല്ലേ. സോ ടൈം എന്ന് പറഞ്ഞാൽ മക്കളെ ശ്രദ്ധിക്കുക 1 hour. സോ 60 ഇൻറ്റു 60 കൊടുക്കണേ ഇൻറ്റു ഏരിയ 0.36 ഇൻറ്റു T1 മൈനസ് T2 വിച്ച് മീൻസ് 100 മൈനസ് 0 100 വരിക. റെഡി ഡു ഇറ്റ് യു ഗെറ്റ് ദി ആൻസർ. ഡയറക്റ്റ് ചെയ്യാൻ പറ്റും സുഖമായിട്ട് ചെയ്യാൻ പറ്റും. ഇത് ഒറ്റയടിക്ക് ചെയ്യാൻ സമയത്ത് നോക്കിക്കുക ഇവിടെ ഇവിടെ 2 0 ഉണ്ട് 4 0 നോട്ടുണ്ടല്ലേ. സോ ഈ 4 0 ഇവിടെ 4 0 ക്യാൻസൽ ചെയ്യുമ്പോൾ 10⁻1 വരും. 10⁻1 ഇൻറ്റു 10⁻1 അതും ക്യാൻസൽ ചെയ്യാൻ പറ്റും. സോ 4.8 ഇൻറ്റു 3.36 ബൈ 6 ഇൻറ്റു 6 ഇൻറ്റു 0.36 ചെയ്യുക യു ഗെറ്റ് ദി ആൻസർ. ആൻഡ് ഹിയർ വെൻ വി ഡു ദി ക്വസ്റ്റ്യൻ യു ഗെറ്റ് 1.24 കിട്ടും. ദാറ്റ്സ് ദ റൈറ്റ് ആൻസർ. ഓക്കെ യെസ്. സോ വെൻ വി ഗോ ഫോർ ദി ഓപ്ഷൻ ഹിയർ ദ ഫസ്റ്റ് വൺ ദാറ്റ് ഇസ് ദ റൈറ്റ് ആൻസർ ഹിയർ. ഓക്കെ ആണോ ഒന്ന് ഉഷാറായില്ലേ കമോൺ. ആ പഴയ ഉഷാറൊക്കെ പോയോ? ഞാൻ പറഞ്ഞ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴാണ് എല്ലാവർക്കും പ്രശ്നം വരിക. പക്ഷേ മക്കളും ഒരു കാര്യം മനസ്സിലാക്കുക കേട്ടോ നിങ്ങൾ കുറേ തിയറി പഠിച്ചതല്ല കാര്യമുള്ള പ്രാക്ടീസിങ് അത് ഫില്ല് ചെയ്യില്ലെങ്കിൽ ഫുള്ള് പോയി. ഒന്ന് ആലോചിച്ച് നോക്കടാ ആ കപ്പ് എന്ന് പറയണമെങ്കിൽ ആ ലാസ്റ്റ് ആ പി ഉണ്ടെങ്കിലേ കപ്പ് എന്ന് കറക്റ്റ് പറയാൻ പറ്റില്ലേ. അല്ലെങ്കിൽ എന്താ പോയിക്കുക കൂന്നായി മാറും. കാര്യമുണ്ടോ? ഇല്ല. ഓക്കെ സോ കപ്പ് എന്ന് പറയണമെങ്കിൽ ലാസ്റ്റ് പി നിർബന്ധമാണ്. പ്രാക്ടീസ് നിർബന്ധമാണ്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. ഓക്കെ യെസ്. ദ നെക്സ്റ്റ് വൺ
Question number 11. ദാ 2012 വന്ന ക്വസ്റ്റ്യൻ ആണ്. 2012 വന്ന ക്വസ്റ്റ്യൻ ആണ്. നോക്കിക്കേ, if the radius of star എന്താണ് is capital R ആണ് and it acts as a black body, what would be the temperature of the star in which the rate of energy production is Q ആണെങ്കിൽ? സിമ്പിൾ ആണ്. എന്താണ് Q എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും, ദാറ്റ് ഈസ് എന്താണ് ഈസ് ഈക്വൽ ടു നമ്മൾ പഠിച്ചു കഴിഞ്ഞേ സിഗ്മ ക്യൂ എന്നോട് കൊടുത്തുകൊണ്ട് റേറ്റ് ഓഫ് എനർജി പ്രൊഡക്ഷൻ പവർ ആട്ടോ, അത് നമ്മൾ ക്യൂ എന്നോട് കൊടുത്തിട്ടുണ്ട്. സോ ദാറ്റ് ഇസ് ഈക്വൽ സിഗ്മ ഇൻറ്റു എന്താണ് E8T⁴ എന്നെഴുതി. റെഡി? ഹിയർ മക്കളെ ഈ എന്താണ് ഈസിക്കൽ 1 ആണ്. ഞാൻ പറഞ്ഞത് ഈ പൊതുവെ 1 ആയി എടുക്കുക ചെയ്യുന്നത്. ആൻഡ് റേഡിയസ് ഓഫ് ദി സ്റ്റാർ R ആണെങ്കിൽ അറിയാലോ അതിൻ്റെ ഏരിയ സ്പെരിക്കൽ നമ്മൾ മീൻ ചെയ്യുന്നത്. സോ 4πr² ആയി വരാം. നേരെ കൊടുത്തു. ദെർഫോർ Q ഈസ് ഈക്വൽ എന്താണ് സിഗ്മ 4πr² into T⁴. From this T⁴ എന്ന് പറഞ്ഞാൽ Q by sigma 4πr². So T എന്ന് പറഞ്ഞാൽ എന്താണ് യെസ് all⁴ കൊണ്ട് വരുമ്പോൾ Q by sigma 4πr² all⁴ എന്ന് വരും. That is the right answer. Ready? Yes. So which one is the right answer here? Which one is the right answer here? ഏതാടാ ഓപ്ഷൻ? യാ, D is the right answer. കണ്ടോ? ഓക്കെ മക്കളെ, ക്ലിയർ ആണോ? ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാ. ഇത് ക്വസ്റ്റ്യൻ നല്ല ലെവൽ കൂടി ക്വസ്റ്റ്യൻ കേട്ടോ. 2010 വന്ന ക്വസ്റ്റ്യനാണ്. ചെക്ക് ചെയ്തോ, നല്ല ക്വസ്റ്റ്യനാണ്. നോക്കിയേ, ഒരു സിലിണ്ടറിക്കൽ മെറ്റാലിക് റോഡ് ഉണ്ട്. ഇൻ തെർമൽ കോണ്ടാക്ട് വിത്ത് 2 reservoir of heat, that is 2 Henry, conducts an amount of heat Q in time T. Ready? The metallic rod is melted and the material is formed into a rod of half of the radius. അങ്ങനെ നോക്കിക്കേ, ഒരു സിലിണ്ടറിക്കൽ മെറ്റാലിക് റോഡ് ഉണ്ട്. അത് മക്കൾ വെച്ചിരിക്കുന്നത് എന്ത് ചെയ്യുന്നത്, അത് കറക്റ്റ് 2 സർവേറിൻ്റെ ഇടയിൽ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഹീറ്റ് ചെയ്യാൻ കൊടുക്കുന്ന കാരണം ആ മെറ്റാലിക് റോഡ് എന്ത് ചെയ്യുന്നത് മെൽറ്റ് ആവുകയും അതിൻ്റെ മക്കളെ ശ്രദ്ധിക്കുക റേഡിയസ് എന്ത് ചെയ്യുന്ന സാധാരണ ഒറിജിനൽ റേഡിയസിൻ്റെ ഹാഫായി മാറുക ചെയ്യുന്നു. സോ വാട്ട് ഈസ് ദ എമൗണ്ട് ഓഫ് ഹീറ്റ് കണ്ടക്ട് ബൈ ദി ന്യൂ റോഡ്? വാട്ട് ഈസ് ദ എമൗണ്ട് ഓഫ് ഹീറ്റ് കണ്ടക്റ്റഡ് ബൈ വീണ്ടും വന്നല്ലേ, ഇത് ഒറ്റ പ്രാവശ്യം ഇട്ടത്. What is the amount of heat conducted by the new rod when placed in thermal contact with the 2 reservoir in time T? That's the question. Okay, മക്കൾ നോക്കിയേ, here the equation is very simple. എന്താണ് Q by T എന്ന് പറഞ്ഞാൽ that is equal ആണ് KA delta T by L ആണ് ഇക്വേഷൻ വരുന്നത്. റെഡി? ആൻഡ് നോക്കിക്കേ, ഇവിടെ പറഞ്ഞത് പ്രകാരം നോക്കുകയാണെങ്കിൽ മക്കളെ ടൈമൊക്കെ സെയിം ആല്ലേ. ആൻഡ് ഹിയർ പറഞ്ഞത് പ്രകാരം പറഞ്ഞ് നോക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക, ഇവിടെ ഒറിജിനൽ ഏരിയ അതിൻ്റെ ഫസ്റ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ A ഈസ് ഈക്വൽ എന്നാണ് പൈ എന്താണ് R² എന്ന് കൊടുക്കാൻ പറ്റും. ഫൈൻ. എന്നാൽ മക്കളെ ഇത് ന്യൂ ഏരിയ എന്ത് ചെയ്യുന്നു A' എന്ന് കൊടുത്തു. കുഴപ്പമുണ്ടോ? A' എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താ വരുന്നത്, ദാറ്റ് ഈസ് ഈക്വൽ ടു മക്കളെ ഹിയർ പൈ R എന്ത് വരുന്നത് മക്കളെ R/2 വരുന്ന സമയത്ത് എന്ത് വരും R²/4 എന്ന് വരും. റെഡി? അങ്ങനെയാണെങ്കിൽ മക്കൾ ശ്രദ്ധിക്കുക A'/A എന്താണ്, ദെർഫോർ A'/A ദാറ്റ് ഈസ് ഈക്വൽ ടു 1/4 എന്ന് വരും. യു ക്യാൻ ചെക്ക്, സിംപ്ലി നിന്ന് ഡിവൈഡ് ചെയ്താൽ മതി. റെഡി? അതുപോലെ മക്കൾ ശ്രദ്ധിക്കുക, വോളിയം നോക്കുന്ന സമയത്ത് വോളിയം ഷുഡ് ബി എന്താണ് സെയിം ആണ് അല്ലേ. വോളിയം അത് അതിൻ്റെ മുമ്പുള്ള എന്തെങ്കിലും മെറ്റാലിക് റോഡിൻ്റെയും അപ്പോൾ എന്തെങ്കിലും ന്യൂ മെറ്റാലിക് റോഡിൻ്റെയും രണ്ടത്തിൻ്റെ വോളിയം സെയിം അല്ലേ. സോ വോളിയം സെയിം വിച്ച് മീൻസ് എന്താണ് ഹിയർ നമുക്ക് പറയാൻ പറ്റും വോളിയം എന്താണ് ഇവിടെ എന്താണ് V1 = V2 ആണെങ്കിൽ ഇവിടെ നമുക്ക് പറയാൻ പറ്റും ഹിയർ ദെർഫോർ പൈ എന്താണ് R² ഇൻറ്റു L ദാറ്റ് ഈസ് ഈക്വൽ ആണ് പൈ R² ബൈ എന്താണ് 4 ഇൻറ്റു L' എന്ന് പറയാൻ പറ്റും. പറഞ്ഞുകൂടെ? യെസ്, ഒരുപാട് കൂട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. ദാറ്റ്സ് ദ റൈറ്റ് ആൻസർ. എന്നാലും ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ ചെയ്യുന്നത്. സോ മക്കൾ ശ്രദ്ധിക്കുക, ഇവിടെ നിന്ന് പൈ R² ക്യാൻസൽ ചെയ്തു. സോ L'/L ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും, ദാറ്റ് ഈസ് ഈക്വൽ 4 എന്ന് വരും. സോ അങ്ങനെയാണെങ്കിൽ നോക്കിയേ, ഇവിടെ നോക്കിക്കേ ഈ ഒരു ഇക്വേഷൻ പ്രകാരം നോക്കിയേ, ഇവിടെ ടൈം കോൺസ്റ്റൻ്റ് ആണ്, K കോൺസ്റ്റൻ്റ് ആണ് ആൻഡ് A∆T കോൺസ്റ്റൻ്റ് ആണ്. സോ ഹിയർ Q എന്ന് പറയുന്നതാണ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ A/L അല്ലേ. ഫ്രം ദിസ് എന്താണ് നമുക്ക് പറയാൻ പറ്റും, നേരെ പറയാൻ പറ്റും ഫ്രം ദിസ് Q'/Q ദാറ്റ് ഈസ് ഈക്വൽ എന്നാണ്. A പ്രൊപ്പോർഷൻ ആകുമ്പോൾ A'/A ഇൻറ്റു L/L' എന്ന് വരും. സോ A'/A എന്താണ് 1/4 റെഡി ഇൻറ്റു L/L' നേരെ തിരിയൂല്ലേ 1/4 എന്ന് വരും. ദാറ്റ്സ് ഈക്വൽ 1/16. ഫ്രം ദിസ് Q' ഈസ് ഈക്വൽ ടു Q/16 ഇസ് ദ റൈറ്റ് ആൻസർ. റെഡി? ക്ലിയർ? യെസ്.
The next one. ഓക്കെ ആണോ മക്കളെ? ഒരുപാട് കുട്ടികൾ ആൻസർ ചെയ്തേ. വെരി ഗുഡ്, വെരി ഗുഡ്. റിപ്പീറ്റേഷൻ ആണ്, ഞാൻ ശ്രദ്ധിച്ചില്ല ഈ ക്വസ്റ്റ്യൻ. ഞാൻ ക്വസ്റ്റ്യൻ ഇത് ചെയ്തിരുന്നോ? റെഡി. The next question, another famous question. ഞാനിത് അധികം ഞാൻ ക്ലാസ്സിലേക്ക് എടുക്കുന്ന സമയത്ത് ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണത്. നോക്ക്, എ ബേക്കറി ഇസ് ഫിൽഡ് വിത്ത് എന്താണ് വാട്ടർ അറ്റ് 4 degrees Celsius. At one time the temperature is increased by few degree above 4 degree, and the another time is decreased by few degree below 4 degree. One shall observe that. എന്താണ് ഒബ്സർവ് ചെയ്യുക? നോക്കണേ, കറക്റ്റ് മനസ്സിലാക്കാം. ഒരു ബീക്കർ ഉണ്ട്. ആ ബീക്കറിൽ എന്ത് ചെയ്യുന്ന കംപ്ലീറ്റ്ലി നിന്ന് വെള്ളം എടുത്തു. കംപ്ലീറ്റ്ലി വെള്ളം എടുത്തു. വെള്ളം എത്രയാണ്? 4 degrees Celsius ആണ്. ഫസ്റ്റ് എന്താ പറയുക വെച്ചാൽ ഇവിടെ എന്ത് ചെയ്യുന്ന ആദ്യം നിന്ന് ടെമ്പറേച്ചർ ഇൻക്രീസ്, വിച്ച് മീൻസ് ഇവിടെ ആദ്യം ഹീറ്റ് ചെയ്തു. അതിനുശേഷം മക്കളെ ശ്രദ്ധിക്കുക, ഇവിടെ എന്താ സംഭവിക്കുക വെച്ചാൽ അവിടെ നിന്ന് കൂൾ ചെയ്തു അല്ലേ? അപ്പോൾ ആദ്യം ഗ്രേറ്റർ ദാൻ 4 degrees Celsius വെള്ളമായി മാറി, അതിനുശേഷം നിന്ന് ലെസ് ദാൻ 4 degrees Celsius വെള്ളമായി മാറി. അങ്ങനെ വരുന്ന സമയത്ത് എന്താ സംഭവിക്കുക എന്നാണ് ക്വസ്റ്റ്യൻ. മക്കളെ, ഇറ്റ്സ് വെരി വെരി ഈസി ആൻസർ. ഞാൻ പറഞ്ഞില്ല, പൊതുവേ ഞാൻ ക്ലാസ് എടുക്കുന്ന ഇതൊക്കെ എപ്പോഴും എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്ന ക്വസ്റ്റ്യൻ ആട്ടത്. ഇത് വന്ന ക്വസ്റ്റ്യൻ അതുകൊണ്ടാണ് പറയുന്നത്. ഇവിടെ എന്താ സംഭവിക്കുക മക്കളെ ശ്രദ്ധിച്ചാൽ, 2 കേസിലും മക്കളെ വെള്ളം എന്തെന്ന് ഓവർഫ്ലോ ചെയ്യും. 2 കേസിലും വെള്ളം ഓവർഫ്ലോ ചെയ്യും. കാരണം എന്താ അറിയോ? അറ്റ് 4 degrees Celsius, എപ്പോഴും പഠിച്ചിട്ടോ വെള്ളത്തിൻ്റെ കേസിൽ കേട്ടോ, അറ്റ് 4 degrees Celsius മക്കളെ ശ്രദ്ധിക്കുക, വെള്ളത്തിൻ്റെ വോളിയം എപ്പോഴും മക്കളെ മിനിമം ആയിരിക്കും കേട്ടോ. വെള്ളത്തിൻ്റെ എന്തെയ്യുന്ന വോളിയം എപ്പോഴും മിനിമം ആയിരിക്കും. അപ്പം ബിലോ ആൻഡ് എബോവ് 4 degrees Celsius എന്തെയ്യുന്ന നിർബന്ധമായിട്ടും വെള്ളത്തിൻ്റെ വോളിയം കൂടാ ചെയ്യുക. മനസ്സിലാവുണ്ടോ? ക്ലിയർ ആണോ? യെസ്, നോ, ഇവിടെ ഓവർഫ്ലോ ആണ് റൈറ്റ് ആൻസർ വരുന്നത് കേട്ടോ. കാരണം എപ്പോഴും മനസ്സിലാക്കുക, അതായത് 4 degrees Celsius എന്നാണ് ആ വെള്ളത്തിൻ്റെ കേസിൽ മക്കൾ എന്തെന്ന് വോളിയം എന്തെന്ന് ഏറ്റവും മിനിമമായി മാറാ ചെയ്യുന്നത്. അത് സിമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റും. നോർമൽ ലെവലിൽ ഇപ്പോൾ വെള്ളത്തിൻ്റെ കേസിലുണ്ട് അനാമലസ് ബിയർ ഓഫ് വാട്ടർ എന്ന കേസ് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് അവിടെ നോക്കിക്കേ, ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ ആദ്യം എന്ത് ചെയ്യുന്ന വോളിയം ഡിക്രീസ് ചെയ്യാം. 1 second, അതായത് ഞാൻ കറക്റ്റ് കാണിച്ചു തരാം. ഫ്രം 0 to എന്താണ് 4 degrees Celsius, 0 degrees Celsius to 4 degrees Celsius വാട്ടറിൻ്റെ കേസ് മാത്രം പറഞ്ഞു കേട്ടോ. ഇവിടെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക അറിയാം? വോളിയം ഡിക്രീസ് ചെയ്യുക. ഓർത്ത് വെച്ചേ, വോളിയം ഡിക്രീസ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ വന്ന് മക്കൾ ശ്രദ്ധിക്കുക, അറ്റ് 4 degrees Celsius ആവുന്ന സമയത്ത് അവിടെ വോളിയം ഷുഡ് ബി മിനിമമായി മാറും, ഡെൻസിറ്റി ഷുഡ് ബി എന്താണ് മാക്സിമമായി മാറും. അതാണ് എപ്പോൾ നിങ്ങൾ ഡെൻസിറ്റി എടുക്കുന്ന സമയത്ത് ദ ഡെൻസിറ്റി ഓഫ് വാട്ടർ അറ്റ് 4 degrees Celsius എടുക്കുന്നത് കേട്ടോ, 1000 kg/m³ എടുക്കുന്നത്. ഇനി ബിയോണ്ട് 4 degrees Celsius ആണെങ്കിൽ, അതായത് ആഫ്റ്റർ 4 degrees Celsius ആണെങ്കിൽ അവിടെ മക്കളെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ വോളിയം ഇൻക്രീസ് ചെയ്യുന്നത്. ആൻഡ് ഹിയർ ദ ഗ്രാഫ് ഷുഡ് ബി നോക്കി, വോളിയം ടെമ്പറേച്ചർ ഗ്രാഫ് എങ്ങനെ വരുന്നത് വെച്ചാൽ മക്കളെ ശ്രദ്ധിക്കുക, അത് അങ്ങനെ വരും, ഇങ്ങനെ വരും കേട്ടോ. ഇത് 4 degrees Celsius. റെഡി? ക്ലിയർ? യെസ്. നോക്കി, ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ കേസിൽ എല്ലാ കാര്യവും ഇൻക്ലൂഡ് ആട്ടോ, എല്ലാ കാര്യവും എനിക്ക് കൊടുത്തിട്ടുണ്ടേ. മക്കൾ എന്ത് ചെയ്യുന്നു? യെസ്, ഫുൾ കാര്യങ്ങൾ നോക്കിയാൽ മതി. ഇതൊന്ന് സ്ക്രീൻഷോട്ട് ചെയ്താൽ എന്ത് ചെയ്യുന്നത്? അനാമലസ് ബിയർ ഓഫ് വാട്ടർ ഈസ് ഓവർ. എനിക്ക് 3 പോയിന്റ് ഉള്ളൂ, ഇങ്ങനെ പഠിച്ചാൽ മതി, അത്രേ ഉള്ളൂ. ഇങ്ങനെ ജസ്റ്റ് മക്കൾ എന്തെങ്കിലും പഠിച്ച് പോയാൽ മതി. ദാറ്റ്സ് ഇറ്റ്. റെഡി? യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പോരട്ടെ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ മക്കൾ ഒരു ചെറിയൊരു ഡയഗ്രം ഉണ്ട്. ഞാൻ ഡയഗ്രം ജസ്റ്റ് ആദ്യം വരയ്ക്കാം. ഡയഗ്രം തന്നിട്ടുണ്ട് കേട്ടോ, ഞാനത് ഇതിൽ കൊടുക്കാൻ വിട്ടുപോയത് കേസാണ്. 50 degrees Celsius and 20 degrees Celsius. Okay, so this is the time t, and here 3k, and here 2k, and here k. റെഡി? ഇതാണ് ക്വസ്റ്റ്യൻ മക്കളെ. ഇനി നോക്കിക്കോ, ദ റോഡ് ഓഫ് സെയിം ഡയമെൻഷൻസ് അവിടെ ലെങ്ത് സെയിം ആട്ടോ, ഹാവ് തെർമൽ കണ്ടക്ടിവിറ്റി 3k, 2k and k. They are arranged shown the figure ആപ്പ് വരച്ചേ. വിത്ത് എന്താണ് എൻഡ് അറ്റ് എന്താണ് 100 degree ഉണ്ട്, 50 degree ഉണ്ട്, 20 degree ഉണ്ട്. The temperature of their junction is, so that's the question. ഫൈൻ, ചെയ്തൂടെ മക്കളെ? ഇതെന്താ കണ്ടീഷൻ? ഇതെന്താ കണ്ടീഷൻ നോക്കി, ഞാൻ ജസ്റ്റ് പറയണേ. ഇതിൻ്റെ ഹീറ്റ് കറണ്ട് H ആണെന്ന് വെച്ചോ മക്കളെ, ഇതിൻ്റെ ഹീറ്റ് കറണ്ട് H1 ഇതിൻ്റെ ഹീറ്റ് കറണ്ട് H2 ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് പറയാൻ പറ്റും. ഹിയർ ഇൻ ദിസ് കേസ് എന്താണ് H ഈസ് ഈക്വൽ ടു എന്താണ് H1 + H2 ആണ്.
എച്ച് ഇസ് ഈക്വൽ ടു h1 പ്ലസ് h2 ആണ് വരുന്നത്. മക്കളെ ഡയറക്റ്റ് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ മക്കളെ എച്ച് എന്താ നോക്കുക അല്ലേ, ഇത് പാരലൽ കണക്ഷൻ അല്ലേ, ജംഗ്ഷൻ ഫോം ചെയ്യുകയാണെങ്കിൽ പാരലൽ അല്ലേ. സോ എച്ച് ഇസ് ഈക്വൽ ടു h1 പ്ലസ് h2. സോ അങ്ങനെയാണെങ്കിൽ മക്കൾ നേരെ കൊടുത്തു. അങ്ങനെയാണെങ്കിൽ നോക്കിയേ അറിയാലോ എച്ചിൻ്റെ ഇക്വേഷൻ എന്താണ്, കെ എ ഇൻറ്റു എന്താണ് T1 മൈനസ് T2 ബൈ എൽ അല്ലേ, ഇങ്ങനെ ഇക്വേഷൻ വരുന്നത്. ഇനി നമുക്ക് നിന്ന് ഓരോന്നിനും വാല്യൂ കൊടുക്കാം. ഹിയർ എച്ച് അവിടെ കെന്ന് പറയുന്നത് 3K അല്ലേ, അപ്പോൾ 3K ഇൻറ്റു എ എന്താണ് സെയിം ആട്ടോ, അപ്പോൾ നേരെ പോകട്ടോ. ഇൻറ്റു എന്താണ് 100 മൈനസ് ടി ബൈ എൽ ദാറ്റ് ഇസ് ഈക്വൽ ടു H1 എന്ത് വരുന്നത് മക്കളെ, H1 എന്ന് പറഞ്ഞാൽ എന്താണ്, യെസ് 2K ഇൻറ്റു എ ഇൻറ്റു എന്താണ് T മൈനസ് 50 ബൈ എൽ പ്ലസ് ഞാനത് ജനറൽ ഇക്വേഷൻ ജസ്റ്റ് ഇവിടെ ഇരുന്ന് കേട്ടോ വായിക്കാനേ. പ്ലസ് നോക്കിയേ ഇവിടെ എന്താണ് കെ എ ഇൻറ്റു എന്താണ് T മൈനസ് 20 ബൈ എൽ. മക്കളെ വെട്ട് കുത്ത് ഇതാ കെ എ എൽ എല്ലാം ഞാൻ അങ്ങോട്ട് വെട്ടി. സോ സിമ്പിൾ എന്ത് വരും, യെസ് 3 ഇൻറ്റു 100 300 മൈനസ് 3T ദാറ്റ് ഇസ് ഈക്വൽ ടു എന്താണ് 2 ഇൻറ്റു T 2T മൈനസ് 100 പ്ലസ് എന്താണ് T മൈനസ് 20 എന്ന് വരും. ചെയ്തൂടെ, ഞാൻ ചെയ്ത് കാണിച്ചു തരേണ്ട ആവശ്യമുണ്ടോ, ഇല്ല. നേരെ ചെയ്യാം. യു ക്യാൻ ഫൈൻഡ് ദി എന്താണ് വാല്യൂ T. And when we find the value of T, that is yes, option with the option 2 is the right answer. ഞാൻ ചെയ്തതിനും കേട്ടോ, ഒരു കുഴപ്പമില്ലേ, ഇത് ചെയ്തതിനും ചെയ്തുതരാം. ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇതിൽ നിന്ന് വിട്ടിരിക്കുന്നത്. നേരെ എന്തെങ്കിലും ചെയ്താൽ പോയി ടീൻ്റെ ടേം എല്ലാം ഒരു ഭാഗത്താക്കാം, ബാക്കിയുള്ള ടേം ഒരു ഭാഗത്താക്കാം. സോ ഡെഫിനറ്റ്ലി യു ഗെറ്റ് ദി വാല്യൂ ഓഫ് T. ആൻഡ് വെൻ വി ഡു ദി ക്വസ്റ്റ്യൻ യു ഗെറ്റ് യെസ് 70 ഡിഗ്രി ഇസ് ദ റൈറ്റ് ആൻസർ. മനസ്സിലാക്കാം, ഇത് എയിംസ് വന്ന ക്വസ്റ്റ്യൻ കേട്ടോ 2017. ഓക്കെ, ഇതൊക്കെ നോക്കണേ, നിങ്ങളത് മനസ്സിലാക്കാം. ഇപ്പോഴല്ലേ നീറ്റിലേക്ക് മാറ്റിയത്. റെഡി മക്കളെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ ആണെങ്കിൽ ഞാൻ പോട്ടെ, മൂവ് ചെയ്യട്ടെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യണേ. യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മക്കളെ, ഈ ക്വസ്റ്റ്യൻ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് ചെയ്താൽ മാത്രം മതി. നേരത്തെ നമ്മൾ ചെയ്ത അതേ ക്വസ്റ്റ്യൻ തന്നെ. എന്താണ്, സ്റ്റീം ഈസ് പാസ്ഡ് ഇൻ ടു 22 gram ഓഫ് എന്താണ് വാട്ടർ അറ്റ് 20 degree Celsius. ഫൈൻ the mass of water that will be present when the water acquire a temperature of 90 degree. സെയിം നേരത്തെ അതേ സാധനം. ഓക്കെ, സ്റ്റീം ഈസ് പാസ് പറയുമ്പോൾ 100 degree സ്റ്റീം ആട്ടോ പാസ് ചെയ്യുന്നത്, 100 degree സ്റ്റീമാണ് പാസ് ചെയ്യുന്നത്. അതങ്ങനെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുന്നത്, സ്ക്രീൻഷോട്ട് ചെയ്തോ. ഞാൻ പറഞ്ഞുതരാം, സെയിം സാധനം, എനിക്കൊന്നും വേറെ എക്സ്ട്രാ ഒന്നും പറയാനില്ല. ഇവിടെ ചെറിയ ടേംസ് വാല്യൂസ് മാത്രം ജസ്റ്റ് ഇങ്ങനെ മാറുന്നുള്ളൂ. റെഡി മക്കൾ, ഓക്കെ അല്ലേ? യെസ്. then മക്കൾ ശ്രദ്ധിക്കുക, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതിൽ മക്കൾ എന്ത് ചെയ്യുന്നു, ഒരു ചെറിയൊരു ഡയഗ്രം ഉണ്ട് ഇവിടെ. ദ റേറ്റ് ഓഫ് ഹീറ്റ് ഫ്ലോ ത്രൂ ദി ക്രോസ് സെക്ഷൻ ഓഫ് റോഡ് എസ് ഷോൺ ദി ഫിഗർ. മക്കളെ ഇവിടെ ഇങ്ങനെയാട്ടോ വരുന്നത്, റോഡ് ഇങ്ങനെ വരുന്നത്, നോൺ യൂണിഫോം ആയിട്ടുള്ള റോഡ് വരുന്നത് കേട്ടോ തന്നിരിക്കുന്നതിൽ. ആൻഡ് ഹിയർ ലെങ്ത് ഉണ്ട്, ഇതൊക്കെ ക്വസ്റ്റ്യൻ തന്നാണ് കേട്ടോ. ആൻഡ് ഹിയർ റേഡിയസ് എന്താണ്, ഇത് R1 ആണ്, ഇതിൻ്റെ റേഡിയസ് എന്താണ് R2 ആണ്. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ നിൽക്കുന്നത് കേട്ടോ. ആൻഡ് ദ ടെമ്പറേച്ചർ ഹിയർ T1 ആൻഡ് ദെൻ ഹിയർ T2. ഓക്കെ, സോ മക്കൾ ശ്രദ്ധിക്കുക, ഇവിടെ ഇൻ ദിസ് കേസ് എന്താ ചോദിച്ചിരിക്കുന്നത്, റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ഹീറ്റ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നോക്കിയേ, ഇവിടെ ക്രോസ് സെക്ഷൻ ഏരിയ വ്യത്യാസം ഉണ്ടല്ലേ, ക്രോസ് സെക്ഷൻ ഏരിയ വ്യത്യാസം ഉണ്ടായതുകൊണ്ട് ഇപ്പോൾ നമുക്ക് നോർമൽ ലെവലിൽ നമുക്ക് നിന്ന് റേഡിയസ് നമുക്ക് 2 എടുക്കാൻ പറ്റില്ലല്ലേ, എടുക്കാൻ പറ്റും, R1 അല്ലെങ്കിൽ R2 എടുക്കാൻ പറ്റും, ഇല്ല. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഒരു ക്രോസ് സെക്ഷൻ വരുന്ന സമയത്ത് അതിൻ്റെ എഫക്റ്റീവ് റേഡിയസ് എടുക്കണം കേട്ടോ. ആൻഡ് ഹിയർ ദ എഫക്റ്റീവ് റേഡിയസിന് ഇക്വേഷൻ അറിയാം, R എഫക്റ്റീവ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ റൂട്ട് ഓഫ് എന്താണ് R1 ഇൻറ്റു R2 ആണേ, root of R1 into R2 വരുന്നത്. പ്ലീസ് നോട്ട് ദിസ് വൺ. ഫ്രം ദിസ് നോക്കിക്കേ, ഫ്രം ദിസ് എന്താണ് R എഫക്റ്റീവ് സ്ക്വയർ എന്ന് പറയുന്നത് ദാറ്റ് ഇസ് ഈക്വൽ ടു R1 ഇൻറ്റു R2 വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് നേരെ കൊടുക്കാം. ദെർഫോർ dq by dt ഇതാണ് കാണണ്ടല്ലേ, ദാറ്റ് ഇസ് ഈക്വൽ ആണ് KA ഇൻറ്റു എന്താണ് T1 മൈനസ് T2 ബൈ എൽ ദാറ്റ് ഇസ് ഈക്വൽ ടു എന്താണ് K ഇൻറ്റു അറിയാലോ ഏരിയ എന്ന് പറയുമ്പോൾ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ പൈ R എഫക്റ്റീവ് സ്ക്വയർ ആവുന്നത് കേട്ടോ, R എഫക്റ്റീവ് സ്ക്വയർ ആവുന്നത് ഇൻറ്റു T1 മൈനസ് T2 all divided by L. മക്കളെ വാല്യൂ കൊടുത്തോ. Therefore that is equal to K pi R effective square എന്താണ് R1 into R2 into T1 minus T2 by L. ഒരു എയിംസ് ലെവൽ ക്വസ്റ്റ്യൻ ആണത്. ഇപ്പോൾ എല്ലാം ഒന്നാക്കി എന്നാലും പറയണം. മക്കൾ ഓക്കെ ആണോ, ക്ലിയർ ആണോ? ഇപ്പോൾ പുതിയൊരു ഇൻഫർമേഷൻ ജസ്റ്റ് നോട്ട് വെച്ചോ. നിങ്ങൾക്ക് അറിയുന്ന ആൾക്കാരായിരിക്കും ഇത് അധികം ഉണ്ടാവും, എന്നാലും ജസ്റ്റ് നോട്ട് വെച്ചോ. ഇവിടെ ഒരു നോൺ യൂണിഫോം ക്രോസ് സെക്ഷൻ ഏരിയ വരുന്ന സമയത്ത് എഫക്റ്റീവ് റേഡിയസ് എങ്ങനെയാണ് കാണാം. ദാറ്റ്സ് ഇറ്റ്. സോ when we go for the option here, option number 1 is the right answer here. Okay അല്ലേ? യെസ്.
അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യട്ടെ? മടുത്തോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. ഓക്കെ, ഒരു കാര്യം ചെയ്ത് അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് അടുത്ത ക്വസ്റ്റ്യന് ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്ത് വൈൻഡ് അപ്പ് ചെയ്യാം. റൈറ്റ്, ഇതാ നോക്കിയേ ക്വസ്റ്റ്യൻ നമ്പർ 19 നോക്കിയേ. ഹിയർ two identical rods of എന്താണ് copper and iron are coated with എന്താണ് coated with wax uniformly. ചുറ്റും വാക്സ് പുരട്ടി വെച്ചിട്ടുണ്ട്. When one end of each is kept at a temperature of boiling water, അതിന് മറ്റൊരു എൻഡ് കോപ്പറിനാണെങ്കിലും അതുപോലെ ഈ അയണിൻ്റെ ആണെങ്കിലും മറ്റൊരു എൻഡ് എന്താ വെച്ചാൽ മക്കളെ ബോയിലിംഗ് വാട്ടറിൽ നിന്ന് കൊണ്ട് ഞാൻ വെക്കുന്ന സമയത്ത് ദ ലെങ്ത് അപ് ടു വിച്ച് ദി വാക്സ് മെൽറ്റ്സ് ആ തന്നിട്ടുണ്ട്. കോപ്പറിൻ്റെ ആണെങ്കിൽ മക്കളെ തന്നിരിക്കുന്നത് എന്താണ് 8.4 സെൻറ്റിമീറ്റർ വരെ എന്തെന്ന് വാക്സ് ഉരുക്കിയിട്ടുണ്ട്. ഇനി അയണിൻ്റെ ആണ് തന്നിരിക്കുന്നത് മക്കളെ ശ്രദ്ധിക്കുക, എന്താണ് 4.2 സെൻറ്റിമീറ്റർ വരെ വാക്സ് ഉരുക്കിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ദ തെർമൽ കണ്ടക്ടിവിറ്റി ഓഫ് കോപ്പർ എന്നത് 0.92 ആണെങ്കിൽ ദ തെർമൽ കണ്ടക്ടിവിറ്റി ഓഫ് അയൺ ആണ് ചോദിച്ചിരിക്കുന്നത്. മക്കളെ ഇറ്റ്സ് വെരി ഈസി. നിങ്ങൾ പഠിച്ചോ, ഇവിടെ തെർമൽ കണ്ടക്ടിവിറ്റിയും ഈ വാക്സ് ഉരുക്കിയ ആ ലെങ്ത്തും നമ്മൾ റിലേഷൻ പഠിച്ചോ. കെ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു എൽ സ്ക്വയർ ആണ്. ദാറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു എൽ സ്ക്വയർ. അങ്ങനെ തന്നെ പഠിച്ചു, അങ്ങനെ തന്നെ ജസ്റ്റ് എഴുതി പോയിക്കോ. സോ ഫ്രം ദിസ് നോക്കിക്കേ, ഫ്രം ദിസ് K1/K2 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ് L1/L2 ഓൾ സ്ക്വയർ. ദാറ്റ്സ് ഇറ്റ്. സോ യു ക്യാൻ ഫൈൻഡ് ദി K2. കണ്ടൂടെ? ഞാൻ പറഞ്ഞതിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല, ഈ റിലേഷൻ മാത്രം പഠിച്ചാൽ മതി. സോ ഹിയർ എന്താണ് K1 എന്താണെന്ന് നിൽക്കുന്നത് 0.92 by K2 that is equal to എന്താണ് L1 എത്ര നിൽക്കുന്നത്? യെസ് 8.4 by 4.2 all square. വെട്ട് അപ്പോൾ 2 times 2 square 4. സോ 0.92 by K that is equal to 4 ആ വരുന്നത് അല്ലേ. സോ K is equal to നേരെ by 4 അല്ലേ. K is equal to 0.92 by 4. That's it. എത്ര വരും? Simply 0.23 is the right answer. Ready? So 0.23 option A is the right answer here. Good. Got it? Yes. സോ നമുക്ക് എന്ത് ചെയ്യുന്നത് ഇവിടെ വെച്ച് നമുക്ക് നിന്ന് ഈ സെക്ഷൻ എന്ത് വൈൻഡ് അപ്പ് ചെയ്യാം എന്ന് വിചാരിക്കുന്നു. ചില ഓൾമോസ്റ്റ് 2010 വരെയുള്ള ഒരുവിധ ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ പറഞ്ഞു. ഹോപ്പ് യു ഗെറ്റ് ദി ആൻസർ സെക്ഷൻസ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. മക്കൾ ഇതേ രീതിയിൽ തന്നെ മൂവ് ചെയ്യാം കേട്ടോ, ഇതേ രീതിയിൽ തന്നെ മൂവ് ചെയ്യുക. മാക്സിമം എന്ത് ചെയ്യുന്നത് ഞാൻ കുട്ടികളോട് പറഞ്ഞൊരു മെയിൻ കാര്യം എന്ന് വെച്ചാൽ നിങ്ങളെന്ത് ചെയ്യേണ്ട ഒരു പരിപാടി എന്ന് വെച്ചാൽ നിങ്ങൾ ഒരു പേജിൽ നിങ്ങൾ ഒരു ചാപ്റ്ററിൻ്റെ ഫുൾ കാര്യങ്ങൾ ഏറ്റവും അത്യാവശ്യമുള്ള ഫുൾ ഇക്വേഷൻസ് കാര്യങ്ങൾ നല്ലോണം സെറ്റ് ചെയ്യുക, ഇരുന്ന് വർക്കൗട്ട് ചെയ്യുക. ഇതിന് നിങ്ങൾ ഒന്നുകൂടി പഠിക്കേണ്ടത് നിങ്ങൾക്ക് എക്സ്പെക്റ്റഡ് ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് ഞാൻ തന്നെ എന്തെങ്കിലും ഓൾമോസ്റ്റ് ഇപ്പോൾ ഇനി ഒരു സെക്ഷൻ കൂടി നിങ്ങൾക്ക് ഉണ്ടെന്ന് തോന്നുന്നു. റൈറ്റ്? സോ ആ ടൈമിൽ ഞാൻ തന്നെ മാക്സിമം നിൽക്കുന്ന ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെയൊക്കെയാണ് വരിക ഏകദേശം ഒരു എക്സ്പെക്റ്റഡ് ലെവലിൽ ഞാൻ തന്നെ കാണിച്ചു തരാം. ഫൈൻ, ക്ലിയർ? പിന്നെ മക്കളൊരു കാര്യം മനസ്സിലാക്കേണ്ട വെച്ചാൽ ചില കേസിൽ കേട്ടോ റയർ ആയിട്ട് എന്ത് ചെയ്യുന്നത് കണ്ടോ അപ്പോൾ ഉണ്ടല്ലോ. അപ്പോൾ റിപ്പീറ്റുള്ള ഒരു ക്വസ്റ്റ്യൻ ഞാൻ കാണിച്ചത് നേരത്തെ ഞാൻ നിങ്ങൾ പറഞ്ഞു നിങ്ങൾ ചെയ്യാണ്ടി പറഞ്ഞു. റൈറ്റ്? ദാറ്റ് ഈസ് വൺ. ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ ഒന്ന് റിപ്പീറ്റ് ചെയ്യാം, വാല്യൂസ് ഒക്കെ മാറിയിട്ട്. അത് നിങ്ങളുടെ ഭാഗ്യം അനുസരിച്ചിരിക്കും. ഓക്കെ, അപ്പോൾ മാക്സിമം നല്ലോണം വർക്കൗട്ട് ചെയ്യുക, നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യുക. ഡെഫിനറ്റ്ലി കിട്ടും. ഫസ്റ്റ് ചാൻസ് തന്നെ കിട്ടട്ടെ എന്ന് ഞാൻ നിങ്ങൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു. ഓക്കെ, റെഡി? യെസ്. സോ ഐ ആം വൈൻഡ് അപ്പിങ്. താങ്ക് യു വെരി മച്ച്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളിത് ബാക്കിയുള്ള കുട്ടികൾക്ക് ഒന്ന് ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഗുഡ് നൈറ്റ്.